നമുക്ക് അറിയുന്നുണ്ട് ഒരുപാട് ചോറും കുറിച്ച് എല്ലാവർക്കും ഈ ആഫ്റ്റർനൂൺ സെഷനിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരും വായിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ചും പ്രാദേശിക ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് പ്രകാശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സെമിനാറുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ യോജിച്ച ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തീർച്ചയായിട്ടും ജനകീയാസൂത്രണത്തിൻ്റെ 25 വർഷക്കാലത്തെ അനുഭവങ്ങൾ വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പല സെമിനാറുകളും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല പുറം രാജ്യങ്ങളിലുമൊക്കെ ഇനി സംഘടിപ്പിക്കപ്പെടാനാണ് പോകുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ആ തരത്തിലുള്ള ഒരു വലിയ സംഭാവനയാണ് കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാവിലത്തെ സെഷനുകൾ മുഴുവൻ ഓൺലൈനായിട്ട് കേട്ടിരുന്നു. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിലേക്കൊന്നും കടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നന്നായി അടുക്കി വെച്ചുകൊണ്ടാണ് ഈ കോൺഫറൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹോംവർക്ക് അതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കിലയിലെ അതുപോലെ തന്നെ ഗിഫ്റ്റിലെ ഫാക്കൽറ്റിയെ അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യേണ്ടത് ജില്ലാ പദ്ധതിയെക്കുറിച്ചിട്ടാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ധർമ്മം നിർവഹിക്കുന്നതിന്
ജില്ലാ പദ്ധതികൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമുക്കറിയാം, വികസനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഗ്രാമസഭാ തലത്തിൽ, അയൽക്കൂട്ടത്തിൻ്റെ തലത്തിൽ, ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും തലത്തിൽ പരിഹരിക്കാം എന്നുള്ള ഒരു ചിന്ത അല്ല ജനകീയാസൂത്രണത്തെ നയിക്കുന്നത്. എല്ലാ കാര്യങ്ങളും താഴെത്തട്ടിൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും, പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് ഇതിനിടയിൽ വന്നു കയറിയ ഒരു റൊമാൻറ്റിക് ധാരണയാണ്. അത്തരമൊരു കാൽപ്പനിക ധാരണയോട് കേരളത്തിലെ ജനകീയാസൂത്രണ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ തുടക്കം മുതലേ യോജിച്ചിരുന്നില്ല. നമ്മുടെ ഭരണഘടനയുടെ സമീപനവും അതല്ല. നമ്മൾ തീർച്ചയായിട്ടും വിഭാവനം ചെയ്യുന്നത് പങ്കാളിത്ത ജനാധിപത്യത്തോടൊപ്പം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് സ്ട്രക്ചേഴ്സിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. പങ്കാളിത്ത ജനാധിപത്യം ഇല്ലാതെ ജനാധിപത്യം പൂർണ്ണമാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ് റെപ്രസെൻറ്റേറ്റീവ് പ്രാതിനിധ്യ ജനാധിപത്യവും ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണെന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ഉണ്ടായേ പറ്റൂ. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ താഴെത്തട്ടിലെ വേദികളോടൊപ്പം തന്നെ പ്രധാനമാണ് ബ്ലോക്ക് തലത്തിലെ, ജില്ലാ തലത്തിലെ, സംസ്ഥാന തലത്തിലെ, കേന്ദ്ര തലത്തിലെ ഭരണകൂട വേദികൾ, ജനാധിപത്യ വേദികൾ. ഇവയെല്ലാം ചേർന്നാൽ ജനങ്ങളുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നം ഇതാണ്, പല തട്ടുകളുടെ ഏകോപനം നിർബന്ധമായും ആസൂത്രണത്തിൽ, വികസന പ്രവർത്തനങ്ങളിൽ ആവശ്യമാണ്, ഭരണത്തിൽ ആവശ്യമാണ്. പല തട്ട് ഗവൺമെൻറ്റുകളുടെ ഏകോപനം ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊട്ടേറെ വികസന ഏജൻസികളുടെ പങ്കാളിത്തം ആവശ്യമാണ്. പാർട്ടിസിപ്പേറ്ററി സ്ട്രക്ചേഴ്സിൻ്റെ പ്രാധാന്യം പോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് സ്ട്രക്ചേഴ്സിനും പ്രാധാന്യമുണ്ട്. അപ്പം ഇതിനെല്ലാം ഏകോപിപ്പിക്കണം. അത് അത്ര ലളിതമായ കാര്യമല്ല. എങ്ങനെ ഏകോപനം സാധ്യമാക്കും എന്നുള്ളതിൻ്റെ പരീക്ഷണം കേരളത്തിൽ 25 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവിടെ എവിടെയൊക്കെ ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ജനകീയാസൂത്രണം തുടങ്ങിയ സമയത്ത് മുതൽ നമുക്കറിയാം, കൃത്യമായ ഒരു മാതൃകയൊന്നും നമ്മുടെ മുന്നിലില്ല. ഈ ഏകോപനം എങ്ങനെ സാധ്യമാവും, പങ്കാളിത്തം എങ്ങനെ സാധ്യമാവും, ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാവുന്നതിനിടയ്ക്ക് വിദഗ്ധന്മാരുടെ പങ്കാളിത്തവും എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഇതൊക്കെ ജനാധിപത്യത്തെ തന്നെ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ലളിതമായ സൊല്യൂഷൻസ് ഇല്ലാത്ത എന്നാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ, പരീക്ഷണങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തേണ്ട പ്രോബ്ലംസാണ്. അപ്പം അതിൽ ചിലതെല്ലാം നമ്മൾ രാവിലെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നല്ല ചർച്ച തന്നെ നടന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ സെഷനിലും ഉണ്ടാവുക. ഇപ്പം നീർത്തടാധിഷ്ഠിത ആസൂത്രണം എത്രയോ പ്രധാനമാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു. പക്ഷേ ഈ നീർത്തടാധിഷ്ഠിത ആസൂത്രണത്തെ പറ്റി ഒരുപാട് തമാശകളും ജനകീയാസൂത്രണ പ്രവർത്തകരുടെ ഇടയിലുണ്ട്. അത്രമാത്രം ഊന്നിയൊരു കാര്യമാണെങ്കിലും എല്ലാവരും ആഗ്രഹിച്ച തലത്തിലേക്ക് അതിൻ്റെ പ്രയോഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള സെഷനിൽ ചർച്ച ചെയ്തു. അതിനോട് സമാനമായ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ജില്ലാ പദ്ധതിയുടെ കാര്യത്തിലുള്ളത്. ജില്ലാ പദ്ധതിയുടെ പ്രാധാന്യം ഭരണഘടന തന്നെ ഊന്നുന്നതാണ്.
ജില്ലയിലെ വിവിധ വികസന ഏജൻസികളെ, വിവിധ തട്ട് ഗവൺമെന്റുകളെ ജില്ലാതലത്തിൽ സംയോജിപ്പിക്കേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ചുമതല DPCയിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള, അത് ഇൻഫോംഡ് ആയിട്ടുള്ള രീതിയിൽ നിർവഹിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് തീർച്ചയായിട്ടും ജില്ലാ പദ്ധതി. പക്ഷെ ജില്ലാ പദ്ധതി ഭരണഘടനയിലുണ്ട്, എല്ലാവരും അത് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ രാജ്യത്ത് വളരെ അപൂർവമായി പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ചില ജില്ലകളിൽ ഈ ജില്ലാ പദ്ധതി തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും എല്ലാ തലങ്ങളിലും അത് പദ്ധതി രേഖയായിട്ട്, ഒരു രേഖയായിട്ട് ഇരിക്കുന്നതല്ലാതെ അതിനെ പ്രായോഗികമായിട്ട് അതിനെ ഉപയോഗിച്ച് ആസൂത്രണം ചെയ്യാൻ, അതിനെ ഉപയോഗിച്ച് വികസന പരിപാടികൾ നടപ്പിലാക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. കേരളത്തിലും അത്തരം ചില പരീക്ഷണങ്ങൾ നടന്നു. ഇപ്പോൾ അധികാരമൊഴിയുന്ന ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും നമുക്ക് ജില്ലാ പദ്ധതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ജില്ലാ പദ്ധതി രൂപീകരണത്തിൽ വലിയ പങ്കാളിത്തമുണ്ടായി. അക്കാഡമിക് സ്ഥാപനങ്ങളും വിദഗ്ധന്മാരും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം ജില്ലാ പദ്ധതി രൂപീകരിക്കുന്നതിൽ പങ്കെടുത്തു. നല്ല നിലവാരമുള്ള ജില്ലാ പദ്ധതി രേഖകൾ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംയുക്ത പ്രോജക്റ്റുകളുടെ ഐഡിയാസ് വന്നു. ചില സ്ഥലങ്ങളിൽ സംയുക്ത പ്രോജക്റ്റുകൾ തന്നെ ഉണ്ടായി. ഈ സംയുക്ത പ്രോജക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ബജറ്റിൽ സംയുക്ത പ്രോജക്റ്റുകൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. പക്ഷെ ഇതൊക്കെ ആയിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇൻ്റഗ്രേഷൻ, ജില്ലാ പദ്ധതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്റഗ്രേഷൻ, ജില്ലാ പദ്ധതിയിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടും, പ്രോജക്റ്റ് ഐഡിയാസ് മുന്നോട്ട് വെച്ചിട്ടും അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് പറയുമ്പോൾ ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, പല ജില്ലകളിലും ധാരാളം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നുണ്ട്. വിവിധ തട്ട് ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി പതുക്കെ പതുക്കെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. മിഷനുകളുടെ ഭാഗമായിട്ടും സംയുക്ത പരിപാടികൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന ഒരുപാട് സംയുക്ത പരിപാടികൾ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട്, ഹരിത കേരളവുമായി ബന്ധപ്പെട്ട്, ഭക്ഷ്യ രംഗത്തെ സുഭിക്ഷ കേരളം പരിപാടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംയുക്ത പ്രോജക്റ്റുകൾ നടക്കുന്നു. മുകളിൽ നിന്ന് അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കാതെ തന്നെയും പ്രാദേശിക വിവിധ തട്ട് ഗവൺമെൻറ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ് ഇക്കാര്യത്തിൽ. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനുള്ള സാധ്യതകളാണ് കാലം തുറന്നു തരുന്നത്. പക്ഷേ പ്രായോഗികമായ ഒരുപാട് വൈഷമ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച നടക്കേണ്ടത്. ഞാൻ കുറച്ച് കൂടുതൽ സമയമെടുത്തത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പാനലിസ്റ്റുകൾ 1-2 പേര് അസുഖം കാരണവും അസൗകര്യം കാരണവും എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓൺലൈൻ ഉണ്ടാവും. ഇതിൽ ഒരു കാര്യം മാത്രം ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് പറയേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ചർച്ച ഫ്ലാഗ് ഓഫ് ചെയ്യാൻ തോന്നുകയാണ്. ഈ ഇൻ്റഗ്രേഷനോ ആസൂത്രണമോ ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ സാവകാശം നൽകേണ്ടതുണ്ട്. ഇപ്പോൾ 1 വർഷത്തെ പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ 17 പുതിയ പരിപാടികൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പല കാര്യങ്ങളും മാറ്റി ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ആസൂത്രണത്തിൻ്റെ ഘടന അനുസരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയില്ല. ഇപ്പോൾ ഗ്രാമസഭയിൽ നിന്ന്, അയൽക്കൂട്ടത്തിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളെല്ലാം തയ്യാറാക്കി പദ്ധതി രേഖ തയ്യാറാക്കി കഴിയുമ്പോൾ
വേറെ ഒരുപാട് പരിഗണനകൾ വരുന്ന രീതിയിൽ മുകൾ തട്ടിൽ നിർദ്ദേശം വന്നാൽ ആ നിർദ്ദേശങ്ങളൊന്നും അനാവശ്യമാണെന്നുള്ള നിലയില്ല. പലപ്പോഴും പല എമർജൻസീസ് വരുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ വരുന്നു. പണം തരണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വർഷം അവസാനിക്കാറാവുമ്പം അവസാനത്തെ 3 ആഴ്ചയുള്ളപ്പോൾ പറയുന്നു പദ്ധതി രേഖയിൽ മാറ്റം വരുത്തണം. ഇവിടെ കോവിഡ് മഹാമാരി വരുന്നു, പ്രളയം വരുന്നു. അപ്പോൾ പദ്ധതി എന്ന് പറയുന്നത് ഒരു ഇരുമ്പൊലൊക്കെ അല്ല, അവിടെ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. മാറ്റങ്ങൾ പ്രഖ്യാപിക്കും, അതിനനുസരിച്ച് താഴെത്തട്ടിൽ മാറ്റം വരുത്തേണ്ടി വരും. പക്ഷേ ഈ കാര്യത്തിലെല്ലാം അടിസ്ഥാനപരമായി നമ്മൾ എടുക്കേണ്ട ഒരു സമീപനം അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ ഈ വളരെ അഡ്ഹോക്കായിട്ട് പോളിസി അനൗൺസ്മെൻറ്റ്സ് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിനെതിരാണ്. ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെത്തട്ടിൽ ആളുകൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നൊരു കാര്യം അത് നടപ്പിലാക്കാനുള്ള മിനിമം സാവകാശം കൊടുക്കണം. അതിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കാം, പക്ഷേ അതിൻ്റെ ഘടനയാകെ മാറ്റത്തക്ക രീതിയിൽ പ്രാദേശികമായി സെറ്റ് ചെയ്ത പ്രയോറിറ്റീസിനെ മുഴുവൻ അൺസെറ്റിൽ ചെയ്യുന്ന രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. സംസ്ഥാന തലത്തിലെ ആസൂത്രണം വെറുതെ ആവും. പ്ലാൻ ഉണ്ടാക്കി വെക്കാം, പക്ഷേ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളങ്ങ് മാറി മറിഞ്ഞാൽ പിന്നെ ആ പ്ലാനിന് പ്രസക്തിയില്ല. അതുതന്നെയാണ് പ്രാദേശിക തലത്തിലെ ആസൂത്രണത്തിൻ്റെയും കാര്യം. ഇത് നമ്മൾ എമർജൻസീസ് വരുമ്പം മാറ്റണം, ഫ്ലെക്സിബിൾ ആവണം. പക്ഷേ ജനാധിപത്യം പുലരണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു റെസ്ട്രെയിൻറ്റ് ഓരോ ഉയർന്ന തട്ട് അധികാരികളും പാലിക്കേണ്ടതാണ് എന്നുള്ളൊരു ബേസിക് പോയിന്റ് മാത്രം പറയുന്നു. ബാക്കി ചർച്ചകളിൽ വരുന്ന നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാം. ആദ്യമായിട്ട് ഓൺലൈനായിട്ട് പറഞ്ഞോളൂ. ആരാ അവൈലബിൾ ആണ്? ഹലോ, ശ്രീമതി PP ദിവ്യ, അവർ കുറച്ച് വൈകിയേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാൻ ഞാൻ ഓൺലൈനിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ ഒരു വളരെ ഗൗരവമായ ഒരു ചർച്ചയിൽ നേരിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രയാസമുണ്ട്. ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായ ചില പരിമിതികൾ, മുഴുവൻ സമയവും ഈ ചർച്ചകൾ മുഴുവൻ കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും ഇടയ്ക്ക് ഇവിടെ ജോയിൻ ചെയ്തു, ചില സെഷനിലെ ഡിസ്കഷൻ എല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പദ്ധതി 2018-19 കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത സമയത്ത് ഉണ്ടായ ഒരു അനുഭവം ഇതിലൂടെ പങ്കുവെക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചൊരു കാര്യം, ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നത്, നമുക്ക് ഈ പദ്ധതി തയ്യാറാക്കുന്നതിന് പ്രത്യേക വകയിരുത്തലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ജില്ലയുടെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടൊരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇതെല്ലാം തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവം, ഇതിന്റെ ഡാറ്റ കൃത്യമായി നമുക്ക് കളക്ട് ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ് എന്ന് പല ഉദ്യോഗസ്ഥന്മാർക്കും തോന്നിയിട്ടില്ല. അതായത് ഇതൊരു അധിക ബാധ്യതയാണ് എന്ന രീതിയിലാണ് പലരും അന്നതിനെ സമീപിച്ചത്. അപ്പൊ അതിന്റെ ഒരു വലിയ പോരായ്മ ആ പദ്ധതി തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് മാത്രല്ല, ഇപ്പൊ നമുക്കറിയാം, ഒരു വർഷം ഏതാണ്ട് 1000, 2000, 3000 കോടി രൂപയുടെ വിവിധ വകുപ്പുകൾ അവർ ചെലവഴിക്കുന്ന, ഒരുപക്ഷെ അവർക്ക് സർക്കാരിൽ നിന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന വിഹിതമുണ്ട് ഓരോ വർഷവും. ഈ വിഹിതം സംബന്ധിച്ച് ചിലവഴിക്കുന്ന ഘട്ടത്തിൽ എത്രത്തോളം, നേരത്തെ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം ഈ വകുപ്പുകൾ തമ്മിലുള്ള സംയോജനം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉള്ളടക്കം. പലപ്പോഴും ഈ 3000 കോടി 2000 കോടി രൂപ ഒരു ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ജില്ലാ ആസൂത്രണ സമിതി എന്ന രീതിയിൽ നമ്മുടെ അധികാരം വളരെ പരിമിതിയാണെന്നുള്ളതാണ്.
കാരണം നമ്മൾ ഈ ജില്ലയുടെ ഈ ഒരു ജില്ലാതല പദ്ധതി വെച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം നമ്മുടെ വകുപ്പുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെയാണ് അധികാരമുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് അധികാരമില്ല. അതിന്റെ എല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്കുള്ളൊരു നിർദ്ദേശം, സമയം വളരെ ചുരുക്കാണ്, എനിക്കുള്ളൊരു നിർദ്ദേശം, ജില്ലാ ആസൂത്രണ സമിതി ഓരോ വർഷവും പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന സമയത്ത് എന്താണോ ജില്ലാ പദ്ധതിയിലെ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ ഓരോ മേഖല തിരിച്ചും, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജില്ലയ്ക്ക് ഒരു പരിസ്ഥിതി പദ്ധതി നമുക്ക് ഉണ്ടാക്കണം, ഒരു ജില്ലയ്ക്ക് ഒരു സ്ത്രീ പദ്ധതി നമുക്ക് ഉണ്ടാക്കണം, ഒരു ആരോഗ്യ പദ്ധതി നമുക്ക് ഉണ്ടാക്കണം. ഇപ്പൊ ഒട്ടേറെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, വികേന്ദ്രീകരിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം കോർഡിനേഷൻ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു അനുഭവം. ഓരോ പദ്ധതി തയ്യാറാക്കിയാൽ 20% തുകയെങ്കിലും, അതായത് ഒരു വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ 20% തുകയെങ്കിലും ജില്ലാ ആസൂത്രണ സമിതിയുടെ നിർദ്ദേശപ്രകാരം ചിലവഴിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന തോന്നലാണ്. അത് നിർബന്ധിതമായ ഒരു തീരുമാനമായി ഗവൺമെന്റ് ഉത്തരവായി വരണം. കാരണം ഈ വർഷം പദ്ധതി അംഗീകരിക്കുന്ന ഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രയാസമാണ്. കാരണം എത്രത്തോളം അശാസ്ത്രീയമായും, അതോടൊപ്പം നമ്മുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഈ പണം എങ്ങനെ ഓരോ മേഖലക്കകത്തും വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ജനപ്രതിനിധികൾ ഇല്ല എന്നുള്ളതാണ്. വനിതാ ഘടക പദ്ധതി നമുക്ക് വളരെ വിഷമം തോന്നിപ്പോകും. കാരണം ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 60ഓളം വരുന്ന പഞ്ചായത്തുകളിലെ വനിതാ ഘടക പദ്ധതി മാത്രം എടുത്ത് പരിശോധിച്ച സമയത്തുണ്ടായ ഒരു സങ്കടകരം, അതായത് ഈ പദ്ധതികളിൽ വരുന്നതാണ് വനിതാ കോഴിക്കോട്, വനിതാ ആട്, അതായത് വനിതാ കാലിത്തീറ്റ എന്നൊരു പദ്ധതി പോലും ഇവിടെ നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതിക്ക് മുമ്പാകെ വരികയാണ്. ഓരോ മേഖലക്കകത്ത് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതികൾ പോലും എന്താണ് വെക്കേണ്ടത് എന്ന ധാരണ പോലും നമ്മുടെ ആളുകൾക്കില്ല എന്നതിന്റെ ഒരു വസ്തുതയാണ്. ഇതെല്ലാം ഒരുപക്ഷെ നല്ല ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നല്ല ഇടപെടൽ ഓരോ മേഖലയ്ക്കകത്തുണ്ട്. ഇപ്പൊ ഇവിടെ ഞങ്ങളൊരു ജില്ലാ തലത്തിൽ തന്നെ ഈ പദ്ധതി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. ഏതായാലും ജില്ലാ ആസൂത്രണ സമിതിയുടെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ജില്ലാ പദ്ധതി എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കണം. അതോടൊപ്പം നമ്മുടെ ഐസക് സാർ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അതായത് ഞങ്ങൾ ഈ ജില്ലാ പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ജില്ലാ ആസൂത്രണ സമിതി നമ്മുടെ MLA-മാർ പങ്കെടുക്കുന്നത് ഏറ്റവും നമുക്ക് സഹായകരാണ്. പലപ്പോഴും ആസൂത്രണ സമിതിയിൽ അത്തരം ജനപ്രതിനിധികളുടെ സാന്നിധ്യം പോലും ലഭിക്കാറില്ല. അവർ പങ്കെടുക്കണ്ടേ? ഇത് പറയാൻ കാരണം ഇപ്പൊ വിവിധ വകുപ്പുകൾ ഇപ്പൊ കോടിക്കണക്കിന് രൂപ വരുമ്പോൾ ചില പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ജില്ലാ ആസൂത്രണ സമിതി ചില പദ്ധതികൾ സജസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ MLA-മാർ വന്ന് പറയാണ് ആ പദ്ധതി അല്ല ഈ പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത്. പ്രാദേശികമായ താല്പര്യമാണ് പലപ്പോഴും വരിക. വലിയ വലിയ പദ്ധതികൾക്ക് നമ്മുടെ വിവിധ വകുപ്പുകൾ ഫണ്ട് ചെലവഴിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തനത്തെ ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ പലയിടത്തുമുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു ജില്ലയ്ക്കകത്തുള്ള മുഴുവൻ ജനപ്രതിനിധികളും മുഴുവൻ വകുപ്പുകളും നമുക്ക് സമാഹരിക്കാൻ സാധിക്കുന്ന എല്ലാ ഫണ്ടുകളും പൂൾ ചെയ്തുകൊണ്ട് ഏത് മേഖലയിലാണ് ആദ്യഘട്ടം നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് വരികയും, കാരണം 3000 കോടി ഒരു ജില്ലയ്ക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ 1500 കോടി രൂപ മാത്രമേ ചെലവഴിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ചില ഘട്ടത്തിലെങ്കിലും വസ്തുതാപരമായ അനുഭവം. അതുകൊണ്ട് പൂർണ്ണമായും നമ്മൾ ഓരോ ജില്ലയുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. അത് ഒരു ജില്ലാ ആസൂത്രണ സമിതി ചെയർമാന് പോലും ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹരിത കേരള മിഷൻ അത് ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് എത്ര ഫണ്ട് ഏതൊക്കെ മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കണം ഇതിന്റെ ഒരു കോർഡിനേഷൻ നടക്കുന്നില്ല. അപ്പൊ അത് സർക്കാർ തലത്തിൽ തന്നെ നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അധികാരം നൽകുന്ന തരത്തിലേക്കും നിർബന്ധിതമായ ഒരു വർഷം ഇത്ര ശതമാനം തുകയെങ്കിലും ജില്ലാ ആസൂത്രണ സമിതി ജില്ലാ പദ്ധതിയുടെ ഭാഗമായി ചെലവഴിക്കാൻ തീരുമാനിക്കണം എന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി വന്നാൽ കുറച്ചുകൂടി നന്നായി ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു ശ്രമം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ.
ഏതായാലും DPSCക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ മാത്രമല്ല, അല്ലാത്ത എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് മാതൃകകൾ ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ടി വലിയ സഹായം, ഏതായാലും ഇത്തരമൊരു ഡിസ്കഷൻ നമുക്ക് താഴെ തലത്തിലേക്കും ഈ ഒരു ജനകീയ ആസൂത്രണത്തിന്റെ 25ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ താഴെ തലത്തിലേക്ക് നമ്മൾ ഈ ചർച്ചകൾ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. കുറച്ചുകൂടി ഗൗരവതരമായ ഇടപെടൽ ഈ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വേണം എന്നൊരു നിർദ്ദേശം കൂടി അവസരത്തിൽ വെക്കുകയാണ്. നന്ദി. ദിവ്യക്ക് നന്ദി. വളരെ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും ഉന്നയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് മാഡം ഇവിടെ ഉന്നയിച്ചത്. നമുക്ക് സമയപരിമിതി ഉണ്ട്. അടുത്തതായിട്ട് പ്രൊഫസർ എൻ രമാകാന്തിനെ ക്ഷണിക്കും. ഇല്ലേ, പ്രൊഫസർ MN സുധാകരൻ സംസാരിക്കും. നമസ്കാരം. ഡോക്ടർ ഹരിലാൽ ഈ ജില്ലാ പദ്ധതിയുടെ പ്രാധാന്യവും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ആസൂത്രണ നയത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ വിശദമാക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജില്ലാ പദ്ധതിയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം അദ്ദേഹം വെച്ച് ഞാനും അതിനോടൊപ്പം നിൽക്കുകയാണ്. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ജില്ലാ പദ്ധതി എന്താണ് എന്ന കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരുന്നില്ല. ജില്ലാ പദ്ധതിക്കായി പ്രത്യേകിച്ച് തുകയൊന്നുമില്ലല്ലോ. നമ്മൾ പദ്ധതി തയ്യാറാക്കുന്നു, ആ പദ്ധതി അനുസരിച്ച് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതി ഉണ്ടാക്കി നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെ വ്യക്തത കുറവുണ്ടായിരുന്നു ജില്ലാ പദ്ധതി എന്താണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് കുറെ കൂടി വ്യക്തമാവുകയും ഏതാണ്ട് എല്ലാ ജില്ലകളും വളരെ നല്ല ജില്ലാ പദ്ധതി രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ജില്ലാ പദ്ധതി രേഖകളെ ഇനി നിർദ്ദേശങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള 1-2 നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഈ വളരെ ജില്ലാ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അവരുടെ പ്രയോറിറ്റി എന്താണ് എന്ന് വളരെ നേരത്തെ തന്നെ താഴെ തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് നൽകുകയാണെങ്കിൽ, വളരെ നേരത്തെ തന്നെ നൽകുകയാണെങ്കിൽ, 10 ദിവസം മുമ്പ് നൽകുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പദ്ധതി രൂപീകരണം തീർച്ചയായും അവിടെ സാധ്യമാകും. അപ്പോൾ പ്രധാനമായും വളരെ നേരത്തെ തന്നെ എന്തൊക്കെയാണ് ജില്ലയുടെ പ്രയോറിറ്റി, എന്തൊക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് സംബന്ധിച്ച് ഓരോ വർഷവും പദ്ധതി തയ്യാറാക്കുമ്പോൾ വളരെ നേരത്തെ മുമ്പ് തന്നെ കൃത്യമായ നിർദ്ദേശം DPSC താഴേക്ക് നൽകണം. അങ്ങനെ നൽകുകയാണെങ്കിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കാൻ മുന്നോട്ട് വരും. ഇനി തിരിച്ച് ഈ പദ്ധതികളെല്ലാം അംഗീകരിക്കുന്ന സമയത്ത് എന്തെല്ലാം ആണ് ഈ പറഞ്ഞ എത്ര കാര്യങ്ങളെല്ലാം, ഈ ജില്ലാ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ എത്രമാത്രം ഈ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ചൊരു കുറിപ്പ് കൂടി ഈ പ്ലാനിംഗ് വകുപ്പ് അല്ലെങ്കിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് തയ്യാറാക്കി അതോടൊപ്പം വെക്കുകയും ചെയ്യുക, അത് ചർച്ച ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എത്രമാത്രമാണ് ഓരോ പഞ്ചായത്തും അതോട് നീതി പുലർത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. നമുക്കറിയാം, എല്ലാ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വകുപ്പിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന പ്രോജക്റ്റുകൾ ചെയ്യാനാണ് താല്പര്യം. കാരണം വേറെ പ്രശ്നങ്ങളില്ല. അതിന് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതിനോ മറ്റ് ഓഡിറ്റ് സംബന്ധമായ പ്രശ്നം ഉണ്ടാക്കുന്നതിനൊക്കെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും അവരുടെ വകുപ്പിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറിച്ച് വലിയൊരു പദ്ധതി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ വിവിധ വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനം സാധ്യമാവേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഞാൻ 1-2 തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടായ 1-2 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ പ്രശ്നത്തിലേക്ക് വരാം. വളരെ സിമ്പിളായിട്ട് കാര്യം ഇതാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഒരു വയോജന വിഭവ കേന്ദ്രം തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് കെട്ടിടം കെട്ടണം, അതോടൊപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് അതിൽ പറയുന്നുണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥയായിട്ട് അവിടുത്തെ സാമൂഹ്യ നീതി വകുപ്പ് ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ കെട്ടിടം കെട്ടുക എന്നുള്ളത്, ഞാൻ ഒരു എഞ്ചിനീയർ ഒന്നും അല്ലല്ലോ, എനിക്കതിൽ വൈദഗ്ധ്യമൊന്നുമില്ലല്ലോ, അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുക, ബാക്കി കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവരോട് പലവട്ടം സംസാരിച്ച് അവർ പറഞ്ഞു അവിടുത്തെ ജില്ലയിലെ എഞ്ചിനീയർ
ജില്ലാ പഞ്ചായത്തിന് എഞ്ചിനീയർ ഒപ്പിട്ട് തരുമ്പോൾ ആ പണം നിങ്ങൾ റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അവരെ സമ്മതിക്കുകയും അങ്ങനെ ആ കാര്യം അവർ ചെയ്യാൻ തയ്യാറായി. ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥർ വേണേൽ പറയാം, ഈ ഒരു പരിപാടി, ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ തയ്യാറല്ല, കാരണം കെട്ടിട നിർമ്മാണം എൻ്റെ പരിപാടിയല്ല എന്ന് പറയാം. പക്ഷെ ഇവരത് ചെയ്യാൻ തയ്യാറായി. രണ്ടാമതൊന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഏതെങ്കിലും റോഡ് പോലെ പണി ഒരു വർഷം കൊണ്ട് ആ പണം ചെലവഴിച്ച് കഴിഞ്ഞാൽ നിലനിർത്തുന്നില്ല, ഇത് കുറേ നാൾ നിലനിർത്തണം. അങ്ങനെ ഈ ദീർഘനാളായ ഒരു പരിപാടി നിലനിർത്തണമെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകുന്ന സംവിധാനം ഏതാവണം, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താവണം, ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് സാമൂഹ്യനീതി വകുപ്പിനെ, അപ്പോൾ നമ്മൾ പറഞ്ഞൊരു നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയിൽ കൂടി അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ കളക്ടറും നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ച് പണമല്ല അവർ കൈകാര്യം ചെയ്ത് കളക്ടർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സൊസൈറ്റി രൂപീകരിച്ച് അവർ കൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം, ക്രൗഡ് ഫണ്ടിങ് സാധ്യമാകും എന്ന് വിചാരിച്ചിട്ടാണ് പ്രോജക്റ്റ് കൊണ്ടുപോയത്. പക്ഷെ പറഞ്ഞു അങ്ങനെ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി രൂപീകരിച്ച് പണം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് പ്ലാനിംഗ് ബോർഡ് നിർദ്ദേശിച്ചു. പ്ലാനിംഗ് ബോർഡാണ് നിർദ്ദേശിച്ചത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശിച്ചു. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഇന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ വളരെ കാലം നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രോജക്റ്റിൽ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മളൊരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും നല്ല NGO കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കാൻ കഴിയുമോ, അവരെ റിപ്പോർട്ടറായിട്ടുള്ള NGO ഏൽപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നടത്തിക്കൊണ്ട് പോകാൻ അവരെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാം. അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പരിപാടികൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുക, ഈ ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കാനുള്ള കാര്യം തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവയെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ്, ഈ TS നൽകുന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ചേർന്നുള്ള പ്രോജക്റ്റുകളാകുമ്പോൾ TS കിട്ടുന്നതിനും വലിയ പ്രശ്നമുണ്ട്. കാരണം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് TS നൽകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് DPCയുടെ തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഇങ്ങനെ ഇത്തരം പ്രോജക്റ്റുകൾ TS നൽകുന്നതിനും അതുപോലെ തന്നെ എൻ്റെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്ന എന്നുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കുറേയൊക്കെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും ആ പ്രോജക്റ്റുകൾക്ക് AS നൽകുക, അതിൻ്റെ TS നൽകുക, പിന്നെ അതിൻ്റെ മറ്റ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ള ചുമതലകളെല്ലാം നടത്തുന്ന സംവിധാനം നമ്മൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒരു മോഡൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവിടെ ഒരു വിജ്ഞാൻ സാഗർ എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലാബുകളുണ്ട്, പരീക്ഷണം നടത്താം, സെമിനാറുണ്ട്, ക്ലാസ് ഉണ്ട്, ഒരുപാട് കാര്യം പ്രഭാഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് നടത്തിക്കൊണ്ട് പോകണമല്ലോ. ഈ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് ആര് നടത്തിക്കൊണ്ട് പോകും, നടത്തിക്കൊണ്ട് പോകുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ അത് കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. കളക്ടർ പറഞ്ഞു അങ്ങനെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ വളരെ കാലം നിലനിർത്തിക്കൊണ്ടിരുന്ന് പോകുന്ന വേണ്ടി വരുന്നത് പലപ്പോഴും ശമ്പളം എന്ന രീതിയിൽ അവർക്ക് പണം കൊടുക്കേണ്ടി വരുന്നതായ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു, അതിനെ സംബന്ധിച്ചുള്ള സംഘാടനത്തെക്കുറിച്ചുള്ള കൃത്യത നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് ഉണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഒന്ന്, ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ ജില്ലാ പദ്ധതി രേഖ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഒരു നല്ല ശതമാനം ജില്ലാ പദ്ധതിയുടെ ആശയങ്ങൾ ചേർത്തുന്നുണ്ട്. ഇതെല്ലാം നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനിഫെസ്റ്റോയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ, അത് നടപ്പാക്കാൻ തയ്യാറായാൽ കുറേയൊക്കെ കാര്യങ്ങൾ ജില്ലാ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറയുന്ന കാര്യം ഇതാണ്, നമുക്ക് തീർച്ചയായിട്ടും ഈ ജില്ലാ പദ്ധതി അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ പദ്ധതിയാക്കിയാൽ നല്ലൊരു ഭാഗവും നമുക്ക് വേണ്ട രീതിയിൽ ഇടപെട്ടാൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയും. കുറെ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് മെച്ചപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും ജില്ലാ പദ്ധതി എന്നുള്ളത് അത് ഇംപ്ലിമെന്റേഷൻ പദ്ധതിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. പ്രൊഫസർ എം എൻ സുധാകരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. തുടർന്നുള്ള ഈ ചർച്ചയിൽ ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഉയർത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് ശ്രീ CK ശിവരാമൻ, അദ്ദേഹത്തെ ക്ഷണിക്കും.
ബഹുമാന്യരെ, DPCയുടെ നേതൃത്വത്തിലാണ് ജില്ലാ പ്ലാൻ തയ്യാറാക്കുന്നതെങ്കിലും DPC അത് പൂർണ്ണമായും ഓൺ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരിമിതി ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ വളരെ കാലങ്ങളായി DPCയെ ശക്തിപ്പെടുത്തണം എന്നിങ്ങനെ പറയാറുണ്ടെങ്കിലും DPCയുടെ റോള് കൃത്യമായി ബോധ്യമില്ലാത്ത DPC അംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ സംബന്ധിച്ച ധാരണയില്ലായ്മയും ഒക്കെ ഈ രംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം പ്ലാൻ തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ചുമതല പോലും DPCയിൽ നിന്ന് നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ DPC ഈ രംഗത്തെ ഒരു അന്യവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ജില്ലാ പ്ലാൻ അത് ഓൺ ചെയ്യപ്പെടുന്നില്ല DPC എന്നുള്ള ഒരു പ്രശ്നം ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് DPC അംഗങ്ങൾ DPCയെ ശക്തിപ്പെടുത്തുക, അതിന് DPCയെ അംഗങ്ങളെ ഒരു വശത്ത് ബോധവൽക്കരിക്കുന്നതോടൊപ്പം ചില നിയമ നടപടിക്രമങ്ങളും അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ആ സമയത്ത് നൽകുന്നത് ഗുണകരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. DPCക്ക് തന്നെ ഇതില് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയും. അപ്പോ ഈ DPCയുടെ നില ഇന്നത്തേതിൽ നിന്ന് മെച്ചപ്പെടുത്തുക, ചില പ്രധാന പ്രശ്നങ്ങൾ ഇപ്പം പരിഹരിക്കാൻ, ജില്ലാ പ്ലാനിലുള്ള ചില പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഉള്ള നിർദ്ദേശം നൽകുന്നത് പോലും തെറ്റല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇപ്പം പ്ലാനിലുള്ള ഇടപെടലിന്റെ പരിമിതി പരിഹരിക്കപ്പെടുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം ആണ് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത്. ഇപ്പം ജില്ലയിലെ ചില പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രംഗത്ത് ഈ ജില്ലാ പ്ലാൻ തയ്യാറാക്കിയ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പൊ അതൊന്ന് അവരുടെ പദ്ധതിയുടെ കൂടി ഭാഗമായി മാറും എന്ന് ഉറപ്പ് വരുത്താനുള്ള എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളും പിന്നീട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി വരുന്ന ഒരു പദ്ധതിയിലും അവര് ഉൾക്കൊള്ളിക്കാൻ തയ്യാറാവുന്നില്ല. അവരുടെ പരമ്പരാഗതമായ പദ്ധതികളിൽ മാത്രം അവർ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. ഈ മറ്റ് മേഖലകളിൽ നിന്നുള്ള ഇപ്പൊ MLA MP പോലുള്ള അതിന്റെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതികൾ, അത് ഇതുമായിട്ട് ഒരു റെഫറൻസ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ മുമ്പ് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ നൽകിയിരുന്നു. അതുപോലെയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇതൊന്ന് പരിശോധിച്ച് ചിലതൊക്കെ ഒന്ന് പദ്ധതി അംഗീകരിക്കുന്നതിന് ഇത് തടസ്സമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനൊക്കെ കഴിയുമ്പോൾ കുറെ കൂടി ഗൗരവത്തില് ത്രിതല സംവിധാനങ്ങൾ മുമ്പോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ശ്രീ ശിവരാമൻ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം തന്നെ DPCയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അടുത്തതായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SR സനൽകുമാറാണ്.
അദ്ദേഹം ഓൺലൈനായിട്ടാണോ അതോ ഇവിടെ തന്നെ? ചാനൽ ഓൺലൈനിൽ വരുന്നുണ്ടോ? ഇല്ല. ശ്രീ ജമാല് ഇവിടെ വരാം. ജില്ലാ ആസൂത്രണ സമിതി ജില്ലാ പ്ലാൻ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ പ്ലാൻ നന്നായി നടത്തണമെന്നുണ്ടെങ്കിൽ DPC അത് ഓൺ ചെയ്യുകയും DPCക്ക് നല്ല ഒരു അക്കാദമിക് പിൻബലം ഉണ്ടാകുകയും വേണം. ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഡിസ്ട്രിക്ട് എക്സ്പെർട്ട് കമ്മിറ്റികൾ ഉണ്ടായിരുന്ന സമയത്ത് ജില്ലാ ആസൂത്രണ സമിതിക്ക് അത്തരത്തിലൊരു പിൻബലം കിട്ടിയിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലാ ആസൂത്രണ സമിതിക്ക് അങ്ങനെ ഒരു പിൻബലമില്ല. അതുകൊണ്ട് തന്നെ ഈ തയ്യാറാക്കപ്പെടുന്ന ജില്ലാ പദ്ധതിയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടു കൂടി തയ്യാറാക്കുന്നു എന്നതിനപ്പുറം ശരിക്കും ജില്ലാ പഞ്ചായത്ത് കൂടി ബന്ധപ്പെട്ട്, ജില്ലാ പഞ്ചായത്തല്ല ജില്ലാ ആസൂത്രണ സമിതി കൂടി ബന്ധപ്പെട്ടിട്ടാണ് ഈ പദ്ധതി തയ്യാറാകുന്നത് എന്ന് പല ജില്ലാ ആസൂത്രണ സമിതിക്കും വ്യക്തമായ ധാരണയില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ജില്ലാ ആസൂത്രണ സമിതിയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പിനെ രൂപീകരിക്കാം. അങ്ങനെ വന്നാൽ ഇന്നിപ്പോൾ കാണുന്ന കുറേ സംഗതികൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ് വരിക, അത് എല്ലാ പദ്ധതികളും ഓരോ വർഷത്തെയും സാധാരണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾ ഇപ്പം ആരും പരിശോധിക്കപ്പെടുന്നില്ല. ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി മൊത്തത്തിൽ അംഗീകരിക്കുന്നു, എന്നാൽ അതിൻ്റെ പ്രോജക്റ്റുകൾ ഓരോന്നും തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പരിശോധിക്കുകയും ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് ഒന്ന് പരിശോധിക്കുക കൂടി ചെയ്താൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പദ്ധതിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു പരിശോധനാ സംവിധാനം എന്നുള്ള രീതിയിൽ ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തിയാൽ അത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി നിർവഹണ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതിന് ഈ ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പിൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ നല്ല ഇൻപുട്ട് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ അല്ലാതെ നമ്മൾ ജില്ലാ ആസൂത്രണ സമിതി ഉണ്ടാക്കുന്ന ജില്ലാ പദ്ധതി നടപ്പാക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും അത് വേണ്ടത്ര നന്നായി ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിൽ പരമാവധി ആളുകളുടെ അക്കാദമിക് ഇൻപുട്ട് കൂടി കൊണ്ടുവന്നുകൊണ്ട് ജില്ലയ്ക്ക് സമഗ്രമായുള്ള പദ്ധതി ഉണ്ടാകണം. ആ പദ്ധതി സ്വാഭാവികമായും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ജില്ലയുടെ എല്ലാ ഭാഗത്തും നടപ്പാക്കുകയും ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജില്ലാ ആസൂത്രണ സമിതിയുടെ ജില്ലാ പദ്ധതി എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പായി വരും. ഇപ്പോൾ ഇതുവരെയും കഴിഞ്ഞ പ്രാവശ്യം 40 കോടി രൂപ നമ്മൾ വെച്ചിട്ട് പോലും അത്തരത്തിൽ ഒരു സംയോജിത പദ്ധതി ജില്ലയെ സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. അത് ഇനി കൊണ്ടുവരാനും അത് നടപ്പാക്കാനും കഴിയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പിനെ കൂടുതൽ സജ്ജമാക്കി എല്ലാ ജില്ലകളിലും അതിന് കൃത്യമായ ഒരു അക്കാദമിക് സെന്റർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. യെസ്.
ഈ പറഞ്ഞതിനോടൊന്നും ഞാൻ വിയോജിപ്പില്ല. നമ്മുടെ ജില്ലാ പദ്ധതികൾ യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകളായിട്ട് മാറണമെങ്കിൽ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള മികവ് DPCക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കല മാത്രമാണോ ജില്ലാ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനത്തെ കുറച്ച് വിദഗ്ധന്മാരുടെ ഒരു രേഖയായിട്ട് മാറ്റാൻ പാടില്ല. നമ്മുടെ ജില്ലയിൽ വിവിധ ഏജൻസികളുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, അല്ലാതുള്ള മറ്റ് എക്സ്റ്റേണൽ എയ്ഡഡ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നു. അവയെല്ലാം ഒന്ന് ഒരുമിച്ചെടുത്ത് വെച്ച് കഴിയുമ്പോൾ ജില്ലയുടെ വികസനത്തിന് എന്തൊക്കെ വിടവുകളാ ഉള്ളത്, എന്തൊക്കെ ഡ്യൂപ്ലിക്കേഷൻസ് ആണ്, എന്തൊക്കെ ഗ്യാപ്പുകളാണുള്ളത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി ആസൂത്രണത്തിന് മാർഗനിർദ്ദേശം നടപ്പാക്കുക, നൽകുക എന്നുള്ളൊരു ചുമതല ആണ് ഇതിന്ന് വരേണ്ടത് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് വരണം. അത് DPCയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരാം. ഈ ഒരു ഭാഗം വളരെ പ്രധാനമാണ്. നമ്മളതിനെ ജനകീയാസൂത്രണത്തിന്റെ അവസാന ഘട്ടത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഇന്റഗ്രേഷൻ രീതി ഉണ്ടാക്കിയിരുന്നു. കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ലഭ്യമായതിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റ് ഷുഡ് ബി മച്ച് മോർ ഈസിയർ. സോ ദാറ്റ് DPC അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം പ്ലാൻ ഉണ്ടാക്കുന്നതിൽ എന്താ മാർഗനിർദ്ദേശങ്ങളുള്ളത്, ആ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്തുകളുടെയും മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും അഭിപ്രായം എടുക്കാം. അതിനുശേഷം ദർ മസ്റ്റ് ബി എ പ്രോസസ് പ്ലാനിംഗ് ബോർഡ് അത് അപ്രൂവ് ചെയ്ത്, കാരണം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നല്ലതാണ്. അത്തരത്തിൽ പ്ലാൻ ഗൈഡ് ലൈൻസിലേക്ക് വരുന്ന പ്രാദേശിക ഒരു ഇടപെടലായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ താല്പര്യം കൂടും. ഇനിയിപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരുപാട് മെറ്റീരിയൽ ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ 2-3 ആയിക്കഴിഞ്ഞ് നമുക്ക് അത് എടുക്കാം. ഈ ചർച്ചയിൽ ഉയർന്നു വന്നൊരു പോയിന്റിനോട് ഡോക്ടർ ഐസക്ക് പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ജില്ലാ പദ്ധതികൾ എല്ലാ ജില്ലകളിലും തയ്യാറാക്കിയപ്പോൾ മേൽത്തട്ട് നിർദ്ദേശങ്ങളും കീഴ്ത്തട്ട് നിർദ്ദേശങ്ങളും തയ്യാറാക്കിയിരുന്നു. അപ്പോൾ DPCകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഈ കീഴ്ത്തട്ട് നിർദ്ദേശങ്ങൾ അയക്കുകയും ഡിപ്പാർട്ട്മെന്റുകൾക്ക് മേൽത്തട്ട് നിർദ്ദേശങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രീമതി ദിവ്യ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം DPC തലത്തിൽ കാണുന്നത് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നുള്ളതല്ലാതെ നിർബന്ധമായും ഈ നിർദ്ദേശങ്ങൾ എടുക്കണം, പാലിക്കണം എന്നുള്ള നിലയിൽ DPCക്ക് പറയാനുള്ള ഒരു സാവകാശമില്ല. അത് കുറച്ച് പണത്തിൻ്റെ കാര്യത്തിലെങ്കിലും ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇവിടെ വന്നത്. തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള പ്രോജക്റ്റുകൾ അംഗീകരിക്കുന്ന ആ സന്ദർഭത്തിൽ DPCയുടെ അധികാരം ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ വനിതാ പ്രോജക്റ്റിൻ്റെ ചില ഉദാഹരണം ഇവിടെ പറഞ്ഞു. വനിതാ പ്രോജക്റ്റിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാത്ത പ്രോജക്റ്റുകളെ തള്ളിക്കളയാനുള്ള അധികാരം DPCക്കുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകളെ തള്ളിക്കളയാനുള്ള അധികാരം DPCക്കുണ്ട്. പക്ഷെ അത്തരം അധികാരങ്ങൾ പോലും DPCകൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ആ അധികാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചകളിലൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിലൊരു വശം മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനെ ഇടപെടാൻ, നിരന്തരമായിട്ട് പ്ലാനിങ് പ്രോസസ്സിൽ ഇടപെടാനുള്ള കേപ്പബിലിറ്റി ഇല്ല ഇന്നത്തെ DPCക്ക്. ഒരു എക്സ്പെർട്ട് മാത്രമാണ് ആ സമിതിയിലുള്ളത്. സോ പ്ലാൻ മെക്കാനിക്കലായിട്ട് പാസ്സാക്കുന്ന ഒരു സഭയായിട്ട് അത് മാറിയിരിക്കുകയാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സ്ഥാനമുണ്ട്. പക്ഷെ അത് വിട്ടിട്ട് DPCയുടെ കഴിവ്, ടെക്നിക്കൽ കേപ്പബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടപെടാനുള്ള ഒരു ഇത് മേടിക്കും. രണ്ടാമത്തത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദ പ്രോസസ്.
ഈ മാർഗനിർദ്ദേശങ്ങള് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നെങ്കിലും അവോയ്ഡ് ചെയ്യണം, ഗ്യാപ്പ് ഉണ്ടോ എന്നാരെങ്കിലും ഫില്ല് ചെയ്യണം, അല്ല കോൺട്രഡിക്ടറി ആണ് പാടില്ല പിന്നെ കർശന നിർദ്ദേശം കൊടുക്കണം. ഇതൊരു ഐറ്ററേറ്ററി പ്രോസസ്സിലൂടെ ഒരു 2-3 വർഷം ആകുമ്പോഴേക്കും ഈ പ്രോസസ്സിൽ എല്ലാവരും പങ്കാളികളാവും. സോ ദേ ആൾസോ ഹാവ് ഓണർഷിപ്പ്. അപ്പൊ ജില്ലയിലെ ഒരു കോൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഈ നിർദ്ദേശങ്ങളെ പ്ലാൻ ഗൈഡ് ലൈൻസിൽ വരും. സംസ്ഥാന പ്ലാൻ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, ജില്ലാ തലത്തിലുള്ള സപ്ലിമെന്ററി ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് ഈ അവസാന നിമിഷം കടന്ന് ഓടാതെ ലെറ്റ് ബി വൺ ലാഗ് ഓഫ് 1 year. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വരെ എടുത്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിച്ചാൽ കഴിഞ്ഞ വർഷത്തെ എന്നുള്ള വെക്കണ്ട, ഇപ്പൊ സമയത്ത് കിട്ടും. വിത്ത് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു മേൽനോട്ടവും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തർക്കമില്ലാതെ പോവാം. സോ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകാനും കൂടി DPCക്ക് അധികാരം വേണം. തീർച്ചയായിട്ടും ഈ ഉയർന്നു വരുന്ന പോയിന്റ് ഇതാണ്. ഇപ്പോൾ DPCകൾക്ക് താഴെത്തട്ടിലുള്ള പദ്ധതികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം, എക്സ്പെർട്ടൈസ് വേണം, സമയമെടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ DPCക്ക് അതിനാവശ്യമായിട്ടുള്ള ലെജിറ്റിമസി വേണം. ഈ പോയിന്റ് മറ്റ് പലരും ഇവിടെ സൂചിപ്പിച്ചു. MLA-മാരുടെ പങ്കാളിത്തം, ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുടെ പങ്കാളിത്തം, മൊത്തത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും ജില്ലയിലെ സമൂഹത്തിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പിന്തുണ DPCക്ക് ആകർഷിക്കാൻ കഴിയണം. അതോടൊപ്പം അതിനാവശ്യമായ എക്സ്പെർട്ടൈസ് വേണം. ഇതിലിപ്പം സംസ്ഥാന ആസൂത്രണ ബോർഡ് തന്നെ ജില്ലാ റിസോഴ്സ് സെന്റർ എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ജില്ലയിലെ അക്കാഡമിക് സ്ഥാപനങ്ങളെയും പഴയകാല ജനകീയാസൂത്രണ പ്രവർത്തകരെയും വിദഗ്ധന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ജില്ലാ റിസോഴ്സ് എന്ന് പറയുന്ന സെന്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പണം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജില്ലാ റിസോഴ്സ് സെന്റർ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാകെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കഴിയും. ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. ഒരുപാട് വിവാദം ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം വീണ്ടും റേസ് ചെയ്യാനായിട്ട് DDC വേണം. ഇപ്പൊ ഹരിലാല് പറഞ്ഞ പോലെ ജില്ലയിലെ മന്ത്രിമാര്, ജില്ലയിലെ MLA-മാര്, ഇവർക്കൊക്കെ ഒരു ഞങ്ങളുടെയും കൂടിയാണ് ഇപ്പൊ DPCയിൽ ഉണ്ടെന്ന വെപ്പ് ഇൻവൈറ്റീസ് ആയിട്ട് നോബഡി കംസ്. അപ്പോൾ ഒരു DDCയുടെ ഫങ്ഷൻ ഇങ്ങോട്ട് മാറ്റണം. പ്ലാൻ അപ്രൂവൽ പ്രോസസ് അതില് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരമുള്ള DPCക്ക് ഉണ്ടാവും. ബാക്കി നമ്മൾ നൽകുന്ന ഇങ്ങനെയുള്ള ഫങ്ഷൻസിലെല്ലാം MLA-ക്കും MP-ക്കും ഒക്കെ തുല്യ അധികാരമാണ്. പക്ഷെ പ്ലാൻ അപ്രൂവലിലേക്ക് അവരാരും വരത്തില്ല. ഇങ്ങനെ ഈ DDC എന്ന് പറയുന്ന DPCയുമായി സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ ജില്ലാ തലത്തിലുള്ള ആസൂത്രണമൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ഫലപ്രദമാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. ഫ്ലോറിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ആവാം. മൈക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? CP ജോൺ, പാലക്കാട് ജില്ല. ജില്ലാ പദ്ധതി നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞത് മേൽത്തട്ട് നിർദ്ദേശങ്ങൾക്ക് കീഴ്ത്തട്ട് നിർദ്ദേശങ്ങളാണ്. അത് സ്റ്റാറ്റസ് റിപ്പോർട്ടിൻ്റെ ഡാറ്റ കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കി ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അത് തയ്യാറാക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളിതിൽ ആ രൂപത്തിലേക്കുള്ളൊരു പ്രയത്നം നടക്കുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ സംഭവിക്കുന്നുണ്ട്. പിന്നീട് കീഴ്ത്തട്ട് നിർദ്ദേശങ്ങളും മേൽത്തട്ട് നിർദ്ദേശങ്ങളും വരുമ്പോൾ DPCക്ക് ചെയ്യാൻ കഴിയുന്നത് ഏതെങ്കിലും 1-2 സെക്ടറുകൾ ഒരു വർഷം എടുക്കുകയും അതിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ എങ്ങനെ ആകാം, ഏതൊക്കെ തരത്തിലാകാം എന്നുള്ളതായ ഒരു തീരുമാനം DPC എടുത്ത് അത് താഴെ തലങ്ങളിലേക്ക് കൊടുത്ത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കണം. അപ്പം അതാണ് അതിൽ കുറെ കൂടെ കരുണീയമായിട്ടുള്ളത്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ DPC എടുക്കുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ കീഴ്ത്തട്ട് നിർദ്ദേശത്തിൻ്റെയോ മേൽത്തട്ട് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. DPC യോഗം ചേരുന്നു, ഇന്നതൊക്കെ ആകാമെന്ന് പറയുന്നു, ആ രൂപത്തിലേക്ക് നിർദ്ദേശങ്ങൾ വരുന്നതാണ്. അത് ഡിസ്ട്രിക്ട് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒന്നല്ല. മറ്റൊന്ന്, ഡിസ്ട്രിക്ട് പ്ലാൻ കുറെ കൂടെ ക്രിയാത്മകമായി നടക്കണമെങ്കിൽ സ്പേഷ്യൽ പ്ലാനിങ് അനിവാര്യമാണ്. അപ്പം അത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ള രൂപത്തിലേക്കുള്ള അന്വേഷണമോ ചർച്ചകളോ ഇപ്പോൾ നടക്കുന്നില്ല. അതും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോഴേ കുറെ കൂടെ ക്രിയാത്മകമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത്.
സ്പേഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഇപ്പം നിലവിലുള്ള ജില്ലാ പ്ലാനുകളിൽ അതിൻ്റെ 3-ാം അധ്യായം ജില്ലാ സ്പേഷ്യൽ പ്ലാനാണ് യഥാർത്ഥത്തിൽ. അത് കേരളത്തിലൊരു നല്ല തുടക്കമാണ്. ഈ രംഗത്ത് സ്പേഷ്യൽ പ്ലാനിങ്ങിൻ്റെ രംഗത്ത് നല്ലൊരു തുടക്കമാണ് ഈ 3-ാം അധ്യായം ഈ ജില്ലാ പദ്ധതികളിലുള്ളത്. ഒരുപക്ഷെ പുതിയ പഞ്ചവത്സര പദ്ധതിയിൽ ജനകീയാസൂത്രണത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റ് ഈ സ്പേഷ്യൽ പ്ലാനിങ് ആണ്. ഇപ്പം നമ്മളത് ഫോർമലായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. സ്പേഷ്യൽ പ്ലാൻ എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രാദേശിക പദ്ധതികളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറേണ്ടതുണ്ട്. മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ചുരുക്കി പറയാം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ധാരാളം അംബിഗ്വിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ പ്രൊവിഷൻസ് വെച്ച് നോക്കിയാൽ DPCക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാനുള്ള അധികാരം DPCക്ക് ഇല്ല, ഭരണഘടനാപരമായിട്ടില്ല. DPCയുടെ റോള് ഭരണഘടനാപരമായി പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. ഇപ്പം DPC പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്ത് തരത്തിലുള്ള ഒരു ലെജിറ്റിമസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു DPC പ്ലാൻ ഉണ്ടാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, അത് ഈ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം, പല സംസ്ഥാനങ്ങളും ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറയുന്നത് പല വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് അവർ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺസെപ്ഷണൽ ക്ലാരിറ്റി ഈസ് നോട്ട് ദെയർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ലിറ്റിൽ ബിറ്റ് അംബിഗ്വിറ്റി. മറ്റൊരു വലിയ പ്രോബ്ലം ഉള്ളതെന്ന് പറയുന്നത് ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിന് സ്വാഭാവികമായിട്ട് അതൊരു പൊളിറ്റിക്കൽ യൂണിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്ലാനിങ് ബോർഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഒരു ഗവൺമെൻറ് ഉണ്ട്. അവിടെ നമ്മൾ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിസ്ട്രിക്ട് ഗവൺമെൻറ്. ഡിസ്ട്രിക്റ്റിൽ വന്നു കഴിയുമ്പോൾ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ദെൻ വി ഹാവ് എ ഇന്റർമീഡിയറ്റ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ദെൻ വി ഹാവ് ദി അർബൻ ലോക്കൽ ഗവൺമെൻറ്. വി ഡോണ്ട് ഹാവ് എ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ആസ് സച്ച്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസ്ട്രിക്ട് പ്ലാനും ആ പ്ലാൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ യൂണിറ്റിയുടെ അഭാവവും ഇത്തരത്തിലുള്ള അതിൻ്റെ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റിക്ക് ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അതോടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിട്ട് വി ക്യാൻ ഓപ്പറേഷണലൈസ്, ദാറ്റ് ഈസ് ഗുഡ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. യഥാർത്ഥത്തിൽ ജനകീയാസൂത്രണത്തിന്റെ തുടക്കം മുതൽ ഈ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒക്കെ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ചർച്ചകളിലൂടെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തതയൊക്കെ ഈ രംഗത്ത് വരുത്തിയിട്ടുണ്ട്. പദ്ധതി രൂപീകരിക്കാൻ ജില്ലാ ആസൂത്രണ സമിതിക്ക് അധികാരമുണ്ട്. പക്ഷേ അത് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ല, അത് ഒരു കോർഡിനേറ്റിംഗ് മിഷനറി എന്നുള്ള നിലയിലുള്ളൊരു പ്ലാനാണ്. അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അധികാരം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നതിനും പ്രായോഗികമാക്കുന്നതിനുമുള്ള തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ കുറച്ചൊക്കെ ഈ ക്ലാരിറ്റി കുറവിൽ നിന്ന് വരുന്നതാണ്. ഇനി കൂടുതൽ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ ഡിസ്ട്രിക്ട് പ്ലാൻ നമ്മളതൊരു ഇപ്പോൾ DPCക്ക് ആണെങ്കിൽ റെഫറൻസ് ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? ഒരു പദ്ധതി നിർവഹണത്തിന് വേണ്ടി ഇതിൽ നിന്ന് ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പോയിന്റ് എടുത്തിട്ടുണ്ട്. പലപ്പോഴും പിന്നെ 1-2 സ്റ്റുഡൻറ് പ്രോജക്റ്റിന് വേണ്ടി ഡിസ്ട്രിക്ട് പ്ലാൻ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് അതിൽ നിന്ന് ഒരു എക്സാക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇപ്പോൾ റെഫർ ചെയ്യുക? എന്താണ് ഇത് വെച്ചിട്ട് DPCക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ? ഇത് ആഴത്തിലുള്ളൊരു ചോദ്യമാണ്. ഇനി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം, കാരണം കുറച്ച് ചാറ്റുകളുണ്ട്. ഇതിനോടൊന്ന് പ്രതികരിച്ചോട്ടെ. അതായത് ഇതൊരു നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ജില്ലാ പദ്ധതി രേഖ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം തന്നെ ജില്ലാ പദ്ധതി രേഖ ഗവേഷകർക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ നിലയ്ക്കുള്ള ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അതിൽ ഓരോ അധ്യായങ്ങളും എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ഡേറ്റാബേസ്, എങ്ങനെ ഗവേഷകർക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം. സാർ ഉന്നയിച്ച ചോദ്യം പ്രധാനപ്പെട്ടതാണ്, നമുക്കത് തുടർന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വളരെ ബ്രീഫായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലകൃഷ്ണ മലപ്പുറത്തുനിന്ന് പറഞ്ഞ കാര്യം, എല്ലാ വിഷയങ്ങൾക്കും യാന്ത്രികമായി ഒരു ജില്ലാ പദ്ധതി വേണമെന്ന് പറയണോ? ഉദാഹരണത്തിന് നമ്മുടെ വികസന മിഷനുകളിൽ ആരോഗ്യത്തിനായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും എല്ലാം പലതരം കാര്യങ്ങൾ വന്നു, അത് നടപ്പായി. 4 കൊല്ലം കൊണ്ട് നമുക്ക് കാണത്തക്ക മെച്ചങ്ങൾ കിട്ടി. അതുപോലെ ഈ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സാമൂഹ്യക്ഷേമത്തിലും എല്ലാം സംസ്ഥാനത്തിൻ്റെ ഒരു വിഷനും കാര്യത്തിനും അപ്പുറം ജില്ലയ്ക്ക് അതിൻ്റെ മീതെ ഒരു വിഷനൊക്കെ ഉണ്ടാവുമോ? ജിയോഗ്രഫിക്കലായിട്ട് ഭൂമി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ
അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗ വികസന കോളനികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക കാര്യങ്ങളിലോ മാത്രമല്ലേ? അല്ലാതെ എല്ലാ വിഷയ മേഖലകളിലും നമുക്ക് ഒരുപോലെ ജില്ലാ പദ്ധതി വേണം എന്ന ശാഠ്യം വെറും യാന്ത്രികമായ കടലാസ നിർമ്മാണത്തിലല്ലേ എത്തുള്ളൂ എന്നുള്ളതാണ്. ഇല്ലില്ല, യഥാർത്ഥത്തിൽ ഈ ആ ജില്ലാ പദ്ധതിയുടെ കൺസെപ്റ്റ് ശരിക്ക് നമുക്ക് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് ഈ സംസ്ഥാന പദ്ധതിയുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകമായി ജില്ലയിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയല്ല ജില്ലാ പദ്ധതി. അത് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ടൊക്കെ യോജിച്ച് അത്തരം പ്രോജക്റ്റുകളുമായിട്ടൊക്കെ യോജിച്ച് ജില്ലയിൽ എന്ത് ചെയ്യാം, ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന പദ്ധതിക്കൊക്കെ അനുപൂരകമായ രീതിയിൽ എന്ത് ചെയ്യാമെന്നുള്ള സമീപനമാണ് പലപ്പോഴും ജില്ലാ പദ്ധതിയിൽ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു യാന്ത്രികമായ ഒരു പദ്ധതി സമീപനം അല്ല ജില്ലാ പദ്ധതിയിലുള്ള. അതല്ല അതിൻ്റെ കൺസെപ്റ്റ്. ജില്ലാ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പദ്ധതിയല്ല. ജില്ലാ പദ്ധതി എന്ന് പറയുന്നത് മറ്റെല്ലാ തട്ടുകളിലുമുള്ള ഇൻ്റർവെൻഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പോളിസി ടൂളാണ്. പ്രത്യേക അലോക്കേഷനുള്ള ഒരു പദ്ധതിയല്ല. നമുക്കിനിയും സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ റാപ്പോർട്ടിയേഴ്സ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ രത്നാകരനെ വിളിക്കുകയാണ്. അദ്ദേഹം ഈ ചാറ്റിൽ വന്നിട്ടുള്ള പോയിന്റ്സ് കൂടി ഒന്ന് റെഫർ ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിക്കും. ബഹുമാനരെ, സമയം വളരെ കുറവാണ്. ഇവിടെ പൊതുവെ നമ്മുടെ ജില്ലാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നല്ല തരത്തിലുള്ള ഒരു ചർച്ചയാണ് നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായും വന്നിട്ടുള്ള സംഗതി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അഥവാ DPCക്ക് തന്നെ ഈ ജില്ലാ പ്ലാനിൻ്റെ ഒരു ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രധാന സംഗതി. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിന് പരിഹാരം എന്തെന്ന് വെച്ചാൽ ജില്ലാ തലത്തിലുള്ള ടീം ഇതിനുള്ള ഫ്രെയിംവർക്ക് തയ്യാറാക്കി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ റീജിയണൽ തലത്തിലുള്ള കൂട്ടായ്മയിലൂടെ ഒരു വർക്ക്ഷോപ്പിലൂടെ ഇതിൻ്റെ ആശയങ്ങളെ ദൃഢീകരിച്ച് അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അതൊരു സെമിനാറിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വന്നാൽ ഇത് ഞങ്ങളുടെയാണ് എന്നുള്ള ഒരു ഓണർഷിപ്പ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ആ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ തയ്യാറാക്കുന്ന എന്തോ ഒന്നാണ് എന്നുള്ള ഒരു ധാരണയാണ് ഉള്ളത്. മേലെ നിന്ന് എന്തോ നിർദ്ദേശിക്കുന്നു ചെയ്യാൻ, അത് ഞങ്ങൾക്കൊന്നും ഇതിന് ബാധ്യതയുള്ളതല്ല എന്നുള്ളത്. മേൽത്തട്ട് നിർദ്ദേശങ്ങളും കീഴ്ത്തട്ട് നിർദ്ദേശങ്ങളും ഉണ്ട്. ഇത് തന്നെ പരിഷ്കരിച്ചു കൊടുക്കണം. എല്ലാ വർഷവും 2-ാം അധ്യായം പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ സംഗതി 2-ാം വർഷം പരിഷ്കരിക്കുന്നത് തികച്ചും ബ്യൂറോക്രാറ്റിക് ആയിട്ടാണ് പരിഷ്കരിക്കുന്നത്. അതിനകത്ത് വേറെ യാതൊരു ഇന്റർവെൻഷനും അതിന് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മേലെ നിന്ന് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വരുന്നു, അത് ഓൺലൈനായിട്ടാണ് പോകുന്നത്. ആ ഓൺലൈനായിട്ട് പോകുന്ന കാര്യങ്ങൾ പലതും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. അതുകൊണ്ട് ഇത് താഴെ നിന്ന് ഓണർഷിപ്പ് ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഇതിനുണ്ടാക്കിയെടുക്കലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ജില്ലാതലത്തിൽ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ എക്സ്പെർട്ട് കമ്മിറ്റി പ്രവർത്തിക്കുക എന്നുള്ളത് 9-ാം പദ്ധതിക്കാലത്ത് നമ്മൾ എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കുകയും അത് ഒരുപാട് വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്, വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്, ഇടയാക്കുകയല്ല. അത്തരം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി പ്രവർത്തിക്കാത്തതാണ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഇതിനകത്തൊരു പരിമിതിയായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ നേരത്തെ അവിടെ സർക്കാർ ഉത്തരവിലൂടെ പറഞ്ഞുള്ള റിസോഴ്സ് ഗ്രൂപ്പിനെ നമുക്ക് പ്രാവർത്തികമാക്കിയാൽ ഒരു പരിധിവരെ ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അത് ഇവിടെ ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കപ്പെട്ട ജമാൽ തന്നെ അത് വളരെ നന്നായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എക്സ്പെർട്ട് കമ്മിറ്റി DPCക്ക് മുമ്പാകെ വരുന്ന പദ്ധതികൾ തന്നെ പരിശോധിച്ച് അതിനകത്തുള്ള ഗ്യാപ്സ് എന്താ പരിശോധിക്കേണ്ടത്? ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ? അതെല്ലാ തട്ടുകാരും സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നാണല്ലോ. അത് പരിഗണിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? എവിടെയാണ് ഗ്യാപ്പ് വന്നത്? ഉദാഹരണത്തിന് ഒരു രോഗം അല്ലെ കുട്ടികളുടെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, ഇനി അനീമിക്കായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നിരിക്കട്ടെ, അത് എല്ലാ തവണയും ഉണ്ടാവുക എന്നല്ല. അതെന്താണ് അതിൻ്റെ സംഗതി? അപ്പോൾ അവിടെ പോഷകാഹാരം വിതരണം ചെയ്യാത്തതുകൊണ്ടല്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ അതിനുള്ള കാരണം കണ്ടുപിടിക്കുകയും അതെന്താണോ അതിനകത്ത് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് അതിനുള്ള എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി, ഒരു അവസരം ഉണ്ടാക്കി അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയെ നമുക്ക് പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ DPCയെ ശാക്തീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിനകത്തൂടെ നടക്കുള്ളൂ. അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുത്ത് അവരെ ശാക്തീകരിക്കാനൊന്നും കഴിയില്ല. നേരത്തെ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട സംഗതി. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പ്രസംഗിക്കാനുള്ളൊരു വാക്കല്ലാതെ അത് പ്രയോഗക്ഷമമല്ല. അപ്പൊ എന്ത് വേണം? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വാർഷിക പദ്ധതിയുടെ കൺസെപ്റ്റ് ഉള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം.
അതുകൊണ്ട് ലോങ് ടേം ആയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുക. അങ്ങനെ ലോങ് ടേം ആയിട്ടുള്ള പദ്ധതികൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷെൽഫോ പ്രോജക്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഷെൽഫോ പ്രോജക്റ്റ് ഉണ്ടാക്കിയാൽ ലഘുഗുരുത്വം നോക്കി ഏതാദ്യം എടുക്കണം എന്ന് നോക്കി അപ്പോൾ നമുക്ക് എക്സ്പെർട്ടിന് നോക്കാം, ഈ പറഞ്ഞ ലഘുഗുരുത്വം അനുസരിച്ച് ഗുരുതരമായിട്ടുള്ളതാണോ എടുത്തിട്ടുള്ളത്, ഏതാണ് അവിടെ ചർച്ചയ്ക്ക് വരാത്ത സംഗതി എടുത്തിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിന്റെ അവലോകനം നടത്തുമ്പം ഇങ്ങനെ നടത്താം. അതിനാണ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ ഒന്നാമത്തെ ശ്രീമതി ദീപ ചൂണ്ടിക്കാണിച്ച ഒരു സംഗതി. അത് ഗൗരവമുള്ളതാണ്. പക്ഷേ അതിനെ നമുക്ക് MLA-മാരെ ഇതിനൊന്നും ഈ കമ്മിറ്റിക്കകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതിനാണ് അവരുമായിട്ടുള്ള ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് MB-LAയുടെയും MLA-LAയുടെയും ഒക്കെ ഇതിനകത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്ന് ആ രീതിയിൽ പരിഹരിക്കാൻ കഴിയുമെന്നല്ലാതെ അവരെ നമുക്ക് ഈ കമ്മിറ്റിക്കകത്ത് കൊണ്ടുവരുന്നതിന് ഭരണഘടന നിഷ്കർഷിച്ചിട്ടുണ്ട് അതിനകത്ത് ആരൊക്കെയാണ് വേണ്ടതെന്ന്. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇന്റഗ്രേഷൻ നടക്കുന്നില്ല, അതുപോലെ കൺവെർജൻസ് നടക്കുന്നില്ല എന്നുള്ള അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ പരിഹരിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജില്ലാ പദ്ധതിയെ 2 വർഷം ഓരോ വർഷവും അതിന്റെ 2ാം അധ്യായം പരിഷ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഓരോ 5 വർഷം കഴിയുമ്പോഴും പുതിയ ജില്ലാ പദ്ധതി ഉണ്ടാക്കണം. അങ്ങനെ പുതിയ ജില്ലാ പദ്ധതി ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ മൊത്തത്തിലുള്ള കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ജില്ലാ പദ്ധതി എന്ന് പറയുന്നത് ഒരു പദ്ധതി പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണെന്നും ഇപ്പോഴും ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് മാറിയിട്ട് അത് ഒരു ജില്ലയുടെ വികസന പരിപ്രേക്ഷ്യമാണെന്നും ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് താഴേക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഈ ചാറ്റ് ബോക്സിനകത്തിട്ടുള്ള മേൽത്തട്ട് കീഴ്ത്തട്ട് നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള അതിൽ ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ചയിലും വന്നുള്ളത്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊരു ക്യാമ്പയിൻ മോഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ജില്ലാ പ്ലാനിനെ പരിഷ്കരിക്കാൻ കഴിയും. അതിനുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള വർക്ക്ഷോപ്പിലൂടെയും സെമിനാറിലൂടെയും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റണം. ഈ LBകൾക്ക് ലോക്കൽ ബോഡികൾക്ക് ഒരു സമയക്രമം നിശ്ചയിക്കണം. ഗ്രാമപഞ്ചായത്ത് ഇത്രാം തീയതിക്കകം പ്രോജക്റ്റ് പദ്ധതി സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കീഴ്ത്തട്ട് നിർദ്ദേശങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മേൽത്തട്ട് നിർദ്ദേശങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ രീതിയിലേക്ക് ഇതിനെ നമുക്ക് ചെയ്തു തീർത്താൽ ഇതിനെ നമുക്ക് പരിഷ്കരിച്ച് നല്ല രീതിയിലുള്ള ഒരു ഡിസ്ട്രിക്ട് പ്ലാൻ ഉണ്ടാക്കി പോകാൻ കഴിയും. അതിനൊരു അടുത്ത പരിഷ്കരണത്തിലേക്ക് ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് നമുക്ക് പോവുകയാണ് നല്ലത് എന്നാണ് ഇവിടെ ചർച്ചയിൽ നിന്നും വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുക. താങ്ക്സ്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ക്രിയാത്മകമായ രീതിയിൽ വിഷയം അവതരിപ്പിക്കുകയും ചർച്ച നയിക്കുകയും ചെയ്ത പ്രൊഫസർ ഹരിലാലിനും ചർച്ചകൾക്ക് തുടക്കം കുറിച്ച എല്ലാവർക്കും, അതുപോലെ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇതിൻ്റെ റാപ്പോർട്ടിങ് നടത്തിയ രത്നാരം മാഷക്കും പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് സമയം 10 മിനിറ്റ് ലേറ്റായി, സാരമില്ല, അടുത്ത സെഷന് മേക്കപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. സോ നൗ ലെറ്റ് മീ ഇൻവൈറ്റ് അടുത്ത സെഷൻ തുടങ്ങാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഹൗ ടു അക്കൗണ്ട് ഫോർ ദി പ്രിവലൻസ് ഓഫ് കറപ്റ്റ് പ്രാക്ടീസസ്. ഈ സെഷൻ ചെയർ ചെയ്യുന്നത് ഡോക്ടർ സീമയാണ്. ചർച്ചയ്ക്ക് തുടക്കമിടുക ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് സിന്ധു, ശ്രീ ശിവകുമാർ. അഡ്വക്കേറ്റ് സിന്ധു ഇവിടെയുണ്ട്, ശ്രീ ശിവകുമാർ ഇവിടെയുണ്ട്, ശ്രീ N ജഗ്ജീവൻ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യും, ഡോക്ടർ A സുഹൃത് കുമാർ ആൻഡ് ശ്രീ KK ജനാർദ്ദനൻ. ഇവിടെ ഇപ്പോൾ ഉള്ളത് അഡ്വക്കേറ്റ് സിന്ധു, ശ്രീ K ശിവകുമാർ, ജഗ്ജീവൻ മാഷുണ്ട്. ഓക്കെ, ശ്രീ ഇവിടെയുള്ളവരെല്ലാവരും ഡയസിലേക്ക് വരണം. ഡോക്ടർ സീമ വിൽ നൗ ആക്ട് ആസ് മോഡറേറ്റർ ആൻഡ് ലീഡ് ദി ഡിസ്കഷൻ. താങ്ക് യു. ജോസഫ്, ഞാൻ ഓൺലൈനായിട്ടുണ്ട് കേട്ടോ. ഉണ്ണികൃഷ്ണൻ ഫ്രം ഹൈദരാബാദ്. ഡോക്ടർ ജോസഫ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ പാര തന്നിട്ടാണ് പോയത്. 10 മിനിറ്റ് കഴിഞ്ഞ സെഷൻ എടുത്തു. അത് ഈ സെഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ റാപ്പോർട്ടിയറും ഞാനും ഉൾപ്പെടെ 8 പേരാണ് പങ്കെടുക്കുന്നത്. ഞാൻ മറ്റ് ഒരുപാട് ആമുഖത്തിലേക്കൊന്നും പോകുന്നില്ല. അഴിമതിയെ സംബന്ധിച്ച് എത്രമാത്രം അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ സാന്നിധ്യമുണ്ട്. അതിനെ ഇല്ലാതാക്കുന്നതിനുള്ള പരിഹാര മാർഗം എന്താണ്?
നമുക്കറിയാം അഴിമതിയെ സംബന്ധിച്ച് രാവിലത്തെ സെഷനിൽ തന്നെ ഡോക്ടർ ഐസക്കും ശാരദ മുരളീധരൻ IAS-ഉം ആവർത്തിച്ച വാക്യമാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അഴിമതിയുടെ വികേന്ദ്രീകരണമാണ്. ഈ ആശങ്കയും ഈ ആക്ഷേപവും ജനകീയാസൂത്രണത്തിന്റെ തുടക്കം മുതൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അഴിമതി കണ്ടുപിടിച്ചത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു വലിയ ദൗർബല്യം തന്നെയാണ് അഴിമതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയിലെ ഒരു ഇടർച്ച വരുത്തി മാത്രമേ അഴിമതിയെ നേരിടാൻ കഴിയുള്ളൂ. അപ്പൊ അധികാര വികേന്ദ്രീകരണത്തിന് മുമ്പ് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും മേൽത്തട്ടിലാണ് തീരുമാനിക്കുന്നത്. അധികാരവും പണവും സമ്പത്തും ഒക്കെ മേൽത്തട്ടിലാണ്. അതുകൊണ്ട് തന്നെ അധികാരം ഒരുപാട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഭരണരംഗത്ത് മാത്രമല്ല, ഔദ്യോഗിക രംഗത്ത് മാത്രമല്ല, കോർപ്പറേറ്റ് തലത്തിലുമെല്ലാം വളരെ ഭീമമായിട്ടുള്ള അഴിമതി നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പൊ എന്താണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ഈ അഴിമതി എന്ന് പറയുന്ന ഒരു വലിയ തിന്മയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ 25 വർഷം? പക്ഷെ അതിൽ നിലനിൽക്കുന്ന ദൗർബല്യങ്ങൾ, പോരായ്മകൾ ഇപ്പോഴും ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ളൊരു സമീപനമാണ് കേരളത്തിൽ സ്വീകരിച്ചത്. ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ജനാധിപത്യം ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ നന്നായി തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജനങ്ങളുടെ ഇടപെടൽ, ജനപങ്കാളിത്തം എന്ന് നമ്മൾ പറയുന്ന എല്ലാ തരത്തിലുമുള്ള ജനപങ്കാളിത്തം, ജനങ്ങളുടെ ഇടപെടലും ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമസഭ മുതൽ ആസൂത്രണ നിർവഹണത്തിന്റെ പല ഘട്ടങ്ങളിലും. സുതാര്യത എന്ന് പറയുന്ന പ്രയോഗം നമുക്ക് വ്യാപകമായി കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് അധികാര വികേന്ദ്രീകരണം ഈ ജനകീയാസൂത്രണ കാലം മുതലാണ്. അത്രയും സാധാരണഗതിയിൽ തന്നെ ആളുകൾ പറയുന്ന ഒരു പ്രയോഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണ പ്രക്രിയയുടെ ഭാഗമായി വരുന്നത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഈ കഴിഞ്ഞ 25 വർഷമാണ്. അത് പല മേഖലയിലും നമുക്കത് നല്ല രീതിയിൽ, തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം നല്ല രീതിയിൽ അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ അഴിമതിയുടെ പഴുതുകൾ പൂർണ്ണമായി അടയ്ക്കാൻ ഇതുകൊണ്ട് സാധ്യമായിട്ടുണ്ടോ? എന്താണ് നിലനിൽക്കുന്ന ദൗർബല്യങ്ങൾ? എന്താണ് ഈ ജനാധിപത്യ വികേന്ദ്രീകരണം നടപ്പാക്കുന്ന ഘട്ടത്തിൽ ആ നിലയിൽ ജനകീയ ഇടപെടലുകൾക്ക് സൃഷ്ടിക്കപ്പെട്ട അവസരങ്ങൾ ഇപ്പോഴും ആ നിലയിൽ തന്നെ നമുക്ക് തുടരാൻ കഴിയുന്നുണ്ടോ? സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ജനങ്ങൾ എന്ന് പറയുന്നത്. ആ സംവിധാനങ്ങളെ എല്ലാം എങ്ങനെയാണ് ഒരു അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഭരണത്തെ സൃഷ്ടിക്കുന്നതിന് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞത്? അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ എന്താണ്, എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ കഴിയുമെന്നീ ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ഉന്നയിക്കപ്പെടുന്നത്. നമ്മളതിൻ്റെ അവതരണത്തിലേക്ക് പോവുകയാണ്. ആദ്യം ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിനായിട്ട് ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 5 മിനിറ്റാണ് എല്ലാവർക്കും. താങ്ക് യു ഡോക്ടർ സീമ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഴിമതിയെ സംബന്ധിച്ചുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ ഗവർണൻസ് എന്ന് പറയുന്ന സങ്കേതം വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് പിന്നെ ഭരണ സംവിധാനത്തിന്റെ ഇലക്ട്രോണിക് വൽക്കരണം എന്ന നിലയ്ക്ക് വന്നത്. സിറ്റിസൺ എംപവർമെന്റിനും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഇൻഫർമേഷൻ കൊടുക്കുന്നതിനും മെച്ചപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിനും ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറിയും ഇതുവഴി അഴിമതി ഒഴിവാക്കും എന്നുള്ള വലിയ പ്രതീക്ഷ ഈ ഗവർണൻസിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ട്രോണിക് ഗവർണൻസിന്റെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇലക്ട്രോണിക് ഗവർണൻസ് കൊണ്ട് മാത്രം അഴിമതി ഒഴിവാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇലക്ട്രോണിക് ഗവർണൻസ് പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. അത് എത്രമാത്രം ഫലപ്രദമായിട്ട് ആ കർമ്മം നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട ഒരു സമയമായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിലെ ഇ ഗവർണൻസ്, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇ ഗവർണൻസ് പൈനിയറിംഗ് ആയിരുന്നു. വളരെ എലാബറേറ്റ് ആണ്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളും ഒക്കെ എഫക്റ്റീവ് സിസ്റ്റമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ ചില ഗൗരവമായിട്ടുള്ള പോരായ്മകളെ കുറിച്ച് നമ്മൾ അത് കാണാതിരുന്നിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും പിന്നെ ചില പോരായ്മകളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് പരിശോധിക്കണം. ചില സന്ദർഭങ്ങളിലെങ്കിലും രാജാവ് നഗ്നനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല.
എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് ചില നിർണായകമായിട്ടുള്ള ചില പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പിന്നെ തദ്ദേശ പിന്നെ പ്ലാനിംഗ് ബോർഡ് യഥാർത്ഥത്തിൽ പ്ലാനിംഗ് പ്രക്രിയ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ IKMന്റെ സംവിധാനങ്ങൾ ആദ്യം ആരംഭിക്കുന്നത്. പ്ലാനിംഗ് ബോർഡിലെ മാൻഡേറ്റ് അത് തന്നെയായിരുന്നു. ഭാരതത്തിൽ ഒരു നോർമേറ്റീവ് എംപവേർഡ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഇതായിരുന്നു IKMന്റെ മാൻഡേറ്റ്. കുറെ കാര്യങ്ങൾ അതിനകത്ത് നടന്നു. പക്ഷെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ അൾട്ടിമേറ്റ്ലി പ്ലാനിങ് പ്രവർത്തനത്തിൽ എക്സ്പേർട്ടിനെ എങ്ങനെ കൊണ്ടുവരണം, എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ ട്രാൻസ്ഫേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോക്കൽ ബോഡിയും ഇന്റഗ്രേറ്റ് ചെയ്യണം, അതിനകത്ത് DPCയുടെ റോൾ എന്താണ്, ലോക്കൽ, ഇങ്ങനെയുള്ള ഒരുപടി വിശദാംശങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തെങ്കിലും അൾട്ടിമേറ്റ്ലി ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കൊളിപ്പിച്ച് ഇല്ലാതാക്കി എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മുടെ പ്ലാൻ പ്രോസസ് ആകെ ചെന്നെത്തിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബിക്കം, ഐ മീൻ വെരി അൺഫോർച്ചുനേറ്റ്ലി പ്ലാൻ പ്രോസസ് ഇപ്പൊ ആകെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ട്രിവിയലൈസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അത് എത്തിയിരിക്കുന്നു. രണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ അതാണ് യഥാർത്ഥ ലോക്കൽ ഗവൺമെന്റിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിംവർക്ക്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് ലോക്കൽ ഗവൺമെന്റിലെ ഡിസിഷൻ മേക്കിങ്ങിനെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. വളരെ വിശദമായി പബ്ലിക് വർക്ക് സിസ്റ്റംസ് ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ശ്രമിക്കേണ്ടായി. പക്ഷെ അതും നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇൻഫാക്ട് സെൻട്രലൈസ് സിസ്റ്റത്തിൽ പബ്ലിക് വർക്സിന്റെ കാര്യത്തിലുള്ള എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള കൺട്രോൾ പോലും ലോക്കൽ ഗവൺമെന്റിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പിന്നെ വളരെ ഗൗരവമായിട്ടുള്ള ചില ചലഞ്ചസ് ഇതിനകത്ത് ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം, ലോക്കൽ ഗവൺമെന്റിലെ പല സിസ്റ്റംസും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോക്കൽ ഗവൺമെന്റിലെ പ്രൊക്യൂർമെന്റും, നേരത്തെ ഞാൻ പബ്ലിക് വർക്സിന്റെ കാര്യം പറഞ്ഞു, പ്രൊക്യൂർമെന്റും പബ്ലിക് വർക്സുമാണ് വീക്കസ്റ്റ് ലിങ്ക് കമ്പ്യൂട്ടറൈസേഷനകത്ത്. പ്രൊക്യൂർമെന്റ് കമ്പ്യൂട്ടറൈസേഷന്റെ പരിധിയിലേ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഇത് നിർണായകമായിട്ട് ഡയറക്റ്റ് പേ ഓഫ്സ് നടത്തുന്ന ഒരവസ്ഥ. ഡയറക്റ്റ് പേ ഓഫ്സ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രൂപത്തിലൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പല സുഹൃത്തുക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്തുന്നത് സൂചിപ്പിക്കുന്നത്. പേയ്മെന്റ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്നതിന് കോൺട്രാക്ടർ ചില പ്രത്യേക സർവീസ് ഒക്കെ കൊടുക്കുന്ന രൂപത്തിലുള്ള വളരെ മെച്ചപ്പെട്ട രൂപത്തിലുള്ള മെക്കാനിസംസ് ഒക്കെയാണ് വന്നത്. ഒരു വിധത്തിലും ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള കറക്റ്റ് സിസ്റ്റംസ് ആണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അത് പോയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലൊക്കെ വാർത്ത പെൻഷൻ വാങ്ങിച്ച ആളുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന ചെറിയ, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാവാം. ഞാൻ അതൊന്നും യൂണിവേഴ്സൽ ആണെന്നോ റാമ്പന്റ് ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ദർ ആർ പ്രോബ്ലംസ് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരു സിസ്റ്റമിക് ഫെയിലിയർ ആണ്. ആ സിസ്റ്റമിക് ഫെയിലിയർ പിന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് ഈ ഗവർണൻസ് സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ തന്നെയാണ്. ഇത്രയും മെച്ചപ്പെട്ട ഒരു ഈ ഗവർണൻസ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടും അതിന്റെ നിർവഹണത്തിൽ വന്നിട്ടുള്ള അപഭ്രംശങ്ങൾ, ചില പ്രശ്നങ്ങൾ, ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കറപ്ഷനെ കൗണ്ടർ ചെയ്യുന്നതിനും ട്രാൻസ്പെറൻസി വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ വിഘാതമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. 20 കൊല്ലത്തിന് ശേഷമാണ് നമ്മളിപ്പോ പിന്നെ പെൻഷൻ കൊടുക്കുന്നതിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മുൻകൈ എടുത്ത് നമ്മൾ കണ്ടുപിടിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറൈസേഷന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. യഥാർത്ഥത്തിൽ UIDയെ പിന്നെ അതിന്റെ പിന്നെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് UIDയുടെ ചുമതലക്കാർ ഇവിടെ വന്നപ്പോ അവര് പിന്നെ ഇതിന്റെ അന്വേഷണങ്ങൾ കേരളത്തിലെ ലോക്കൽ ഗവൺമെന്റ് സിസ്റ്റത്തിൽ എന്നേ തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ അവര് വളരെ അത്ഭുതത്തോടു കൂടിയാണ് പിന്നെ അവര് പിന്നെ ഇവിടത്തെ ഡിജിറ്റൽ ഐഡന്റിറ്റിയുടെ സിസ്റ്റം കണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡിജിറ്റൽ ഐഡന്റിറ്റി ഒരു സെൻട്രൽ പീസാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ പ്രോസസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ന്യൂനതയാണ്. കാരണം സിറ്റിസണും ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ ഒരു നിർണായക കേന്ദ്രമാണ് ഡിജിറ്റൽ ഐഡന്റിറ്റി. ആ ഡിജിറ്റൽ ഐഡന്റിറ്റിക്ക് ഒരു ഫ്രെയിംവർക്ക് നമുക്ക് ഇന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കമ്പ്യൂട്ടറൈസേഷന്റെ ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു മെക്കാനിസം ഒക്കെ IKM-ൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ എങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബ്യൂറോക്രറ്റൈസേഷന് കൂടെ IKM-നകത്ത് ഉണ്ടായിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതിലെ ഒരു ജനകീയ സംവിധാനം ഏകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ അതിനെ സംബന്ധിച്ച് ആഴത്ത് പഠിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കി കാണും. ബാരി ബോം സ്പൈറൽ മോഡൽ ഓഫ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ലോകത്തിൽ തന്നെ നടത്തിയിട്ടുള്ള വളരെ ചുരുക്കം സ്ഥലങ്ങളിലൊന്നാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടറൈസ്. തുടർച്ചയായ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐറ്ററേറ്റീവ് ആയിട്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മാതൃക. പക്ഷെ ആ മാതൃകയൊക്കെ അങ്ങേയറ്റം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കംപ്ലീറ്റ്ലി MOP തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നതിനുള്ള രൂപത്തിലാണ് ഇപ്പോഴത്തെ ERP സിസ്റ്റം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടർവൽക്കരണത്തെ വളരെ പിറകോട്ട് വഹിക്കുന്ന നമ്മൾ ടോട്ടൻഹാം സിസ്റ്റം ഒക്കെ ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ വർക്ക് ഫ്ലോ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബോധപൂർവമായി നമ്മൾ തീരുമാനിച്ചതാണ് MOP പോലുള്ള ഡിസ്ട്രിക്ട് ഗവൺമെന്റിലുള്ള രൂപത്തിലുള്ള ഒരു സംവിധാനം, ഡിസ്ട്രിക്ട് കളക്ടറേറ്റിലുള്ള രൂപത്തിലുള്ള ഒരു വർക്ക് ഫ്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചതാണ്. ഇന്നിപ്പോ പഞ്ചായത്തിലെ ക്ലർക്ക് മുതൽ സെക്രട്ടറി വരെ പോകുന്നതിന് ഒരു വർക്ക് ഫ്ലോ, ആ വർക്ക് ഫ്ലോ അനുസരിച്ച് മാത്രം, ആ വർക്ക് ഫ്ലോയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, ജനപ്രതിനിധികൾ ആരുമില്ല. ആ രൂപത്തിലുള്ള ബ്യൂറോക്രറ്റൈസേഷൻ ഇൻഫർമേഷൻ കേരള മിഷന്റെ കമ്പ്യൂട്ടറൈസേഷനകത്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. ഇത്തരത്തിൽ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ കമ്പ്യൂട്ടർ വൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കറപ്ഷന്റെ ട്രാൻസ്പെറൻസി അഡ്രസ് ചെയ്യുന്നതിലും ഡിസിഷൻ മേക്കിംഗ് അഡ്രസ് ചെയ്യുന്നതിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിലെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. സോറി. അടുത്തതായിട്ട് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സിന്ധു സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ജനകീയാസൂത്രണത്തിന്റെ ഈ 25ാം വാർഷികത്തില് ഇങ്ങനെ ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരാള് എന്നുള്ള രീതിയിൽ ഒട്ടേറെ അനുഭവങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് നമ്മൾ അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രാവിലെ ഡോക്ടർ ഐസക്കും ശാരദാ മുരളീധരനും പറഞ്ഞ പോലെ അധികാര വികേന്ദ്രീകരണം അഴിമതിയുടെ ഒരു വികേന്ദ്രീകരണമായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ ഒരു പരിധി വരെ അഴിമതിയെ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു തലം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ അഴിമതിയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയമായിട്ടുള്ള ഒരു നയ സമീപനം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഴിമതി ഇല്ലാതെ ആവണമെങ്കിൽ നേരത്തെ ഡോക്ടർ TN സീമ പറഞ്ഞ പോലെ അഴിമതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, ഈ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെയും കൂടി ഭാഗമാണ്. അപ്പൊ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാതെ അഴിമതിയെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പുതിയ വികസന സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അഴിമതിയെ ആ അർത്ഥത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക. നേരത്തെ ഇവിടെ രാവിലെ മുതൽ നമ്മൾ സൂചിപ്പിക്കപ്പെട്ട ജനകീയ പങ്കാളിത്തമടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ശക്തമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം, അതൊക്കെ കുറെ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ മോണിറ്ററിംഗ് സംവിധാനത്തെയൊക്കെ കുറേം കൂടി ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അഴിമതിയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഉണ്ണീകൃഷ്ണൻ സാറ് സൂചിപ്പിച്ചത് പ്രായോഗിക തലത്തിലുള്ള കുറെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളെയാണ്
നേരത്തെ ഉണ്ണീഷ്ണ സാറ് അതിന്റെ സാറിന്റെ ആദ്യ പകുതിയിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അഴിമതിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് അതിന് പൂർണ്ണമായിട്ടും നമുക്ക് അതിന് ഒരു നിശബ്ദമായിട്ട് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പല ഇടപെടലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ പ്രവർത്തന തലത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളെപ്പോഴും മാർച്ച് 31 പൂർത്തീകരിക്കാനുള്ള തിരക്കിനകത്ത് പലപ്പോഴും നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ഒരു വേഗം അവസാനിപ്പിക്കാനുള്ള തിരക്കിനിടയിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് പലപ്പോഴും നമ്മുടെ പദ്ധതി നിർവഹണം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ തലത്തിലുള്ള ഏകോപനം അതിന്റെ ഒരു പോരായ്മ, ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് ബ്ലോക്കും ജില്ലയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ, ഇതൊക്കെ ഒരർത്ഥത്തിൽ അഴിമതിക്ക് കാരണമായി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിലും അഴിമതിയിൽ വലിയ തോതിൽ കുറവ് വരുത്തുന്നതിന് വേണ്ടി ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ആത്മവിശ്വാസം. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ഈ നേരത്തെ ഉണ്ണീഷ്ണ സാറ് സൂചിപ്പിച്ച ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വവും അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു വലിയ അളവോളം ഇതിനകത്ത് ഇടപെടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം. സിന്ധുവിനൊരു സ്നേഹത്തോടെ ഒരു തിരുത്ത്. രാവിലെ ഡോക്ടർ ഐസക്കും ശാരദ മുരളീധരൻ IAS പറഞ്ഞത് അധികാര വികേന്ദ്രീകരണം അഴിമതിയുടെ വികേന്ദ്രീകരണമാകുന്നു എന്ന ആശങ്കയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. തെറ്റിദ്ധാരണയായിട്ട് വീട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് ശ്രീ K. ശിവകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യൻ, അഴിമതിയുമായി ബന്ധപ്പെട്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ജനപ്രതിനിധികൾ ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു എതിർവശത്ത് നിന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഈ ബ്യൂറോക്രസിയുടെ ഭാഗം. അപ്പോൾ ഈ ഞങ്ങൾ തന്നെ അതിൻ്റെ സംഘടനയുടെ ഭാഗമായി പരിശോധിക്കുമ്പോൾ ഈ ബ്യൂറോക്രസി ഒരു പൊളിറ്റിക്കൽ കറപ്ഷനേക്കാൾ ഉയർന്ന കറപ്ഷന് വിധേയമാകുന്ന രംഗമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അത് പൊളിറ്റിക്കൽ കറപ്ഷനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന കറപ്ഷൻ നടത്തുന്നവരാണ് ഈ ബ്യൂറോക്രാറ്റിക് സംവിധാനം. അപ്പോൾ സ്വാഭാവികമായ ആദ്യഘട്ടത്തിൽ ആ ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിനെ നമ്മളുടെ ഈ പരീക്ഷണത്തിൽ കണ്ണു ചേർക്കുക എന്നുള്ളതിൽ ഇടപെട്ടിരുന്നു. പ്രധാനമായും 2 മേഖലകളിലാണ് നമ്മൾ ഈ അഴിമതി പ്രധാനമായും വരുന്നത്. ഒന്ന് ബെനിഫിഷ്യറി സെലക്ഷൻ, അതിനകത്ത് ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന ഘടകവും കൂടെ വരും. 2 പബ്ലിക് വർക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത്. ആ പബ്ലിക് വർക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് സാധാരണഗതിയിൽ സാധാരണ ജനപ്രതിനിധികൾക്കായാലും ജനങ്ങൾക്കായാലും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വരുന്ന എങ്ങനെയാണ് ഒരു ബില്ല് തയ്യാറാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വർക്സ് തയ്യാറാക്കപ്പെടുന്നത്. ഞങ്ങൾ ഇടപെട്ടത് അതിനെ മലയാളവൽക്കരിക്കാൻ തീരുമാനിച്ചു. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മറ്റിലിറക്കുക, ചരലിറക്കുക, കല്ലിറക്കുക, അങ്ങനെ എഴുതി വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിന്തുണാ സംവിധാനം നൽകുകയും അത് നമ്മുടെ ജനപ്രതിനിധികൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുകയും ഒരു 10-200 പഞ്ചായത്തെങ്കിലും, ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ഐസക് സൂചിപ്പിച്ചതുപോലെ 10-200 പഞ്ചായത്തുകളെങ്കിലും അതിൽ വളരെ മാതൃകാപരമായി ഇടപെടുന്ന സ്ഥിതിയുണ്ടായി. എന്നുവെച്ചാൽ ആ ബ്യൂറോക്രാറ്റൈസേഷന് പകരമായി ജനങ്ങളെ അണിനിരത്തി ബെനിഫിഷ്യറി കമ്മിറ്റികൾ കൂടി സുതാര്യമായ ബെനിഫിഷ്യറി സെലക്ഷനിൽ കൂടെ പോയി ഇവരെ വിളിച്ചു ചേർത്തു. ഈ 10-200 പേരെ വിളിച്ചു ചേർത്ത് ഈ എണ്ണം നമുക്ക് വർദ്ധിപ്പിച്ച് ഒരു 500 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രക്രിയയെ തന്നെ നമ്മുടെ കയ്യിൽ നിർത്താം എന്ന് തീരുമാനിച്ചു. പക്ഷെ അത് നമുക്ക് വേണ്ട അളവിൽ വിജയിച്ചില്ല എന്നാണ് 25 വർഷം കഴിയുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത്. ഈ ബ്യൂറോക്രസി തിരിച്ചു പിടിച്ചു. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഈ ഒരു ബ്യൂറോക്രറ്റൈസേഷന് വിധേയമായിരിക്കുന്നു നമ്മുടെ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ജനകീയ സംവിധാനങ്ങൾ എന്നുള്ളൊരു പരിമിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനുള്ളൊരു വിദ്യ നമ്മൾ കണ്ടുപിടിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാൻ. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡോക്ടർ ഐസകിൻ്റെ തന്നെ ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ നാളിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ പദ്ധതിയാണ് കിഫ്ബി. ഒരു 10-10,000 കോടി രൂപ ചിലപ്പോൾ ചെലവഴിച്ചിട്ടുണ്ടാകും. 60,000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുന്നുണ്ടെങ്കിലും
പണം ഇനത്തിൽ ഒരു 10,000 കോടി രൂപയെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകത്തുള്ളൂ. ഇവിടെ ജനകീയാസൂത്രണ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 2 വർഷം, അതായത് നമ്മൾ തദ്ദേശഭരണ സ്ഥാപനം കൂടി കുറഞ്ഞ ഒരു 40,000 കോടി രൂപയുടെ നിർവഹണ പ്രവർത്തനങ്ങളെങ്കിലും നടന്നിട്ടുണ്ട്. അപ്പൊ ഈ 40,000 കോടി രൂപ നിർവഹണ പ്രവർത്തനത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏർപ്പെടുമ്പോൾ ഈ കിഫ്ബി ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറലായ റിഫോംസ് എങ്കിലും നമുക്ക് താഴേക്ക് കൊണ്ടുവന്നുകൂടി. ഈ 40,000-ന്റെ മേഖലയിൽ കിഫ്ബിയിൽ നമുക്ക് അഴിമതി ആരോപിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ പ്രോജക്റ്റ് രൂപീകരണത്തിൽ അതിന്റെ സംവിധാനങ്ങൾ രൂപീകരിക്കുന്നതിന്, അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിൽ, അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിൽ, മോണിറ്ററിങ്ങിൽ എങ്ങനെയാണോ കിഫ്ബി ഇടപെട്ടത് അതിന്റെ 4 മടങ്ങ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആരോഗ്യത്ത് വരണ്ടേ? അങ്ങനെ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഘടകങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ സുതാര്യമായി നിർവഹിക്കപ്പെടലാണ്, അതിന്റെ ഗുണം കൃത്യമായി ഉറപ്പുവരുത്തലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നിർദ്ദേശം, ഇനി വരാൻ ഈ നാളുകളിൽ ഈ പബ്ലിക് വർക്ക്സ് ഇംപ്ലിമെന്റേഷന് ബ്ലോക്ക് തലത്തിലെങ്കിലും ഒരു കൃത്യമായ യോഗ്യതയുള്ളവർ, അത് സ്ഥിരമായി വേണമെന്നില്ല. ഇപ്പൊ ഒരു മ്യൂസിയം സ്ഥാപിക്കണമെന്ന് ആലപ്പുഴയിൽ തീരുമാനിച്ചപ്പോൾ ആളുകളെ എവിടെയെങ്കിലും ഡ്രോ ചെയ്യുകയായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ആർക്കിയോളജിസ്റ്റിനെ പോലുള്ളവരെ ഡ്രോ ചെയ്യുക. നമുക്കൊരു സൂ ആണ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ അതിനാവശ്യമായിട്ടുള്ള ആളെ ആ സമയത്ത് ഡ്രോ ചെയ്യാം. അങ്ങനെ ഒരു ക്വാളിറ്റി അഷ്വറൻസിനുള്ള ഒരു മെക്കാനിസവും അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ മറികടക്കുന്നതിന് സഹായകരമാകും എന്നാണ് എൻ്റെ ആദ്യ നിർദ്ദേശം. 2, നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടു, ഏതായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ കാര്യം നിൽക്കും എന്ന് കണ്ടു. അത് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ 2 ജില്ലകൾക്കെങ്കിലും ഒരാൾ എന്നുള്ള രൂപത്തിൽ ഒരു ഓംബുഡ്സ്മാൻ സംവിധാനം കൊണ്ടുവന്നു. എവിടെ പോയി ആ ഓംബുഡ്സ്മാൻ സംവിധാനം? തൊട്ടടുത്ത ഗവൺമെന്റ് വന്നു, ഈ ഓംബുഡ്സ്മാനെല്ലാം പിരിച്ചുവിട്ടു. ഒരു ഓംബുഡ്സ്മാനും അതിന് നിർവഹണ പ്രവർത്തനം ഇല്ലാത്ത സ്ഥിതിയിലേക്കും വന്നു. ആ ഓംബുഡ്സ്മാൻ സംവിധാനം എന്ന് പറയുന്നതിന് ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതിനും അപ്പുറത്തേക്ക് വരുന്ന പ്രവർത്തനത്തിൽ ഇടപെടാനുള്ള ഒരു സംവിധാനം നമുക്ക് രൂപീകരിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഇനിയുള്ള ഘട്ടത്തിലെങ്കിലും അത്തരത്തിലൊരു പ്രക്രിയയിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടൊരു ആലോചന നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിയും എന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ 2 നിർദ്ദേശങ്ങൾ ഇതിന്റെ ഭാഗമായി വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അടുത്തതായി സംസാരിക്കുന്നത് ശ്രീ എൻ ജഗജീവൻ ലക്ഷ്മി. ഒന്ന്, അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം അംഗീകരിക്കണം. അഴിമതി ഏറ്റവും കുറവുള്ളത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലാണ്. ആ വസ്തുത അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതി തടയുന്നതിന് വേണ്ടി ഒരുപാട് ക്രമീകരണം പഞ്ചായത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അത് പൂർണ്ണമായി ഫലപ്രദമായി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇനി അഴിമതി ഉണ്ടാകുന്ന ഭാഗങ്ങളിലൂടെയൊക്കെയാണ്, അതാണ് പെട്ടെന്ന് വായിക്കുക. ഒന്ന് നിർമ്മാണ പ്രവൃത്തി, അതിൽ തന്നെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തിക്കകത്ത് വരുന്ന ഒന്ന് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ, ടെൻഡറിങ്, ബിൽ പേയ്മെന്റ്. ഈ 3 ഘട്ടങ്ങളിലും അഴിമതി വരുന്നു. അത് ഈ ടെൻഡറിങ് ആയിട്ട് പോലും അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അവിടെ വരുന്നത് കോൺട്രാക്ടർ, ജനപ്രതിനിധി, ഉദ്യോഗസ്ഥർ, ഈ 3 ലോബിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ നിലവിലുള്ള ഷെഡ്യൂൾ ഓഫ് റേറ്റ് അനുസരിച്ച് റോഡിന്റെ പണി 15 മുതൽ 20% വരെ കുറഞ്ഞ ടെൻഡറിൽ എടുക്കാൻ കോൺട്രാക്ടർമാർ സന്നദ്ധമാണ്, കോൺട്രാക്ടർക്ക് കഴിയും. ബിൽഡിംഗ് ആണെങ്കിൽ 10% മുതൽ 15% വരെ കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ, അത്രയും നല്ല റേറ്റാണ് നിലവിലുള്ള ഷെഡ്യൂൾ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എത്രയാണോ എസ്റ്റിമേറ്റ്, ആ എസ്റ്റിമേറ്റിൽ തന്നെ പുറത്ത് ഒരു ധാരണ ഉണ്ടാക്കി ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുകയും, അങ്ങനെ വരുമ്പോൾ മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ 7 ലക്ഷത്തിന്റെ വർക്ക് കൃത്യമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 ലക്ഷം അല്ലെങ്കിൽ 5.5 ലക്ഷം കൂടി തീരും. ബാക്കി പൈസ ഡിവൈഡ് ചെയ്യപ്പെടുക എന്നുള്ളൊരു പ്രോസസ്സിനകത്തേക്ക് ഇന്ന് പോയി കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അടുത്ത് വരുന്നത് പേയ്മെന്റിന്റെ സന്ദർഭത്തിലാണ്. പേയ്മെന്റിന്റെ ഒരു 1% വരെ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അടുത്തത് പെർമിറ്റ്, ബിൽഡിംഗ് പെർമിറ്റ് ആണ്. നമ്മൾ അത് ഓൺലൈൻ ആക്കിയെങ്കിലും ഇന്നത് നേരിട്ടുള്ള പരിശോധന വരുമ്പോൾ അവിടെ കൊടുക്കണം. അവിടെ വരുന്നത് ലൈസൻസി എന്ന് വെച്ചാൽ ഈ അക്രഡിറ്റഡ് എഞ്ചിനീയർ, ലൈസൻസ് ആയിട്ട് നിൽക്കുന്ന ആള്, ഉദ്യോഗസ്ഥൻ. അവിടെ ജനപ്രതിനിധി വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് അത് വരുന്നത്. ഇതിനെയും ശരിക്കും RTO ഓഫീസിൽ പഴയ ഏർപ്പാടാണ് ഈ ലൈസൻസിയും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പ്രക്രിയയിൽ നിലനിൽക്കുന്നത്. പിന്നെ വരുന്നത് മറ്റ് സേവനങ്ങളാണ്. അവിടെ ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളുമാണ് വരുന്നത്. ഇതിൽ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥനാണ്, ജനപ്രതിനിധി വരുന്നില്ല. അതിൽ 4ാമത് വരുന്ന, നേരത്തെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ പർച്ചേസ് ആണ്. അതിൽ ഇപ്പോൾ വാഹനങ്ങളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ജെം പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം അക്രഡിറ്റഡ് ഏജൻസിയിലും ഇപ്പോൾ ധാരണ അനുസരിച്ചുള്ള കമ്മീഷൻ, ഞാൻ ആ സ്ഥാപനങ്ങളുടെ ഒന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല,
അവിടെ ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥനും അക്രഡിറ്റ് ഏജൻസിയും തമ്മിൽ ധാരണയുണ്ടാകുന്ന ഒട്ടനവധി തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അക്രഡിറ്റ് ഏജൻസി എടുക്കുമ്പോൾ അവരുടെ പ്രോഡക്റ്റ്, അവരുടെ സർവീസ്, ഇതിൽ അത് മാത്രമേ അക്രഡിറ്റ് ഏജൻസി കൊടുക്കാവൂ. അതല്ലാതെ അവർക്കില്ലാത്ത പ്രോഡക്റ്റും അവർക്കില്ലാത്ത സർവീസും ഒരു അക്രഡിറ്റ് ഏജൻസി വഴി പോകാൻ പാടില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത്. ഇനി വരുന്നത് ലോക്കൽ ബോർഡിന്റെ ആസ്തികളിൽ നിന്നുള്ള ചോർച്ചയാണ്. പ്രത്യേകിച്ച് ലേലങ്ങളാണ്. കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ചന്തകൾ, പാർക്കിംഗ് ഏരിയകൾ, വൃക്ഷങ്ങൾ, ഇത് ലേലം ചെയ്തു. ഇത് വളരെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, ഇതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണം നടത്തും. നല്ല എന്താണ് രസകരമായ അഴിമതിയുടെ രസകരമായ കഥ. അവിടെ ജനപ്രതിനിധിയും വരുന്നുണ്ട്, ജനപ്രതിനിധി ഉദ്യോഗസ്ഥനും കൂടി, പിന്നെ ഇതിന്റെ ബന്ധപ്പെട്ട ഏജൻസികളും വരുന്ന തെളിവ് സഹിതം തരാൻ സാധിക്കും. അത് അടുത്ത പ്രധാനപ്പെട്ട ഏരിയ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വീട്, കക്കൂസ്, മറ്റ് വ്യക്തിഗത. ഇവിടെ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ. ചില ഘട്ടങ്ങളിൽ ജനപ്രതിനിധിയും അതിനകത്ത് അണിചേരുന്നുണ്ട്. ഇന്ന് പുതിയൊരു മേഖല കൂടി അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അത് നഗരപ്രദേശങ്ങളിലാണ്, മാലിന്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് അജൈവ മാലിന്യത്തിന്റെ സെയിൽസ്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു നഗരസഭ, ഈ നഗരസഭ പേര് പറയുന്നില്ല, പ്രതിവർഷം 1 കോടി രൂപയാണ് ഈ വിലയുള്ള പാഴ്വസ്തു കൊടുക്കാൻ വേണ്ടി പൈസ കൊടുത്ത് കൈമാറുന്നത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഈ കൃത്യമായ കേസിൽ ഇടപെടും. ഞാൻ പറഞ്ഞ കേസിൽ വരുന്നത് ജനപ്രതിനിധി ഉദ്യോഗസ്ഥനാണ്. പിന്നെ വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ 9ാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ SCP, TSP, കോസ്റ്റൽ എന്ന് വെച്ചാൽ WCP, ഇങ്ങനെ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളിൽ വരും. ഞാൻ അവരുടെ അഴിമതി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ട, അല്ലെങ്കിൽ അവരുടെ പേരിൽ ചെലവഴിക്കേണ്ടതിലല്ലാതെ ചെലവഴിക്കുക, അത് അഴിമതിയായിട്ടാണ് പ്രധാനമായിട്ട് കാണുന്നത്. അല്ല കാശ് വാങ്ങിക്കൊണ്ട് പോകുന്നത് മാത്രമല്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇത് വരുന്നത്, ഇതിനെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞോട് പൂർണ്ണമായി യോജിക്കുന്നു. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഒരു 60-70% മാത്രമേ അഴിമതി ഇരിക്കാൻ പോയി. അവിടെ കൊണ്ടുവരേണ്ടത് ഈ ഇലക്ട്രോണിക് സിസ്റ്റം പ്ലസ് ജനകീയ സംവിധാനത്തെ ഒരു ഹൈബ്രിഡ് ഫോർമാറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അഴിമതിയെ നമുക്ക് നിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സുതാര്യത ക്രമീകരണങ്ങൾക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം കൊണ്ടുവരണം. 3ാമത്തത് വളരെ ശക്തമായ സിറ്റിസൺ എഡ്യൂക്കേഷൻ. ഒരു പ്രത്യേകിച്ച് ഈ സർവീസിന് ലഭിക്കേണ്ടവരെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ അവകാശമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വലിയ റൈറ്റ് ബേസ്ഡ് റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ വേണ്ടി വരും. പിന്നെ പുതിയൊരു ചെറിയൊരു ഭ്രാന്ത് പറയുകയാണ്, പഞ്ചായത്ത് നേരത്തെ ശിവകുമാർ സാറ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ ബ്യൂറോക്രട്ടൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് പോയി. അപ്പൊ പഞ്ചായത്തിനെ താഴേക്ക് കൊണ്ടുപോവുക. പഞ്ചായത്ത് അവിടെ നിൽക്കും, നമ്മുടെ വാർഡ് തലത്തിനെ പഞ്ചായത്താക്കി മാറ്റുന്ന ഒരു പ്രാതിനിധ്യ സഭ അവിടെ ഉണ്ടാക്കുകയും ജനകീയ കമ്മിറ്റികൾ അവിടെ വരികയും അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന തരത്തിൽ പുതിയൊരു പഞ്ചായത്ത് സങ്കല്പത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നത് അഴിമതി അഡ്രസ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു നിർദ്ദേശമുള്ളത് ഇൻസെന്റീവ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കോമ്പറ്റീറ്റീവ് ടെൻഡർ കൊണ്ടുവന്ന് പൈസ സേവ് ചെയ്യുന്ന പഞ്ചായത്ത്, അതുപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ വാങ്ങിക്കുന്ന പഞ്ചായത്ത്, കൺസ്ട്രക്ഷന് കൂടുതൽ ലൈഫ് കിട്ടുന്ന പഞ്ചായത്ത്, അത്തരത്തിലുള്ളത് ഗ്രേഡ് ചെയ്തിട്ട് അതിന് ഇൻസെന്റീവ് പ്രഖ്യാപിക്കുകയും ആ ഇൻസെന്റീവ് പഞ്ചായത്തിന് മാത്രം പോരാ, ഉദ്യോഗസ്ഥനും കൂടി കൊടുക്കണം ആ ഇൻസെന്റീവ്. അപ്പൊ ഏറ്റവും നന്നായി സേവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അവർക്ക് ചില തരത്തിലുള്ള അംഗീകാരങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ കേരളത്തിൽ പിടിക്കാൻ പോകുന്നില്ല. അതിന് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അഴിമതിക്കെതിരായുള്ള അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഴിമതിക്ക് എന്തുകൊണ്ട് ജനകീയാസൂത്രണ സമയത്ത് അഴിമതി കൂടുതൽ നടന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു വലിയ ജനകീയ ക്യാമ്പയിന്റെ മുന്നിൽ അത് പോയത്. ഒരു ജനകീയ ക്യാമ്പയിൻ ഇടയ്ക്ക് അഴിമതി ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വിവിധ വിഷയങ്ങളിലായി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ ക്യാമ്പയിൻ കൊണ്ടുവരികയും ആ ക്യാമ്പയിൻ അകത്തുകൂടി അഴിമതി പ്രവണതയുള്ള ഉദ്യോഗസ്ഥനും ജനപ്രതിനിധിയും പുറന്തള്ളപ്പെടുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ് വേണ്ടത്. അത് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഐസക്കിനെ പോലുള്ള ആൾക്കാർ അടുത്തൊരു ഘട്ടത്തിലെ ലീഡർഷിപ്പ് അത് പ്രതീക്ഷിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ളൊരു മൂവ്മെന്റിനെ ആണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവസാനമായി പറയുന്നത്, ജനപ്രതിനിധി അഴിമതി വേണ്ട എന്ന് തീരുമാനിച്ചാൽ അഴിമതി ഉണ്ടാവില്ല. അവസാനത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നിർത്തുന്നു. കൊട്ടാരക്കരയിൽ SIRD ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി വനിതാ ജനപ്രതിനിധി എടുത്ത് പറഞ്ഞു, സാറി പറഞ്ഞൊക്കെ ശരിയാ, ഒറ്റ കാര്യം, ഈ ഞങ്ങളുടെ ജനപ്രതിനിധിയോട് ഇവിടുത്തെ ജീവനക്കാരനോടൊപ്പം ഇരുന്ന് വെള്ളമടിക്കലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അഴിമതി ഉണ്ടാവത്തില്ല. അപ്പോൾ ജനപ്രതിനിധി അഴിമതി തടയുന്നതിലെ ചാലകശക്തിയാണ്. അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മഹാ ക്യാമ്പയിനാണ് കേരളത്തിന് വേണ്ടത്. അത് ചെയ്യാൻ പറ്റും, ചെയ്യണം. ഒപ്പം ചെറുപ്പക്കാരെ അണിനിരത്തുക എന്നുള്ളതാണ്.
ആ ചെറുപ്പക്കാരെ അണിനിരത്തുന്നത് കേരളത്തിൽ ഏകദേശം 2400ഓളം സ്കൂളുകൾ, 1000ഓളം കോളേജുകൾ, 50ഓളം പോളിടെക്നിക്കൽ, ഇവരെ എല്ലാവരെയും ഈ സ്റ്റുഡൻസിനെ മുഴുവൻ പ്രാദേശികമായി നടക്കുന്ന പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാണാനും നോക്കാനും പഠിക്കാനും ഇടപെടാനും തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അവരായിരിക്കും കൊണ്ടുവരും. ഇല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വന്നപ്പോൾ അന്ന് വയസ്സായ കുറെ ആൾക്കാർ ഇന്നും കൂടുന്നുണ്ട്. അതുപോലെ അടുത്ത തവണ കൂടുമ്പോൾ ചെറുപ്പക്കാരുടെ വലിയ സംഘത്തെ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു മൂവ്മെന്റ് ആയിരിക്കണം ഇതിൽ. അടുത്തതായി സംസാരിക്കുന്നതിന് ഡോക്ടർ എസ് സുഹൃത് കുമാറിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ച് അതിലേക്ക് വീണ്ടും ആവർത്തിക്കാതെ വേറെ ചില ഘടകങ്ങൾ പറയാം എന്നാണ് കരുതുന്നത്. കാര്യങ്ങൾ യോജിക്കാവുന്നതിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം. അഴിമതി രഹിതം എന്നതിനേക്കാൾ ഉചിതമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് അഴിമതി അതീതമായ ഒരു തദ്ദേശ ഭരണ പ്രക്രിയ എന്നുള്ളതാണ്. അഴിമതിയുടെ സാധ്യത തന്നെ നമ്മൾ എന്തിനാ എത്ര കാണുന്നത്? നമുക്കത്ര ആത്മവിശ്വാസക്കുറവുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നല്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയണം തദ്ദേശ ഭരണം കേരളത്തിൽ അഴിമതി അതീതമാണ്, തൊട്ട് തീണ്ടാത്തതാണ്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അതിജീവിക്കുകയാണ്. അതാണ് എനിക്ക് ആദ്യം തന്നെ വെക്കാനുള്ള ഒരു ആശയം. രണ്ടാമത്തെ ഘടകം, അത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വർദ്ധിതമായ അളവിൽ ജനപങ്കാളിത്തം, ജനകീയത ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ ജനകീയത ഉറപ്പുവരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യസ്തമായ ഘടകങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള സാധ്യത ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ എവിടെയെങ്കിലും അഴിമതിയുടെ അവസരം രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അതിനെ ജനങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഔദ്യോഗിക സംവിധാനമോ മറ്റേതെങ്കിലും ഉപാധിയോ ഉപയോഗിച്ചുള്ള അവസാനിപ്പിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ തന്നെ ഇതിൻ്റെ സാധ്യത അവസാനിപ്പിക്കുന്നതിലേക്ക് വരണം. അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു സാധ്യതയുണ്ട്. ഓരോ വീടിൻ്റെയും വിവരങ്ങൾ, അത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഡിജിറ്റൽ ഉപാധിയിൽ, GIS ഉപാധിയിൽ നമ്മുടെ കൈവശമുണ്ട്. അത് ഗുണഭോക്താക്കളാവട്ടെ മറ്റേതെങ്കിലും ഘടകങ്ങളാവട്ടെ നമ്മുടെ കൈവശത്തിലുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു അതിസൂക്ഷ്മ തലത്തിലുള്ള വിവര ശേഖരത്തെ, ഡാറ്റാബേസിനെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം, അത് പരസ്യപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അഴിമതിയുടെ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ 3 മേഖലകളിലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 1 ഭരണം, 2 സേവനം, 3 വികസനം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വേറെ രീതിയിൽ സമീപിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഘടകം അറിയാനുള്ള അവകാശം എന്നത് 3 ഘട്ടങ്ങളിൽ വരണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തീരുമാനം, നടത്തിപ്പ്, ഫലം. ഈ 3 ഘട്ടങ്ങളിൽ ഒന്ന് തീരുമാന പത്രിക. എന്തൊക്കെയാണ് അത് ഗ്രാമസഭാ തലത്തിലായിക്കോട്ടെ, തദ്ദേശ ഭരണ തലത്തിലായിക്കോട്ടെ, DPC തലത്തിലായിക്കോട്ടെ, ഏത് തലത്തിലായാലും എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്ന് അപ്പോൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോ മറ്റുപാധികളിലോ ജനങ്ങളെ അറിയിക്കാൻ, പരസ്യപ്പെടുത്താനുള്ള ബോധപൂർവമായ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവണം. അത് പാലിക്കപ്പെടണം എന്നുള്ളതാണ്. 2, അതിന് ആവശ്യമായ ധനവിനിയോഗ ഘട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു ധനവിനിയോഗ പത്രിക ജനങ്ങളിലേക്ക് എത്താൻ കഴിയണം. 3, പദ്ധതികളായാലും പ്രവർത്തനങ്ങളായാലും പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു പൂർത്തീകരണ പത്രിക ഈ 3 ഘട്ടങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനം നടത്തുകയും ചെയ്യുക, തിരുത്തലിലേക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഏതെല്ലാം തട്ടുകളിൽ അല്ലെങ്കിൽ തലങ്ങളിൽ ഇത് നടത്തണം എന്നതിനെക്കുറിച്ച് കൂടി ഞാനൊരു അഭിപ്രായം മുന്നിൽ വെക്കുകയാണ്. 1, സ്ഥാപന തലത്തിലുള്ള പരിശോധന വേണ്ടി വരും, അവലോകനം വേണ്ടി വരും. 2, വികസന പ്രക്രിയയുടെ തലത്തിലുള്ള പരിശോധന വേണ്ടി വരും. NRES-ലൊക്കെ അത് തുടക്കത്തിൽ തന്നെ വന്നിരുന്നതാണ്. 3, സേവന നിർവഹണം. അവിടെയാണ് ഗുണഭോക്തൃ ഘടകങ്ങൾ ഉൾപ്പെടെയുള്ളത് കടന്നു വരുന്നത്. പെർമിറ്റേൻ്റെ ആയാലും മറ്റു കാര്യം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ സ്ഥാപന തലത്തിൽ ആന്തരികവും ബാഹ്യവുമായ അവലോകന പ്രക്രിയയ്ക്ക് നമുക്ക് സാധ്യത ഉറപ്പുവരുത്തണം, അതിന് വിധേയമാക്കപ്പെടണം എന്നുള്ളതാണ്. വികസനകാര്യ ഘടകങ്ങളിൽ നമ്മളിപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ള കർമ്മസമിതിയെ തന്നെ നമുക്ക് ഈ അവലോകന സമിതികളാക്കി മാറ്റിക്കൊണ്ട് അവയെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. സേവന മേഖലയിൽ നിർവഹണ പരിശോധന എന്നത് ഇപ്പോൾ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു വഴി നടക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതത് ഘട്ടത്തിലുള്ള നിർവഹണ പരിശോധന ഉണ്ടാകണം എന്നുള്ളതാണ്. 3ാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു സാധ്യത സാമൂഹ്യ അവലോകനത്തിൻ്റെതാണ്.
അത് ഗ്രാമസഭകളെ സാമൂഹ്യ അവലോകന ഘടകങ്ങളാക്കി മാറ്റണം എന്നുള്ളതാണ്. തദ്ദേശ ഓംബുഡ്സ്മാനാക്കി അവയെ മാറ്റണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ആശയം. ഇവിടെ ശിവകുമാർ സാർ പ്ലാൻ ഓംബുഡ്സ്മാനെ കുറിച്ച് പറഞ്ഞു. അതുൾപ്പെടെയുള്ളത് രൂപപ്പെടുത്തിക്കൊണ്ടുള്ള അടിസ്ഥാന ഘടകമായിട്ട് ഈ ഗ്രാമസഭകൾ വരണം. പക്ഷെ ഗ്രാമസഭകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഉയർന്ന തലത്തിൽ പരിശോധിക്കാൻ നമുക്കൊരു പ്ലാൻ ഓംബുഡ്സ്മാന്റെ സാധ്യതയുണ്ട്. പങ്കാളിത്ത സമിതികളുടെ സാധ്യതയും ഇവിടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അത് ഒരുപക്ഷെ നേരത്തെ നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുള്ള നീർത്തടാധിഷ്ഠിത സമിതികളാകാം, അതല്ലെങ്കിൽ സാങ്കേതിക സമിതികളാകാം, ജില്ലാ തലത്തിലോ അതിന് താഴെ തലത്തിലോ ഉള്ള, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്ലാൻ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓംബുഡ്സ്മാൻ എന്ന നിലയിലുള്ള ഒരു സാധ്യത ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാം. അങ്ങനെയുള്ള പങ്കാളിത്ത നിരീക്ഷണ സമിതികളെയും കൂടി ഇതിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അഴിമതിയുടെ അംശമേ ഇല്ലാത്ത നിലയിലേക്ക് ഈ പ്രക്രിയയെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന് ലെജിറ്റിമസി കൂടി സൃഷ്ടിക്കാൻ കഴിയണം എന്നുള്ള അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനം. പാനലിസ്റ്റുകളോട് ചോദ്യം, നിങ്ങൾ ഒരാളും സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞില്ല. നിങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഉള്ള പറയാനുള്ള ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ കൂടി ഉണ്ട്. ഞാനത് എന്റെ പോയിന്റ് അതെല്ലാം വിട്ടുപോയത്. ഞാൻ പറഞ്ഞു എന്റെ പറഞ്ഞു ഞാനതില് സോഷ്യൽ ഓഡിറ്റ് അതില് എന്നെ ഒഴിവാക്കല്ലേ, ഞാനിവിടെ ഓൺലൈനിൽ കാത്തു നിൽക്കുന്നു. ഇതില് പല പോയിന്റുകളും യോജിക്കുന്നു. ഭരണ നേതൃത്വം അഴിമതി ചെയ്യില്ലെങ്കിൽ തദ്ദേശ തലത്തിലായാലും അതിൽ വലിയ കുറവുണ്ടാവും. ഈ ജനകീയാസൂത്രണത്തിന്റെ ആദ്യ കാലത്ത് നല്ല പൊതുപ്രവർത്തകരും ട്രാൻസ്പാരൻസിയും ഇത് ചേർന്നിരുന്നു. അവരെ പിന്നോട്ട് പോയി ട്രാൻസ്പാരൻസി ഒരു പൊതുസമ്മതി നേടി മുന്നോട്ട് പോയതുമില്ല. ഒരു കാലത്ത് നമ്മൾ നിയമചട്ടങ്ങളുടെ വലിയൊരു മാറ്റത്തിന്റെ കുത്തൊഴുക്കുണ്ടാക്കി. അത് സൃഷ്ടിച്ച ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ മുതലെടുത്തിട്ടാണ് പലരും അത് തിരിച്ചു പോകാൻ ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതില്ല. അതുകൊണ്ട് നല്ലത് എത്തില്ല, അതുകൊണ്ട് നമുക്ക് പിറകോട്ട് പോവുകയാണ് എന്നത് പ്രചരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി. നല്ല ഉദാഹരണം ജനകീയ കമ്മിറ്റികളുടെ മികച്ച നിർവഹണ പ്രവർത്തനങ്ങളെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വകുപ്പുകൾ തകർത്തു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രൊഫഷണൽ ആളുകളുടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയൊരു വിഭാഗത്തിന്റെ ഏറ്റവും ശരിക്കും നല്ല നിർമ്മിതികളെങ്കിലും ഉണ്ടാവട്ടെ, ഒരു സംസ്കാരം ഉണ്ടാവട്ടെ എന്ന് അവർ കരുതിയില്ല എന്നുള്ളത് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഴിമതിയുടെ കാര്യത്തിൽ ശിവകുമാറിന്റെ അവിടെ മാപ്പ് ചോദിച്ചുകൊണ്ട്, കാരണം വെച്ചാൽ അത്രയും ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവര്. പക്ഷെ ഉദ്യോഗസ്ഥ അഴിമതിയാണ് മറ്റെല്ലാ അഴിമതിക്കും മറയാക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥന്റെ ഒപ്പില്ലാതെ പിന്നെ ഒരഴിമതി നടക്കില്ല. അപ്പൊ അതിനെ മറയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്റെ സർവീസ് ജീവിതകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് നല്ല അഴിമതിക്കാരല്ലാത്ത അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ രണ്ടുപേരും ഓഫീസിലുണ്ടെങ്കിൽ അഴിമതി നടക്കേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ വരുന്നുണ്ട്. അത് വളരെ പ്രയാസമാണ്, അവരല്പം സഹിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ പിന്നെ സേവനങ്ങളുടെ കാര്യത്തിൽ അത് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നിലവിലുള്ള നിയമങ്ങൾ ഒന്നും മറികടക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ പ്രാദേശിക ഭരണത്തിൽ നിലവിലുള്ള സമിതിക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മറ്റ് അഴിമതികൾ സുഖമായി നടത്താം എന്നുള്ളത് വളരെ വ്യാപകമാണ്. അതാണ് ഈ ട്രാപ്പിൽ നമ്മുടെ ജനപ്രതിനിധികൾ വല്ലാതെ കുടുങ്ങുകയും ചെയ്യുന്നുണ്ട്, നല്ലവര് എന്ന് പറയും. മറ്റൊന്ന്, ഈ അവസരം നൽകുന്ന നിയമവ്യവസ്ഥകളുണ്ട്. ഒരു അഴിമതിക്കാരനല്ലാത്ത ഒരു ജിയോളജിസ്റ്റ് അല്പം കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒട്ടും അഴിമതിക്കാരനല്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അത് പരിശോധിക്കപ്പെടണം. ഈ ഒരവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട്. അവിടെയാണ് നിയമത്തെ നമ്മൾ മാറ്റേണ്ടത്. ഇത്തരം എന്തൊക്കെ നിയമങ്ങളാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഓഡിറ്റിങ്ങിനെ മറയാക്കുന്നുണ്ട്. നമുക്ക് പെർഫോമൻസ് ഓഡിറ്റിൽ നാം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അറിയാം. ഈ അപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുമില്ല, നന്നായി ചെയ്യുന്നവർ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത്. കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, ഈ എൻഫോഴ്സ്മെന്റ് കാര്യത്തിൽ കേരളത്തിൽ നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ വളരെ പരാജയമാണ്. ഇമ്പോസ് ചെയ്യുന്നില്ല. നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുന്ന കാര്യത്തിൽ താല്പര്യക്കുറവുണ്ട്, പരിശീലനക്കുറവുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ശുചിത്വ നിയമങ്ങൾ, ആരോഗ്യ നിയമങ്ങളൊക്കെ ഇപ്പോൾ നടപ്പാക്കാൻ ഇതിൽ അങ്ങേയറ്റം കർശനമായി ചെയ്ത പഞ്ചായത്തുകളെയും കാണാം, ചെറുവിരലനങ്ങാത്ത ആൾക്കാരും കേരളത്തിലുണ്ട്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സാഹിത്യത്തിന് വലിയൊരു ഭാഗമുണ്ട്. അഴിമതി ഇവിടെ പറഞ്ഞ പോയിന്റ്, ജനകീയ ക്യാമ്പയിൻ ആവാം, അത് വേണം. അതിലെ പ്രധാനപ്പെട്ട സന്ദേശമാകുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ ഓഡിറ്റ്, സഖാവ് പറഞ്ഞ ഇതിലേക്ക് സോഷ്യൽ ഓഡിറ്റ്, ജൻ സുൻവായി എന്ന് പറയുന്നത് നമ്മുടെ അരുണ റിവ്യൂ ഒക്കെ നടത്തിയ രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള സംഗതികളിൽ കേരളത്തിൽ വളരെ ചെറിയ നീക്കങ്ങൾ മാത്രമേ ആ നിലയ്ക്ക് നടന്നിട്ടുള്ളൂ. കേരളത്തിൻ്റെതായിട്ടുള്ള ജൻസുൻവായികളുടെ ഒരു സംഗതി ഉണ്ടായി വരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നമ്മൾ 25 കൊല്ലം കഴിഞ്ഞു. ആ രീതിയിലുള്ള സോഷ്യൽ ഓഡിറ്റ്
ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഓഡിറ്റിംഗിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണം. മറ്റുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഉദ്യോഗസ്ഥ അധികാരം എന്നുള്ളത് സമിതിക്ക് ഏറ്റവും ചുരുങ്ങിയത് ക്വാറി, പ്രകൃതി വിഭവം, വൻകിട നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള അനുമതികളുടെ കാര്യത്തിലെങ്കിലും ഒരു ഓംബുഡ്സ്മാൻ കാര്യം അടിയന്തരമായിട്ട് ആലോചിക്കണം. പുതിയ ഉദ്യോഗസ്ഥർ ശിവകുമാർ പറഞ്ഞ പോലെ അഴിമതി കുറഞ്ഞവരാണ്, പക്ഷെ ജനകീയത ഒരു ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതിന് വലിയ ശക്തമായ പരിശീലനം ആവശ്യമുണ്ട്. ഈ ഹരിത കേരള മിഷൻ പോലെയൊക്കെ പല തലങ്ങളിൽ ഈ ബെസ്റ്റ് പ്രാക്ടീസസ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിനെ ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നദികളുടെ പുനരുദ്ധാരണം അതുപോലെ അങ്ങനെ ചെയ്ത പോലെ നമ്മുടെ ഒരു ഉയർന്ന സിവിൽ സമൂഹത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായി നടത്തേണ്ട പുതിയ കുറച്ച് പ്രവാഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു മിഷൻ പ്രവർത്തനത്തെ പറ്റി ആലോചിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. എനിക്ക് തോന്നുന്നു നമുക്കിനി ചർച്ചയ്ക്ക് പങ്കെടുക്കാനായിട്ട് ഇല്ല ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ആമുഖത്തിന്റെ സമയത്ത് ഞാൻ അത് ചുരുക്കിയാണ് പറഞ്ഞത്. ഒന്ന് സോഷ്യൽ ഓഡിറ്റ് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം. അത് ഗ്രാമസഭ സോഷ്യൽ ഓഡിറ്റിനുള്ള വേദിയാവുന്നുണ്ട്. തൊഴിലുറപ്പിൽ സോഷ്യൽ ഓഡിറ്റ് അതിന്റെ ഭാഗമായിട്ട് മാൻഡേറ്ററി ആണ്. പിന്നൊന്നുള്ളത് വിവരാവകാശ രേഖയാണ്. ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് ISO അംഗീകാരം കിട്ടിയ പഞ്ചായത്തുകളിൽ പോയി കഴിഞ്ഞാൽ, സ്ഥാപനങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും ആ സ്ഥാപനം നൽകുന്ന മുഴുവൻ സേവനങ്ങളും അവിടെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന് പറയുന്ന, അവരുടെ അവകാശത്തെ കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാര്യമാണ് ഇത്തരത്തിൽ വിവരാവകാശ രേഖ പ്രസിദ്ധീകരിക്കുന്നു. അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അത് അഴിമതി തടയുന്നതിനൊരു പ്രധാന കാര്യം തന്നെയാണ്. ഞാനത് ആദ്യം സൂചിപ്പിച്ചിരുന്നു, സുഹൃത്തും ആ കാര്യം സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സൂചിപ്പിച്ച കാര്യം ഞാൻ അതിൽ നിർവഹിച്ച ഒരു അനുഭവം കൂടി എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഞാനൊന്ന് പരാമർശിക്കാം. 1 മിനിറ്റ് മാത്രം എടുക്കട്ടെ. അത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രക്രിയയാണ്. അവർ കഴിഞ്ഞ പദ്ധതി കാലത്ത് 4 വർഷത്തെ, ശരിയായി പറഞ്ഞാൽ അവരുടെ നിർവഹണത്തിന് അവർക്ക് ലഭിച്ച 3 വർഷക്കാലത്ത് 35 പ്രോജക്റ്റുകൾ 10 സെക്ടറുകളായി എടുത്തുകൊണ്ട് അത് ഓരോ ഗ്രാമസഭയിലും ചർച്ച ചെയ്ത് 5 ഗ്രാമപഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളത്. ആ 5 ഗ്രാമപഞ്ചായത്തുകളിലും ജനസഭകൾ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതികൾ 3 തലത്തിലുള്ള പരിശോധനകൾ നടത്തി അവരുടെ റിപ്പോർട്ടുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഈ ഗ്രാമസഭകൾ, പഞ്ചായത്ത് തലത്തിലുള്ള സഭകൾ, വിദഗ്ധ സമിതികൾ ഈ 3 പരിശോധനകളുടെ റിപ്പോർട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഒരു ബ്ലോക്ക് തല ജനസഭയിൽ അവതരിപ്പിച്ച് 3 വിദഗ്ധാംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പാനലിസ്റ്റുകൾ അത് പരിശോധിച്ചുകൊണ്ടുള്ള അതിവിപുലമായ ഒരു പ്രക്രിയയ്ക്ക് അവർ ഇടയാക്കി. അത് ഓരോ ഘടകവും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. പദ്ധതി രേഖ പരിശോധിച്ചിട്ടുണ്ട്, ബെനിഫിഷ്യറി സെലക്ഷൻ പരിശോധിച്ചിട്ടുണ്ട്, നിർവഹണ ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ഫണ്ട് ഫ്ലോ പരിശോധിച്ചിട്ടുണ്ട്. ഓരോന്നും വിശദാംശങ്ങൾ പറയാൻ അവസരമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ വിദഗ്ധ സമിതി വിലയിരുത്തി നൽകിയ ശുപാർശ തൊട്ടടുത്ത ഘട്ടത്തിൽ അവരുടെ പഞ്ചായത്ത് ഭരണസമിതി പരിശോധിക്കുകയും സോഷ്യൽ ഓഡിറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിലേക്ക് പോവുകയും നടപടിക്രമ റിപ്പോർട്ടിലേക്ക് പോവുകയും ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ സമാപന യോഗത്തിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയതാണ്. അക്ഷരാർത്ഥത്തിൽ അത് നിർവഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാന തലം എന്ന നിലയിൽ ഗ്രാമസഭകളെ ഈ സാമൂഹ്യ ഓഡിറ്റ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാത്തതാണ് ബോധപൂർവ്വം. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ നമ്മളെ അടിക്കും. അതുകൊണ്ട് അത് പറയാം, സാമൂഹ്യ അവലോകനം എന്ന് ഞാൻ പ്രയോഗിച്ച് അതുകൊണ്ടാണ്. എൻ്റെ പേര് ജോസഫ്. ഇതിൽ അഴിമതിയുടെ കാര്യം പറഞ്ഞപ്പോൾ അഴിമതിയുടെ തുടക്കം ഇവിടെ ആരും പരാമർശിച്ചു കണ്ടില്ല. DPC അപ്രൂവൽ പദ്ധതി കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ വെറ്റിംഗ് നടത്തുന്നത് ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലാണ്. ഇപ്പോൾ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഒരു കൃഷി ഓഫീസർ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെറ്റ് ചെയ്യുന്നത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമാണ്. അവിടെയാണ് സമാന മാനസരാണ് വെറ്റിംഗ് ഓഫീസറും ഇംപ്ലിമെന്റിംഗ് ഓഫീസറും. ഒരു ജനകീയ തലം പ്രൊക്യൂർമെന്റ് കമ്മിറ്റി അതിൽ തന്നെ എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമുണ്ട്, അതാണ് സൂചിപ്പിക്കാം. ഇപ്പം തൈ, നമ്മുടെ പച്ചക്കറി തൈ സർക്കാർ
നിശ്ചയിച്ചിരിക്കുന്ന വില 2 രൂപ 50 പൈസയാണ്. പക്ഷേ 1 രൂപ 50 പൈസ കൊടുത്താൽ കിട്ടും. ആത്മയുടെ നഴ്സറി തന്നെ, കൃഷിഭവന്റെ ആത്മയുടെ നഴ്സറി തന്നെ കിട്ടും. അപ്പോൾ 3 ലക്ഷം തൈ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം വാങ്ങിച്ചു 2 രൂപ 50 പൈസ കൊടുത്തു. ഞാൻ ചോദിച്ചു 1 രൂപ 50 പൈസ കൊടുത്തു, അപ്പോൾ 3 ലക്ഷം രൂപ തൈയിൽ മാത്രം അഴിമതി നടന്നിട്ടുണ്ട്. 1 രൂപ 50 പൈസ മതി തൈക്ക്, പക്ഷേ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക 2 രൂപ 50 പൈസയാണ്. ആ ചെറിയ കാര്യത്തിൽ മാത്രം 3 ലക്ഷം രൂപയുടെ അഴിമതി നടന്നു. അതുപോലെ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിക്കും ജനകീയ തലമില്ല. ജനപ്രതിനിധികൾ മാത്രം ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് പ്രൊക്യൂർമെന്റ്. മോണിറ്ററിംഗ് സമിതികളാകട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ 90% തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ചലനാത്മകമായ ഒരു മോണിറ്ററിംഗ് സമിതി കാണില്ല. മോണിറ്ററിംഗ് സമിതിയെ എവിടെയും ചലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമ്മുടെ 10/2011 എന്ന് പറയുന്ന 11/2018 എന്ന് പറയുന്ന ഗൈഡ് ലൈനിൽ മോണിറ്ററിംഗ് സമിതിയെ കുറിച്ചും നേരത്തെ ഐസക് സാർ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ചെല്ലാം പ്രഖ്യാപിച്ചിരുന്ന കൃത്യമായ ഒരു നിർവചനം നൽകിയിട്ടില്ല. മോണിറ്ററിംഗ് സമിതികളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ല. ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോവുകയാണ് ഗൈഡ് ലൈൻ ചെയ്തിട്ടുള്ളത്. മോണിറ്ററിംഗ് സമിതികളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമായി ബൈൻഡപ്പ് ചെയ്യണം. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമായി മോണിറ്ററിംഗ് ബൈൻഡപ്പ് ചെയ്തുകൊണ്ട് യഥാസമയം എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ സമയത്ത് മോണിറ്ററിംഗ് റിപ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുകയും ആ റിപ്പോർട്ട് കൗൺസിലിന്റെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ മുന്നിൽ രേഖാമൂലം വയ്ക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരികയും ചെയ്യണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. പക്ഷേ മോണിറ്ററിംഗ് സമിതികളെ ചലിപ്പിക്കുവാൻ എത്ര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. എൻ്റെ പേര് സുരേഷ് കുമാർ, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. ഇവിടെ ജയജീവൻ സാറും ശിവകുമാർ സാറും മുനീഷൻ സാറും പറഞ്ഞതിനൊക്കെ യോജിക്കുകയാണ്. പക്ഷെ കൂടുതൽ യോജിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിനോടാണ്. നമ്മൾ കാണുന്ന ഒരു സ്ഥിതിവിശേഷം, ഗ്രാമപഞ്ചായത്ത് 1 ലക്ഷം രൂപ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ബ്ലോക്ക് പഞ്ചായത്തിന് 2 ലക്ഷം വേണ്ടി വരും, ജില്ലാ പഞ്ചായത്തിന് 4 ലക്ഷം വേണ്ടി വരും. പക്ഷെ MP LAD ആകുമ്പോൾ അത് 10 ലക്ഷത്തിന് മുകളിലേക്ക് പോകുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ താരതമ്യേന ഭേദം താഴെതലത്തിൽ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് നിർമ്മാണ പ്രവൃത്തികളുടെ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം സർവീസ് ഡെലിവറിയുടെ കാര്യത്തിൽ, അതെല്ലാം ഉണ്ണീഷൻ സാറ് പറഞ്ഞൊരു കാര്യത്തിൽ പ്രധാനപ്പെട്ട വളരെയേറെ സർവീസ് ഡെലിവറി ഇന്ന് ഈ ഇലക്ട്രോണിക്കലി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ആ രംഗത്ത് വളരെ വലിയ ഒരു ക്യാമ്പയിൻ താഴോട്ട് നടത്തിക്കൊണ്ട് എടുക്കാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വലിയ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ബെറ്റർ ഗവർണൻസ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ബിൽഡിംഗ് പെർമിറ്റ് അങ്ങനെയുള്ള ആ ഭാഗങ്ങളെ അത് ഒരു സിവിൽ സിറ്റീസിന് ഏറ്റവും കൂടുതൽ ആവശ്യം ആയി വരുന്ന ഒരു സാധനം കൂടിയിട്ടാണ്. പക്ഷെ ഇന്നുള്ള KPPR നിയമത്തിൽ വളരെയേറെ വ്യവസ്ഥകൾ, അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഈ പെർമിറ്റ് ചെയ്യുന്ന മറ്റേ ലൈസൻസുകളും വളരെ മോശമായിട്ടുള്ള ചില അവകാശങ്ങൾ അവർക്ക് ഈ റൂളിൽ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് മാറ്റിക്കൊണ്ട് കുറേയും കൂടെ സുതാര്യത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ബാക്കി ഒട്ടേറെ കാര്യങ്ങൾ ജയചന്ദ്രൻ സാർ പറഞ്ഞതിൽ അപ്പുറം പറയേണ്ടത് ഇപ്പൊ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇതാണ് എന്റെ കാര്യം. ഞാൻ ജോയ് ഇളമൺ. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മൊത്തത്തിൽ തദ്ദേശ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഈ സാമൂഹിക ഓഡിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമൂഹിക ഓഡിറ്റിന്റെ രീതിശാസ്ത്രം അതിനെ പല കാരണങ്ങളാൽ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പല രൂപത്തിലാക്കി എന്നതാണ്. അത് സാമൂഹികവും ഇല്ല ഓഡിറ്റും ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറുന്നു. അത് പ്രധാന കാരണം മുകളിലേക്ക് അയക്കേണ്ട റിപ്പോർട്ട് എന്ന നിലയിലേക്ക് അതിനെ മാറ്റിയെടുത്തോണ്ടാണ്. അത് താഴെത്തട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് താഴെത്തട്ടിലെ ഭരണസംവിധാനം ശക്തിപ്പെടുത്തുന്നത്. അപ്പൊ പുതിയ രീതിശാസ്ത്രം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ അതിന് കൂടുതൽ ചർച്ചയ്ക്ക് സാധിക്കും. 2, നമ്മുടെ പെർഫോമൻസ് ഓഡിറ്റ് അതിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ അത് പെർഫോമൻസ് ഓഡിറ്റ് എന്ന നിലയിലേക്ക് തന്നെ ശക്തിപ്പെടുത്തണം. അതിന്റെ വാക്കുകൾ പേരുകൾ മാറ്റിയാൽ പെർഫോമൻസിനും അപ്പുറത്തേക്ക് ഉള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ അത് കൺകറന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സാമൂഹ്യ ഓഡിറ്റ് കൃത്യമായിട്ട് പുതിയ രീതിശാസ്ത്രം ജനകീയമായിട്ടുള്ള ഓഡിറ്റ് എന്നുള്ള രീതിയിലേക്കാണ് അതിനെ കൊണ്ടുവരുന്നത് സാമൂഹ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആദ്യത്തെ ചർച്ചയിൽ വന്നതാണ്, നമ്മുടെ ഗ്രാമസഭകളിൽ ഒരു ഗ്രാമസഭ പൂർണ്ണമായും സാമൂഹ്യ ഓഡിറ്റിന്റെ വേദി തന്നെയായി മാറണം. അത് 4ാമത്തെ ഗ്രാമസഭ എന്ന് പറയുന്നത്
സാമൂഹിക ഓഡിറ്റിന്റെ ഗ്രാമസഭയായി തന്നെ മാറാനും അതിനുശേഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിന്റെ കൂടെ പശ്ചാത്തലത്തിൽ വേണം വാർഷിക പദ്ധതി രൂപീകരണം നടക്കുന്നത്. വിശ്വംഭര പണിക്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയാണ്. അഴിമതിയെ കുറിച്ച് പറഞ്ഞ കുറെ പരാമർശങ്ങൾ യോജിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പൊതുവെ അഴിമതിയിലേക്ക് പോകുന്നു എന്നൊരു വിലയിരുത്തലിലേക്ക് പോകുന്നത് ശരിയല്ല. അഴിമതി ഇന്ന് സമൂഹത്തിൽ എല്ലായിടത്തും കാണുന്നതുമായി താരതമ്യം ചെയ്താൽ ലോക്കൽ ബോഡീസ് വളരെ കുറവാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അഴിമതിയേക്കാൾ നേരെ വർദ്ധിച്ചുള്ളത് പക്ഷേ സ്വജനപക്ഷപാതമായിരിക്കും. ബെനിഫിഷ്യറി സെലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സ്വജനപക്ഷപാതം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാവും. അല്ലാതെ ജനപ്രതിനിധികൾ പൈസ വാങ്ങുന്നു, അത് പേഴ്സൻ്റേജ് പറയുന്നു എന്നുള്ളതൊക്കെ ഉള്ളത് വളരെ അപൂർവമായി കാണുന്ന ഒരു സംഭവമായിരിക്കും. ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധ ഞങ്ങൾ പെട്ടിട്ടുമില്ല. ഇത് പരിഹരിക്കാൻ കഴിയുന്നത് ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ സോഷ്യൽ ഓഡിറ്റ്, അത് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ മിനിസ്റ്റർക്ക് എഴുതി കൊടുത്തുള്ള ഒരു പോയിന്റാണ്. സോഷ്യൽ ഓഡിറ്റ് ശക്തമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് പല വിഷയങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തിയതുപോലെ തന്നെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് വളർത്തിക്കൊണ്ട് വന്നാൽ അഴിമതിയെ കുറെ തടയാൻ കഴിയും. പ്രത്യേകിച്ചും നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ഒരു പഞ്ചായത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അത് ഗ്രാമസഭയിൽ റിപ്പോർട്ട് ചെയ്യുകയും ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ആ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ ഒരു അവബോധം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അഴിമതി നല്ല രൂപത്തിൽ നമുക്ക് തടയാൻ കഴിയും. ജനകീയാസൂത്രണ പ്രസ്ഥാനം വളർന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അഴിമതി ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്യൂറോക്രാറ്റുകളെ പരിശോധിച്ചാലും ലോക്കൽ ബോഡീസിലെ ബ്യൂറോക്രാറ്റുകൾ വളരെ അഴിമതി കുറവുള്ളവർ, വളരെ അപൂർവമായിട്ട് മാത്രം കാണുകയുള്ളൂ. അല്ല ഒരു സർട്ടിഫിക്കറ്റിന് പൈസ വാങ്ങുന്നവരോ ഏതെങ്കിലും ഒരു സർവീസിന് പൈസ വാങ്ങുന്നവരൊന്നും ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ കാണാൻ കഴിയില്ല. വളരെ റെയറസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ നിലയിൽ അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെ നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒറ്റപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നുണ്ടോ? അങ്ങനെ ഒരു തന്നെ ഒരു സാമൂഹികവൽക്കരിക്കുന്നത് ശരിയല്ല. ആ നിങ്ങളുടെ ഡിസ്കഷനോട് തന്നെ യോജിക്കാൻ കഴിയുന്നില്ല. ഇത് ഒട്ടേറെ അഴിമതികൾ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് കുറെ കൂടി ഇല്ലാതാകുന്നതിന് മോണിറ്ററിങ്, സോഷ്യൽ ഓഡിറ്റ് അടക്കമുള്ള ജനകീയ ഇടപെടലിൽ കൂടി അത് പരിഹരിക്കാൻ കഴിയും. ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകാര്യമായിരിക്കും. അതായിരിക്കും കുറെ കൂടി അഭികാമ്യം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സമയ പരിമിതിയുണ്ട്. ഓക്കെ, ജനകീയാസൂത്രണത്തിന്റെ അവസാനം കേരളത്തിലെ 2000-3000 ഗുണഭോക്തൃ സമിതികളെ സർവേയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികൾ പൂരിപ്പിച്ചതെന്നാണ് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ നിഗമനം ഏതെല്ലാം മേഖലയിൽ ഓരോ ഘട്ടത്തിലും എവിടെ അഴിമതി ഇല്ലാതായി, എവിടെ അഴിമതി ബാക്കിയുണ്ട്, എവിടെ അഴിമതി രൂക്ഷമാണ് എന്ന് കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചത്. അന്ന് നമ്മൾ ബാധിച്ചു വന്നത് വളരെ കുറഞ്ഞു. 20 വർഷത്തിന് ശേഷം വീണ്ടും നോക്കുമ്പോൾ അവിടെ നിന്ന് മെച്ചപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. അന്ന് ഇതിനൊക്കെ ഈ പ്രവണതകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ വെച്ച കാര്യങ്ങൾ അത് മുന്നോട്ട് പോയില്ല. ഗുണഭോക്തൃ സമിതി തന്നെ പോയി. ഇനിയിപ്പോ കൊണ്ടുവരണമെന്ന് ഞാൻ പറയത്തില്ല. അന്നും തർക്കമുണ്ട്, ഇതാണോ വേണ്ടത്, ടെൻഡറിങ് പ്രോസസ് ശരിയാക്കുകയാണോ വേണ്ടത്, വലിയ തർക്കം. പിന്നെയുള്ളത് സോഷ്യൽ ഓഡിറ്റാണ്. ഇപ്പൊ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സിറ്റിസൺസ് ചാർട്ടർ, പൗരാവകാശ രേഖയുണ്ടെങ്കിലും ജോയ് പറഞ്ഞ ശരിയാ, രീതിശാസ്ത്രം എന്താ, ജനങ്ങൾ പരാതിപ്പെടണം, പേര് പറയണ്ട, എഴുതിയിടാം. ഇന്ന റൈറ്റിന് ഞാൻ ഇന്ന ദിവസം ഇങ്ങനെ ചെന്നിട്ട് അത് കിട്ടിയില്ല. ഞാൻ ശരിയാവട്ടെ തെറ്റാവട്ടെ, ആ സ്ഥാപനത്തിന്റെ ജീവനക്കാർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ആ മറുപടിയും ജനങ്ങളുമായിട്ടിരുന്നിട്ട് വാല്യൂറ്റ് ചെയ്യണം. നമ്മൾ 2 വട്ടം നടക്കൂ രംഗന്മാർ. സോ നമുക്ക് ഈ സോഷ്യൽ ഓഡിറ്റ് പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഇപ്പൊ അറിയാവുന്ന ഉപയോഗിക്കുന്ന പേരെന്നുള്ള രീതിയിൽ, അതും സിറ്റിസൺസ് ചാർട്ടർ പ്രഖ്യാപിച്ചുകൊണ്ടായില്ല. അതിനുശേഷം സോഷ്യൽ ഓഡിറ്റും കൃത്യമായിട്ടും വേണം.
കൂടുതൽ ജനകീയമായിട്ട് മാറ്റാം. ഇലക്ട്രോണിക് ഡിജിറ്റലൈസേഷൻ നിശ്ചയമായിട്ടും അത് നമ്മള് എന്താ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് കിഫ്ബിയെ കുറിച്ച് പറഞ്ഞത്, ഇത്രയും ആക്ഷേപം കിഫ്ബിയെ കുറിച്ച് നടക്കുന്നു. ഒരാളും അഴിമതിയെ കുറിച്ച് ആക്ഷേപിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരാൾ പണം മേടിച്ചെന്നോ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തെന്നോ ആക്ഷേപം വന്നിട്ടില്ലല്ലോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ സിസ്റ്റം ഈ രീതിയിൽ നമ്മളൊന്ന് ഒരു സിസ്റ്റം അനാലിസിസ് നടത്തണം, ഒരു പരിശോധന നടത്തണം, എങ്ങനെ ഇത് ഇനിയും കുറക്കാം. അപ്പോ ഇത് ആരാളും തെറ്റിദ്ധരിച്ചു പോണ്ട, ഇവിടെ എന്തോ അഴിമതി ഭയങ്കരമായിട്ട് നടക്കുകയാണെന്നത്. പക്ഷെ അന്ന് കുറഞ്ഞ അഴിമതിയിൽ നിന്ന് നമ്മൾ താഴേക്കല്ല വന്നത്, പല സ്ഥലങ്ങളിലും മോശപ്പെടുകയാണ് ചെയ്തത്. ഇത് തിരുത്തേണ്ടതാണ്. വിജയാനന്ദാണ്. ഒരു പോയിന്റ് പറയാൻ പറ്റും? ആരോ ഒരു പോയിന്റ് പറഞ്ഞു. ഞാൻ വിജയാനന്ദാണ്. ഞാൻ ഓൺലൈനിലാണ്. ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അഴിമതി ലോക്കൽ ഗവൺമെന്റിൽ കുറവാണ്. ഞാൻ അതിനെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 25 വർഷത്തിൽ ഇൻക്രീസിങ് ഗ്രാഫാണ്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, അനക്ഡോട്ട്സ് മാത്രമല്ല. രണ്ടാമത്തെ പോയിന്റ്, സോഷ്യൽ ഓഡിറ്റ് ഞാൻ സർവീസ് ചെയ്തിരുന്നപ്പോൾ അവസാന വർഷം ഡൽഹിയിൽ നിന്ന് വീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സോഷ്യൽ ഓഡിറ്റ് മുഴുവൻ. കഴിഞ്ഞ 4 വർഷം ഈ സോഷ്യൽ ഓഡിറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ വീക്ഷിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കേരള ഇസ് റേറ്റഡ് ആസ് വൺ ഓഫ് ദി പുവർ പെർഫോമേഴ്സ് ഇൻ സോഷ്യൽ ഓഡിറ്റ്. അത് എന്ത് രീതിശാസ്ത്രമായിരുന്നാലും ശരി, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് ഉണ്ണി പറഞ്ഞ ഒരു പോയിന്റാണ്. ഇന്ന് സോഷ്യൽ ഓഡിറ്റ് ജൻ സുൻവായി എന്നുള്ളത് ജൻ സൂചന എന്നുള്ള ഒരു കൺകറന്റ് സോഷ്യൽ ഓഡിറ്റ് മോഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ഇലക്ട്രോണിക് ആണ്. വി ഷുഡ് ഗോ. വൺ മോർ പോയിന്റ്, we have the most powerful ombudsman not only in India but in the world. അത് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു സിമ്പിൾ നോട്ടീസ് ബോർഡ് ഇൻ ഈച്ച് പഞ്ചായത്ത്, ഇവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് ദ ഓംബുഡ്സ്മാൻ എന്ന് അഡ്രസ് കൊടുത്താൽ ഇന്ന് യു ഹാവ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓംബുഡ്സ്മാൻ. ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാനുണ്ട്. താങ്ക് യു. ഡോക്ടർ ഐസക്കിന്റെയും വിജയാനന്ദ് സാറിന്റെയും പ്രതികരണങ്ങൾ ശരിക്കുള്ളൊരു ക്രോഡീകരണം തന്നെയാണ്. ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ക്രോഡീകരണം നടത്തുന്നതിന് ശ്രീ VG ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. 2 മിനിറ്റ് കൊണ്ട് തീർക്കണേ. ഹലോ ഹലോ കേൾക്കാമോ? പറഞ്ഞോളൂ വിജി, പറഞ്ഞു. ശരി, ഓക്കെ. ഞാൻ 2 മിനിറ്റ് തന്നെ മതി, കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ജനകീയാസൂത്രണത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന പോലെ നമ്മളൊരു ക്ലീൻ സ്ലേറ്റിലല്ല കേരള സമൂഹം നിൽക്കുന്നത്. വളരെയധികം പോറലുകളും ഏറ്റിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതില് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ അഴിമതി തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വവും ബ്യൂറോക്രസിയും ഒക്കെ തന്നെ കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ മോശം നിലയിലേക്ക് പോകാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം അതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തത്, എന്ത് നടക്കുന്നു എന്ന് ഓരോ സമയത്തും അതിന്റെ ആസൂത്രണത്തിൽ, നിർവഹണത്തിൽ, അവസാനമുള്ള സോഷ്യൽ ഓഡിറ്റിംഗിൽ വരെ ജനങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ടൂൾസ് മാത്രം മതി എന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ അഴിമതി മുക്തമാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈച്ചയില്ലാത്ത ചൈനയെ ഉണ്ടാക്കാൻ മാവോ പറഞ്ഞ വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയൊക്കെ നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇതിനെ എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ സിസ്റ്റമിക് ഫെയിലിയർ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പണി മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, പണം ചെലവാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ ചെയ്യപ്പെടുമ്പോൾ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് ജനകീയാസൂത്രണത്തിലെ എല്ലാ മീറ്റിങ്ങുകളിലും എത്ര പണം ചെലവഴിച്ചു എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരു പ്രോഗ്രാമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പണം ചെലവാക്കുന്നതിലേക്ക് നയിക്കപ്പെടുന്ന വഴികൾ തീർച്ചയായിട്ടും അഴിമതിക്ക്, വെട്ടിപ്പിന് ഒക്കെ തന്നെ ഇടയാവുന്ന നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, എത്രത്തോളം ജനകീയമായിട്ട് പ്രവൃത്തികൾ, ലോക്കൽ ബോഡികളുടെ പ്രവൃത്തികളൊക്കെ തന്നെ മൈക്രോ ലെവലിലുള്ളതാണ്. അത് പരമാവധി ജനകീയമായിട്ട് നടക്കാനായിട്ട് ഇടവരണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അന്ന് ഡോക്ടർ ഐസക് പറഞ്ഞ പോലെ ഗുണഭോക്തൃ സമിതികളെ നമ്മൾ വിലയിരുത്തുമ്പോൾ കണ്ടത് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പണം കയ്യിൽ നിന്ന് പോയവരും ആത്മഹത്യ ചെയ്തവരും നാടുവിട്ടവരൊക്കെ ഉണ്ട്. ഇന്ന് അങ്ങനെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ജനകീയ സമിതികൾക്ക് കൊടുത്തുകൊണ്ട് പബ്ലിക് വർക്ക്സ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി പരിശോധിക്കണം. സ്വാഭാവികമായിട്ടും
ലോക്കൽ ലെവലിൽ ഉണ്ടാകുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒക്കെ തന്നെ ഇതിന് നമുക്ക് വളരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന സംഗതിയുണ്ട്. അവസാനത്തെ പോയിന്റ്, പുതിയ തലമുറയിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥര്, അത് യങ്സ്റ്റേഴ്സ്, അവര് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട പൊളിറ്റീഷ്യൻസ്, ഇതിനെ രണ്ടിനെയും കൂടി എത്രത്തോളം ജനകീയാസൂത്രണം പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ അവസാനത്തെ ഒരു പോയിന്റ് കൂടി നേരത്തെ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പറയാണ്. ജനകീയാസൂത്രണം, ഞാൻ താഴെത്തട്ടില് ഒരു ലോക്കൽ ബോഡിയുടെ ആസൂത്രണ വൈസ് ചെയർമാനാണ്. ഞാൻ പതുക്കെ ഒരു താല്പര്യപൂർവ്വം പഠിക്കാനായിട്ട് താഴെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഉള്ള പുതിയ തലമുറയില് ബഹുഭൂരിപക്ഷവും ജനകീയാസൂത്രണം, ലോക്കൽ പ്ലാനിങ് എന്താണെന്ന് അറിയില്ല. നമ്മൾ ക്യാമ്പയിൻ രൂപത്തില് അതിന്റെ ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടി കൂടി ഇതിന്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടത്തണം. ഓക്കെ, സെഷൻ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ സങ്കീർണമായ പ്രശ്നം വളരെ കാര്യക്ഷമമായ രീതിയിൽ ചെയർ ചെയ്ത ഡോക്ടർ സീമയ്ക്കും കൂടെ ഉണ്ടായിരുന്ന ഡിസ്കഷൻ ഇനിഷ്യേറ്റീവ്സിനും ഒത്തിരി നന്ദി. എല്ലാവരും ചായ കഴിഞ്ഞ് 3:45 മഴ അധികം ആസ്വദിക്കാതെ തിരിച്ചു വരണം കേട്ടോ. നല്ല മഴ പെയ്യുന്നു. എല്ലാവരും എത്തിച്ചേരാം 3:45.
ചായ കഴിച്ചു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. മഴ പ്രമാണിച്ചൊരു നീണ്ട ചായ ബ്രേക്ക് ആയിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തുടങ്ങാൻ പോവാണ്. എല്ലാവരും അകത്തേക്ക് വരിക ഉള്ളവര്. ഓക്കെ, ദിസ് സെഷൻ ഈസ് ഗോയിങ് ടു ബി ഈ സെഷൻ ചെയർ ചെയ്യുന്നത് പ്രൊഫസർ പി ശിവാനന്ദനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനുമായി പ്രൊഫസർ ജോസ് ചാത്തക്കുളം, ശ്രീമതി ബീന ഗോവിന്ദൻ, പ്രൊഫസർ തോമസ് ഉഴവത്ത് ആൻഡ് ഡോക്ടർ UP അനിൽകുമാർ. ഇത്രയും പേര് ഡയസിലേക്ക് വരണം. റപ്പോർട്ടിയർ ഓൾസോ അറൗണ്ട് എത്തിയിട്ടുണ്ട്. ശ്രീ സജിത് എസ്. All of you please come to the dais. Right. നമുക്ക് അടുത്ത സെഷൻ സമയത്ത് തുടങ്ങേണ്ടതാണ്. നമുക്കറിയാം രാവിലെ 1 മണിക്കൂറാണുള്ളത്. അതെല്ലാം ഇത് ചെയർമാൻ മോഡറേറ്റർ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കറിയാം. ഭരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് പ്രൊഫസർ ശിവാനന്ദനിലേക്ക്. സുഹൃത്തുക്കളെ, ഈ സെഷൻ SCP TSP അതിനെക്കുറിച്ചും പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ എന്നതിനെക്കുറിച്ചുള്ളൊരു ആലോചനയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് SCP TSP ആയിട്ട് മാറുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് അവരുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന റവന്യൂ ഷെയറാണ് ഇത്. നമുക്കറിയാം, അവരുടെ പഴയ ചരിത്രത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സമൂഹത്തിന് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട 2 വിഭാഗങ്ങളാണ്. സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഇന്നും അവർ എത്തിപ്പെട്ടിട്ടില്ല. അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ജനസംഖ്യാനുപാതികമായ തുക മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഇന്ത്യയിലാകെയുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കിയാൽ കേരളത്തിലാണ് അവർക്ക് നിയതമായ തുക മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിൽ പോലും അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഷെയർ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ അല്പം സ്ഥിതി വ്യത്യസ്തമാണ്. ചില വർഷങ്ങളിൽ അല്പം കൂടുതലെങ്കിലും വെച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇത് താഴെ തട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെലവഴിക്കുന്നു, അത് അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മാറ്റിവെച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് വേണ്ട രീതിയിൽ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും അത് അവർക്ക് പ്രയോജനകരമാകുമെന്നുള്ള രീതിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവരെ നമ്മൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും മറ്റു വിഭാഗങ്ങളോടൊപ്പം ഉയർത്താൻ കഴിയുള്ളൂ. ഇവിടെയാണ് SCP TSP പറ്റി നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ കാണുന്നത് ഇതുവരെയുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് ഈ മിസ്മാച്ചാണ്. തുക മാറ്റിവെക്കുന്നു, പക്ഷേ വേണ്ട രീതിയിൽ അത് ചെലവഴിക്കുന്നില്ല, അവരുടെ എത്തുന്നില്ല. നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞുകൊണ്ടുള്ള കറപ്ഷൻ വളരെയധികം നടക്കുന്ന ഒരു മേഖലയാണിത്. കാരണം അവരെ അത് ചോദിക്കാനും അതിന് പ്രതികരിക്കാനുമുള്ള കഴിവില്ലായ്മയാണ് ആയിരിക്കാം എന്ന് മറ്റുള്ളവർ ധരിക്കുന്നതായിരിക്കാം അതിന് കാരണം. അതിനു വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് ഇതിനു വേണ്ടി ഒരു നിയമമില്ല. ഈ പണം വേണ്ട രീതിയിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് വരുത്താനും, അഥവാ അങ്ങനെ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം കാണാനുള്ള ഒരു മാർഗമില്ല. അതിന് SCP TSP ആക്ട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. 2-3 സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്. കർണാടക, തെലങ്കാന, ആന്ധ്ര, ഈ 3 സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ആക്ടിൽ പറയുന്നത് പലരും വെള്ളം ചേർത്തതാണ്. കുറേയേറെ മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾ കടന്നുകൂടിയത് കാരണം അവർക്ക് അത് ഡൈല്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ട്, എങ്കിലും അവിടെ ഒരു ആക്ട് ഉണ്ട്.
ഈ ആക്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുകയും മാത്രമല്ല ഒരു സെൻട്രൽ ആക്ട് കൂടി ഉണ്ടായാൽ വളരെ നല്ലത്. അത്തരത്തിലുള്ള ഒരു ശ്രമം അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിഭാഗത്തെ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞ 2 വിഭാഗമാണ്. അവരെ സ്വാശ്രയരാക്കുക. കാരണം നാളിതുവരെ നൂറ്റാണ്ടുകളായി ആശ്രിതരായി കഴിയുന്ന 2 വിഭാഗങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഈ റിസോഴ്സ് അവർക്ക് ഉപകരിക്കും. അത് വേണ്ട രീതിയിൽ ചെലവഴിക്കൽ, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആശ്രയത്തിൽ നിന്ന് സ്വാശ്രയത്തിലേക്കുള്ള ഒരു പന്ഥാവാണ് ഈ റിസോഴ്സ് മാറ്റിവെക്കുക എന്നുള്ളത്. അത് വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ പ്രസക്തി വളരെയധികം ഉള്ളത്. ഈ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ 1-2 ഉദ്യോഗസ്ഥന്മാർക്ക് പണിഷ്മെന്റ് വരെ കിട്ടി. അവര് ഈ തുക മറ്റു രീതിയിൽ ചെലവഴിച്ച് അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരുപാട് കഥകൾ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഭാഗത്തിൽപ്പെട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനും മാത്രമല്ല ഈ ജനകീയാസൂത്രണത്തില് അവരുടെ പങ്ക്, അവർക്ക് എന്താണ് വികസനത്തിന് അവർക്ക് ആവശ്യമുള്ളതെന്ന് അവരോട് തന്നെ ചോദിച്ച് അതിന് വേണ്ട പരിഹാരമാണ് വേണ്ടത്. മുകളിൽ തട്ടിൽ നിന്ന് താഴേക്ക് നടക്കുന്ന ആ പ്ലാനിംഗ് പ്രോസസ്സിന് പകരം നമ്മൾ ജനകീയാസൂത്രണത്തിൽ വിവക്ഷിക്കുന്നത് പോലെ താഴെത്തട്ടിൽ നിന്നുള്ള ഈ ജനവിഭാഗത്തെ കൂടി എടുത്തുകൊണ്ട് അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടത് എന്താണ്, ഞങ്ങൾക്ക് ഇന്നതാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഇന്നത് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ഒരു പങ്കാളിത്ത മനോഭാവം അവിടെ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഈ SEP TSP ചെലവഴിക്കുന്നതിൽ അവരുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടി ജനകീയ ആസൂത്രണത്തിൽ അവർക്കൊരു മുന്തിയ പങ്ക്, അവരുടെ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പങ്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള ഒരു നിയമനിർമ്മാണവും ഒരു ഭരണ വ്യവസ്ഥയുമാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സെഷൻ അത്തരത്തിലുള്ള ഒരു അവലോകനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാൻ പാനലിസ്റ്റുകളായ പ്രൊഫസർ ജോസ് ചാത്തുകുളം, പ്രൊഫസർ ഷൈഖീന, ശ്രീമതി ബീന ഗോവിന്ദൻ, പ്രൊഫസർ തോമസ് ഉഴവത്ത്, ഡോക്ടർ ഷൈലൻ ഡേവിസ്, UP അനിൽകുമാർ, ഇവരാണ് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ശ്രീ ജോസ് ചാത്തുകുളത്തെ ക്ഷണിക്കുകയാണ്. Respected moderator, Professor Shivanandan, and respected dears. എനിക്ക് ആദ്യമായി 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് നമുക്ക് ഈ SEPയും TSPയും ഡിവല്യൂഷൻ നടത്തി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ SEPയും TSPയും ഡിസ്ട്രിക്ട് ലെവലിൽ വരെ എത്തും എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലല്ല, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് ഡിസപ്പിയർ ചെയ്യുകയാണ്. എങ്ങോട്ടാണ് അത് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ പലർക്കും പല സംസ്ഥാനങ്ങളിലും പറ്റത്തില്ല. നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമാണ് SEP TSP ഗ്രാമപഞ്ചായത്തിൽ തലത്തിൽ വരെ വളരെ വ്യക്തമായിട്ട് ചെല്ലുന്നത്. അതുപോലെ തന്നെ ഇത് ബഡ്ജറ്റിന്റെ അനുബന്ധത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്പർ 2, ഞാൻ ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഗ്രാമസഭയിൽ കൂടുതലും പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ട ആ സെഷനിലാണ് പലപ്പോഴും ഇരുന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നു. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡൗട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദിസ് ഈസ് നമ്പർ 2. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഒട്ടനവധി ഗവേഷണ പഠനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന ആസൂത്രണ ബോർഡ് വർഷങ്ങളിൽ തയ്യാറാക്കുന്ന എക്കണോമിക് റിവ്യൂ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ജനറൽ യൂട്ടിലൈസേഷനും SEP TSP യൂട്ടിലൈസേഷൻ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഗ്യാപ്പ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് SEP TSPയുമായിട്ടുള്ള പശ്ചാത്തലത്തിൽ.
SEP TSP കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ ജനറൽ എക്സ്പെൻഡിച്ചറിനെക്കായാലും ഒരു ആദ്യ സമയത്തുണ്ടായിരുന്ന 10ൽ കൂടുതലുള്ള പോയിന്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് കുറഞ്ഞു വരുന്നുണ്ട്. SEPയും TSPയും ജനറൽ യൂട്ടിലൈസേഷൻ എക്സ്പെൻഡിച്ചറുമായിട്ടുള്ളത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ SEP TSPയെ കുറിച്ച് ഇവിടെ തന്നെ ഇതുപോലെ ഒരു വിഷയം ഉന്നയിച്ച് തന്നെ നമുക്ക് കാണുന്നത്, എനിക്ക് തോന്നുന്നത് കേരള സമൂഹം ഒട്ടാകെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തോട് കാണിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ കൂടെയുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ തരത്തിലേക്കുള്ള ഈ SEP TSPയുടെ വകമാറ്റി ചെലവിടുന്ന ഒരു പ്രക്രിയ. അതുപോലെ തന്നെ ആ ഗ്യാപ്പ് ഇന്നും ജനറൽ എക്സ്പെൻഡിച്ചറിനോടൊപ്പം എത്താത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിയൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി മലയാളി പോപ്പുലേഷൻ ടുവേഴ്സ് ദി SC/ST കമ്മ്യൂണിറ്റി. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അത്തരത്തിൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SEP TSP എന്ന സങ്കീർണമായിട്ടുള്ള നാരോ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾക്കിത് വ്യാപകമായി കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്താണ് വാട്ട് ഈസ് ദ റിയൽ സ്റ്റാറ്റസ് ഓഫ് ദി SC/ST. ഇനി നമുക്ക് പഞ്ചായത്തിലേക്ക് കടന്നാൽ കാണാൻ പറ്റുന്നത്, പലപ്പോഴും പഞ്ചായത്തുകളിൽ പറയുന്നത്, ഞങ്ങൾ SC/STയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ലെവലിലുള്ള സ്റ്റാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു. വീട് കൊടുത്തു, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊടുത്തു, മറ്റു പല ഫെസിലിറ്റീസും കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ മേല എന്ന് പറയുന്ന ഒരു വാദഗതി പലപ്പോഴും പല ഗ്രാമപഞ്ചായത്തുകളിൽ വരുന്നുണ്ട്. വസ്തുനിഷ്ഠമായി എനിക്ക് അതിനെക്കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ ഇല്ല. പക്ഷെ എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമുക്ക് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓരോ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിയന്തരമായി ചെയ്യേണ്ടതാണ് ആ വിഷയം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത്, SEP TSPയുമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നതിനും അതിൻ്റെ സോഷ്യൽ ഓഡിറ്റിങ്ങും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ആയിട്ട് I think we need a separate standing committee on the SEP and TSP. ആ ഇഷ്യൂ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എടമലക്കുടി പഞ്ചായത്ത്. ഞാൻ ആ പഞ്ചായത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളതാണ്. എടമലക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് നമ്മളൊരു പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അതുപോലെ തന്നെ ചില പഞ്ചായത്തുകൾക്ക് ഇനിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എടമലക്കുടിയുടെ മോഡലിൽ വി ക്യാൻ ഓൾസോ തിങ്ക് അബൌട്ട് സം എക്സ്ക്ലൂസീവ്ലി ST ട്രൈബൽ പഞ്ചായത്ത്. മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ പഞ്ചായത്തിൽ തന്നെ, ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമുക്ക് SC അല്ലെങ്കിൽ ST സങ്കേതങ്ങൾ വെച്ചുകൊണ്ട് ഒരു സാറ്റലൈറ്റ് പഞ്ചായത്തിൻ്റെ മോഡലിൽ ഒരു ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ തന്നെ SC/ST സങ്കേതങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഞ്ചായത്തിൻ്റെ ഒരു സബ് യൂണിറ്റ് എന്നുള്ള നിലയ്ക്കുള്ള സാറ്റലൈറ്റ് പഞ്ചായത്തിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു പ്രപ്പോസലായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും പോകുന്നത് അത് പ്രോപ്പർട്ടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫാമിലി അടിസ്ഥാനത്തിലുള്ളതുള്ള ഗ്രൂപ്പിലേക്കാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അത് മാറി കുറച്ചുകൂടെ ഇൻഡിവിജ്വലൈസ്റ്റിക് ആയിട്ടുള്ള പ്രപ്പോസൽസ് നമ്മൾ കൊടുക്കാനുള്ള തീരുമാനം എടുക്കണം. ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഒരു കുട്ടിക്ക് ഒരു വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകാനുള്ള അവസരമാണ് കിട്ടേണ്ടതെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ SEP TSP ഫണ്ടിൻ്റെ കൂടെ കുറേ സഹായത്തോടു കൂടി അത്തരത്തിലേക്കുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പർട്ടി ബേസ്ഡ് ഫാമിലി ബേസ്ഡിൽ നിന്നും വിട്ടിട്ട്, അത് അസറ്റ് ബേസ്ഡിൽ നിന്നും വിട്ടിട്ട് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രപ്പോസൽസോ പ്രോജക്ട്സോ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം എടുക്കണം. മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് അതായതുള്ളത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റാണ്. കുതിരപ്പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഇലക്ട്രൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. പലപ്പോഴും നമുക്കറിയാൻ പറ്റുന്നത്, ഈ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രൽ സിസ്റ്റം അല്ല ഈ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രൽ സിസ്റ്റം. എനിക്ക് തോന്നുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം അത് പലതരത്തിലേക്കുള്ളതുണ്ട്. പാർട്ടി ബേസിലായിട്ടുള്ള ലിസ്റ്റ് സിസ്റ്റം ഉണ്ട്,
പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടർ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ മിക്സ്ഡ് മെമ്പർ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇലക്ട്രൽ സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും SCP TSP അടക്കമുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രൽ സിസ്റ്റമാണ് ഈ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഈസ് മോർ ഫേവറബിൾ ടു ദി ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ദി മോർ ഫേവറബിൾ ടു ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ST/SC. അതിനുള്ള ഒരു സാധ്യത നമുക്ക് അത്തരത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, പല പഞ്ചായത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ജനറൽ ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ വരുമ്പോൾ ഞങ്ങൾ 60% പൂർത്തിയാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറഞ്ഞ് അതിൽ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് നമുക്കൊരു ലോ കീ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും വിത്ത് ഇലക്ട്രോണിക് പ്രൊസീജിയർ. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം, ജനറൽ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം ചെലവാക്കണമെങ്കിൽ SCP TSPയുടെ ഇത്ര ശതമാനം ചെലവാക്കിയെങ്കിലേ ഉള്ളൂ അത് ചെലവാക്കാനായിട്ട് പറ്റിക്കുള്ളൂ. കാരണം ജനറൽ ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ ലോക്ക് ചെയ്യുക, ആ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം SCP TSP ഫണ്ട് യൂട്ടിലൈസേഷൻ നടന്നെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലേക്കുള്ള ഒരു പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട് SCP TSP ഫണ്ടും ജനറൽ ഫണ്ടും വെച്ചുകൊണ്ട് ഒരു പ്രൊപ്പോർഷൻ കണ്ടുകൊണ്ട് നമുക്കൊരു പ്രൊപ്പോർഷൻ റേറ്റ് ഉണ്ടാക്കി ലോക്ക് ആൻഡ് കീ സിസ്റ്റം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന SCP TSPയുടെ യൂട്ടിലൈസേഷൻ കുറച്ചുകൂടെ നമുക്കത് ഫലപ്രദമായി നമുക്കത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതാണ് എനിക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ എനിക്ക് തോന്നുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഒട്ടനവധി ഗവേഷണങ്ങളും അതുപോലെ അന്വേഷണങ്ങളും നടത്തിയെങ്കിൽ മാത്രമേ വ്യക്തമായിട്ടുള്ള രൂപം കിട്ടുകയുള്ളൂ. താങ്ക് യു. താങ്ക് യു പ്രൊഫസർ ചാത്തുകുളം. ഇനി പ്രൊഫസർ ഷഹീന ഓൺലൈൻ ഉണ്ടോന്ന് വിചാരിക്കുന്നു. ഇല്ല. ശ്രീമതി ബീന ഗോവിന്ദൻ. ഇവിടെ ബഹുമാന്യരെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഇപ്പൊ യൂട്ടിലൈസേഷനിലുള്ള അന്തരം കുറഞ്ഞതായിട്ട് പറഞ്ഞു. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ അർബൻ ലോക്കൽ ഗവൺമെന്റ്സിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആ അന്തരം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്, ജനറൽ ഫണ്ട് ജനറൽ കമ്മ്യൂണിറ്റിക്കും SC/ST TSP ഫണ്ട് SC കമ്മ്യൂണിറ്റിക്കും TSPക്കും ആണെന്നുള്ള ഒരു ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ധാരണ താഴേക്കിടയിലുള്ള ആ ധാരണ ശരിക്കും മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് SC/ST ഇപ്പൊ നമ്മുടെ വിഷയം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലല്ല, അതിൽ നിന്ന് വളരെ ദൂരത്തിലാണ്, ഇന്നത്തെ വളരെ അകലെയാണ് ഇന്ന് SCP TSP ഫണ്ടിന്റെ ഒരു വിനിയോഗം, അല്ലെങ്കിൽ നമുക്ക് തൃപ്തികരമായ തലത്തിലല്ല അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം തന്നെ. അതെങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ആലോചന. ഇപ്പോൾ അത് പറയുമ്പോഴേ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആസൂത്രണ പ്രക്രിയയിലും പിന്നെ അതുപോലെ ഇംപ്ലിമെന്റേഷനിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒന്ന് സ്പർശിച്ചു പോകാം എന്നാണ് കരുതുന്നത്. ഇപ്പം നമ്മൾ ആസൂത്രണ പ്രക്രിയയെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന സ്ഥാപന സംവിധാനം, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ നമുക്കറിയാം വർക്കിംഗ് ഗ്രൂപ്പുകളുടെ അവസ്ഥ എന്താണ്. അപ്പം വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതലകളും വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രത്യേകിച്ച് SC/ST വർക്കിംഗ് ഗ്രൂപ്പാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ SC/ST വർക്കിംഗ് ഗ്രൂപ്പിന്റെ സ്ഥിതി എന്ന് പറയുന്നതിനകത്ത് സെലക്ഷൻ മുതൽ അവരുടെ ചുമതലകൾ മുതൽ അവരുടെ കാര്യശേഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ഗൈഡ് ലൈൻസ് പ്രകാരം ഏതാണ്ട് 20 കുടുംബങ്ങളോ ഒരു ഊരോ ഉള്ളിടത്ത് പ്രത്യേകം ST വർക്കിംഗ് ഗ്രൂപ്പ് വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷെ പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാവുന്നില്ല. SC/ST വർക്കിംഗ് ഗ്രൂപ്പ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പാണ്.
ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ പറയുമ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് SC/ST പങ്കാളിത്തം SC/ST വർക്കിംഗ് ഗ്രൂപ്പിൽ മാത്രം മതി എന്നുള്ള ഒരു ധാരണയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പല വർക്കിംഗ് ഗ്രൂപ്പുകളിലും അത്തരത്തിൽ SC/ST പങ്കാളിത്തം ഉണ്ടാവുന്നില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇപ്പൊ നമ്മുടെ ആസൂത്രണ പ്രക്രിയ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡേറ്റയുടെ അഭാവമാണ്. ഇപ്പൊ ഡേറ്റയുടെ അഭാവം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്തു. ഇപ്പോൾ അതിൽ കണ്ട ഒരു വസ്തുത, ഇപ്പോൾ മാത്സിന് 24% ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് A+ കിട്ടിയപ്പോൾ ST വിഭാഗത്തിൽ 2% കുട്ടികൾക്കാണ് A+ കിട്ടിയേക്കുന്നത്. അതുപോലെ ഓരോ വിഷയത്തിലും അങ്ങനെ ഉണ്ട്. അപ്പൊ ആ അന്തരമാണ് നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ കാണുന്നില്ല. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഹയർ സ്റ്റഡീസിന് മറ്റുമുള്ള പദ്ധതികൾ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് സെക്ടർ, മൈക്രോ സെക്ടർ, പ്രോജക്ട് ലെവലിലേക്ക് പോകുമ്പം ഈ ഹയർ സ്റ്റഡീസിനുള്ള സപ്പോർട്ടും പ്രോജക്റ്റിന്റെ പേര് നോക്കുമ്പോൾ അതൊരു ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പക്ഷെ പൊതുവെ സെക്ടർ നെയിം ഒക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സബ് സെക്ടർ പ്രോജക്റ്റിന്റെ പേര് പറയുമ്പോഴത്തേക്ക് അതൊരു ഹയർ സ്റ്റഡീസിനുള്ള പിന്തുണ എന്നൊക്കെ നിലയിലായിരിക്കും കാണുന്നത്. പക്ഷെ നമ്മളതിന്റെ ഏറ്റവും മൈന്യൂട്ട് ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികൾ ഉണ്ടാവുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഡേറ്റയുടെ അബ്സെൻസ് ആണ്. സ്റ്റാറ്റസ് റിപ്പോർട്ട് ശരിക്കും എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആസൂത്രണ പ്രക്രിയയിൽ നമുക്കറിയാം വളരെ ഇപ്പം സ്റ്റാറ്റസ് റിപ്പോർട്ട് ഡേറ്റയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം SC/ST ഡിപ്പാർട്ട്മെന്റ് 2008 നടത്തിയ സർവേയുടെ അതിന്റെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് പുറത്തു വരുന്നത് 2013 5 വർഷത്തിന് ശേഷമാണ്. അപ്പൊ 2013 ഡേറ്റ വെച്ചാണ് നമ്മളിപ്പോ 2021 പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ അത് എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പിന്നെ ഇതിനകത്ത് ഒരു പ്രോജക്ടൈസേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പൊ അതിനകത്ത് ഇപ്പം ഗൈഡ് ലൈൻസ് തന്നെ പറയുന്നുണ്ട്. ഇപ്പം വീട് തല പ്ലാനുകൾ, അത് കഴിയുമ്പം ഊരുതല പ്ലാന്, പിന്നെ കോംപ്രഹെൻസീവ് പ്ലാന്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്ലാനുകളൊന്നും നിലവിലത്തെ നിലയിൽ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ട്രൈബ്സിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ചും അവരുടെ ഒരു സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ് അത് പരിഗണിക്കുന്നതിൽ ഇപ്പൊ 37 ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നമ്മുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക തലങ്ങളുള്ള വിഭാഗങ്ങളാണ് ഇവർ ഓരോരുത്തരും. അപ്പൊ അത്തരം ആസ്പെക്ട്സ് പരിഗണിക്കുന്നതില്ല. ഇപ്പൊ നമ്മളൊരു പഞ്ചായത്തിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും കൃത്യമായിട്ട് ഏതൊക്കെ വിഭാഗമാണ് അവിടെ ഉള്ളതെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഒരു അന്തരത്തിന് അത് ഒരു പ്ലാനിങ്ങിനകത്ത് പ്രസക്തി ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പം പഞ്ചായത്തുകൾ ഇപ്പം പ്ലാൻ ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രൈബൽ പ്രൊമോട്ടേഴ്സിന്റെ കൈവശമുള്ള ഡേറ്റ വെച്ചിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ തന്നെ അതിനകത്തൊരു പ്രോപ്പറായിട്ട് ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു ശരിയായ കോർഡിനേഷൻ ഇല്ലാത്തത് പലപ്പോഴും ഈ ആസൂത്രണ പ്രക്രിയയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ഫണ്ടിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ അല്ലാതെ തന്നെ ജില്ലാ തലത്തിൽ ഫണ്ട് അവൈലബിലിറ്റി ഉണ്ട്, ഫണ്ട് ലഭ്യമാണ്. ഇപ്പം ജില്ലാതല SC/ST കമ്മിറ്റി ഉണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മുടെ പ്രാദേശിക തലത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നടപ്പിലാക്കാൻ പറ്റാത്ത ചില പദ്ധതികൾ വേണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിട്ട് ജില്ലാതല ജില്ലാതല SC/ST കമ്മിറ്റിക്ക് പ്രത്യേകം പദ്ധതികൾ സബ്മിറ്റ് ചെയ്ത് നടപ്പിലാക്കാനായിട്ട് കഴിയും. പക്ഷെ അത്തരത്തിലുള്ള ഒരു എഫേർട്ട്, അതിനെപ്പറ്റിയുള്ള അജ്ഞതയാവാം ഒരു പക്ഷെ അത്തരത്തിലുള്ള ഒരു എഫേർട്ടും ഒരിടത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മുടെ ഇതുമായിട്ട് ഈ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷൻസിനെ പറ്റി പറയുമ്പോൾ ഇപ്പം SCയുടെ പങ്കാളിത്തം ഗ്രാമസഭ, ഇന്ന് രാവിലെ ഗ്രാമസഭയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അത് വന്നു. കാരണം ഇവരുടെ ഒരു ആളുകൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്തല്ല, പലപ്പോഴും അവരുടെ തൊഴിലും മറ്റും നഷ്ടപ്പെടുത്തി പോകേണ്ട ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭയിലെ പങ്കാളിത്തം
വളരെ കുറവാണ്. പ്രത്യേകിച്ച് SC കമ്മ്യൂണിറ്റിയുടെ SC/ST കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തം വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇപ്പം ഗ്രാമസഭയ്ക്ക് തുല്യ പ്രാധാന്യം നമ്മൾ ഊരുകൂട്ടത്തിന്റെ ലെവലിലേക്ക് വരുമ്പോൾ ഗ്രാമസഭയ്ക്ക് തുല്യ പ്രാധാന്യം ഊരുകൂട്ടത്തിനില്ല. ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിൽ ഊരുകൂട്ടം അത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അപ്പോൾ ഒരു സബ് കമ്മിറ്റി, ഗ്രാമസഭയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാം എന്ന നിലയിലാണ് ആ ആക്ടിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു ഊരുകൂട്ടം ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഊരുകൂട്ടം. അതുപോലെ തന്നെ നമുക്ക് ഈ ഊരുകൂട്ടം കൂടുമ്പോൾ ഇപ്പം എങ്ങനെയാണ് ഊരുകൂട്ടം കേട്ടുള്ളത്? ഊരുതലത്തിലാണോ? ഊരുതലത്തിലാണെങ്കിൽ തിരുനെല്ലി 200-ലധികം ഊരുകളുള്ള തിരുനെല്ലി പഞ്ചായത്തിൽ നമുക്ക് എല്ലാ ഊരിലും ഊരുകൂട്ടം നടത്താനായിട്ട് കഴിയുമോ? വാർഡ് തലത്തിലാണോ ഊരുകൂട്ടം നടത്തേണ്ടത്? വാർഡ് തലത്തിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വയനാട്ടിലെ കുറിച്യയും പണിയെയും കൂടെ ഒരുമിച്ചിരുത്തി ഒരു ആസൂത്രണ പ്രക്രിയ നടത്താനായിട്ട് സാധിക്കുമോ? കാരണം ഒരു വിഭാഗം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ കുറുമനെ അടിയൻ കമ്മ്യൂണിറ്റിയും കൂടെ ഒരുമിച്ചിരുത്തി നമുക്കൊരു ചർച്ചകൾ നയിക്കാനായിട്ട് സാധിക്കുമോ? കാരണം അത് അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ 37 സമുദായങ്ങളുടെയും അവരുടെ സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ് വളരെ വ്യത്യാസമാണ്. അപ്പൊ നമുക്കൊരു പുതിയ ഊരുകൂട്ടം തന്നെ അത്തരത്തില് നമുക്ക് ഒരു പ്ലാനിങ് പ്രക്രിയയെ അത്ര എഫക്റ്റീവായിട്ട് സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ നടത്തുമ്പോൾ ഇപ്പോൾ വളരെ ദൂരെയുള്ള ഊരുകളിലെ ആളുകൾക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ഒരു ഊരുകൂട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ? അതുപോലെ ഡെവലപ്മെന്റ് സെമിനാർ പറയുമ്പോൾ ഓരോ ഊരുകൂട്ടത്തിൽ നിന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഊരുമൂപ്പനും പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരു തരത്തിലും അത് പ്രായോഗികമല്ല. അപ്പൊ നമുക്ക് എന്താണ് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കണം. അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷന്റെ തലത്തിൽ വരുമ്പോൾ ഇംപ്ലിമെന്റേഷന്റെ തലവും അതുപോലെ അത് ആസൂത്രണ പ്രക്രിയയിലും അത് പ്രധാനമാണ്. ഇതിനകത്തുള്ള ഒരു എക്സ്ക്ലൂഷന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പം പലപ്പോഴും ഈ ഒരു റിമോട്ട്നെസ്സും ഉണ്ട്. വളരെ ഉള്ളിൽ കിടക്കുന്ന കമ്മ്യൂണിറ്റിയൊക്കെ അവർ ഒരു ആക്സസ് ഇല്ലായ്മ കൊണ്ട് ശരിക്കും അങ്ങനെ ഒഴിവാക്കപ്പെട്ട പോകുന്ന കണ്ടിട്ടുണ്ട്. സമുദായങ്ങളുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്കാറ്റേർഡ് ചിതറിക്കിടക്കുന്ന ആളുകളായതുകൊണ്ട് ഇപ്പം അർബൻ ലോക്കൽ ബോഡീസിലൊക്കെ പലപ്പോഴും അത്തരം പ്രശ്നം വരുന്നുണ്ട്. അപ്പം ചിതറിക്കിടക്കുന്ന അവരായതുകൊണ്ട് ഇപ്പം വയനാട്ടിലെ കേസ് എടുത്താൽ അവിടെ SC കമ്മ്യൂണിറ്റി ചിതറിക്കിടക്കുന്നവരാണ്. പക്ഷെ നമ്മൾ പിന്നെ കുറച്ച് ഇങ്ങോട്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ST വിഭാഗങ്ങളാണ് കൂടുതൽ ചിതറിക്കിടക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇവരെ ഉൾപ്പെടുത്തുന്നതിന് ഒരു പ്ലാനിങ് പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതിനകത്തുള്ള ഇഷ്യൂ ഉണ്ട്. അതുപോലെ ഇംപ്ലിമെന്റേഷനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു ഡോക്യുമെന്റ്സിന്റെ അഭാവമാണ്. ഇപ്പോൾ അത് പലതരത്തിലുണ്ട്. ഇപ്പൊ ലാൻഡ് ഡോക്യുമെന്റ്സ് പലപ്പോഴും ഇല്ല. അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ജാതി സർട്ടിഫിക്കറ്റ്, ഇപ്പൊ ഓരോന്നിനും ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമുക്ക് അതിന് പുതിയ എന്തെങ്കിലും ഒരു സംവിധാനം, ഇപ്പൊ ഒരു റേഷൻ കാർഡ് കാണിച്ചാൽ മതിയോ? അതോ ഓരോ തവണയും ഒരു സ്ത്രീക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവർ എവിടെ നിന്നാണോ അവരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് ആ സ്ഥലത്ത് പോയി വേണം അവർ ആ ജാതി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് വരിക. അപ്പൊ ഇത് ഇവർക്കുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പലതരത്തിലുള്ള നമ്മൾ ചിലപ്പോൾ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ നടപ്പിലാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പലപ്പോഴും നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പനമരം പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ പനമരം പഞ്ചായത്തില് മിക്ക ST പ്രൊമോട്ടേഴ്സും കുറുമൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളവര് പണിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ. അപ്പൊ ഇത്തരം ഡൈനാമിക്സ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒക്കെ വളരെ പെട്ടെന്ന് നിർത്താം. അപ്പോൾ എനിക്കതിൽ നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയ്ക്ക് വെക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിൽ ഇത് ഇപ്പോഴും നമ്മൾ ഔദാര്യം കാണിക്കുന്നു, ഒരു ഔദാര്യമാണ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി, ആ ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ശരിക്കും അതിനകത്ത് ഒരു റൈറ്റ്സ് ആണെന്നുള്ള ഒരു സമീപനം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. പിന്നെ പ്ലാനിങ്ങിനകത്ത് നമ്മൾ മൈക്രോ പ്ലാനുകളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ആലപ്പുഴ വളരെ സക്സസ്ഫുള്ളായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മൈക്രോ പ്ലാനിങ് ആണ് നമുക്ക് ഇതിനുള്ള ഒരു പരിഹാര മാർഗമായിട്ട് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ നമുക്ക് ഈ ആസൂത്രണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക. പക്ഷെ അത് ആലോചിക്കുമ്പം
അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ആലപ്പുഴയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏതാണ്ട് 40% ആള് ട്രൈബൽ കുടുംബങ്ങൾ മാത്രമേ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ളൂ. അപ്പൊ അത്രയും ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഒരു ഇൻക്ലൂഷന്റെ ആസ്പെക്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് പരിഗണിക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് പ്രധാനമായിട്ടും നിർദ്ദേശിക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മൾ സോഷ്യൽ ഓഡിറ്റ് വളരെ കർശനമായിട്ട് എല്ലാ SC/ST പ്രോജക്ട്സിന് സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാക്കുക എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേക ഘടക പദ്ധതിയുടെയും ട്രൈബൽ സപ്ലാന്റെയും പ്രോജക്റ്റുകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഏതാനും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാന്യായ ബീന ഗോവിന്ദനോട് ഒരു കാര്യം പറഞ്ഞത് പ്രധാനമായും ഡേറ്റയുടെ അഭാവമാണ്. പ്രാദേശിക തലത്തിൽ ഈ പ്ലാനിങ്ങിന് സഹായകരമായ തലത്തിൽ സമഗ്രമായ ഒരു വിവരം ഈ പട്ടികജാതി വിഭാഗത്തെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തുകളിലില്ല. എന്നാൽ സംസ്ഥാന തലത്തിൽ പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ച ഡേറ്റ ഉണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ച് വളരെ സമഗ്രമായ ഒരു പഠനം ഉണ്ടാകണം. അത് ആദ്യമേ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാനിങ്ങിന് അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ട്, നമ്മുടെ പഞ്ചായത്തിലെ പദ്ധതി നിർവ്വഹണങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഒരു പരിമിതി അല്ലെങ്കിൽ ഉണ്ടായ വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് മാത്രമാണ് ശ്രദ്ധിക്കുക. അത് വളരെ കൂടുതൽ പ്രകടമാകുന്നത് ഈ SCP TSP പദ്ധതികളിലാണ്. ഫിനാൻഷ്യലി അത് നടപ്പാക്കുന്നതായിരിക്കണം. മറ്റു തരത്തിൽ അത് ആൾക്കാർക്ക് ഗുണം ഉണ്ടാകുമോ, അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമോ, ദീർഘകാല ഗുണമാണോ ഹ്രസ്വകാല ഗുണമാണോ എന്നൊന്നും പരിശോധിക്കുന്നില്ല. അത് ഇംപ്ലിമെൻറ്റേഷന് സഹായിക്കണം, ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ് നേടണം. അതിൽ ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടാണ് പൊതു പദ്ധതികൾ ഒന്നും തന്നെ ഈ പ്രത്യേക വിഭാഗത്തിന് അതിൻ്റെ ഗുണം ലഭിക്കത്തക്കവണ്ണം അല്ല പൊതു പദ്ധതികൾ പലതുള്ളൂ. ഉദാഹരണത്തിന് കൃഷിയിൽ മൃഗസംരക്ഷണത്തിനുള്ള പദ്ധതിയിൽ ഈ SC/ST വിഭാഗങ്ങൾക്ക് ഗുണം ലഭിക്കാൻ പോയി അല്ലെ ഗുണഭോക്താക്കളാകാൻ കഴിയില്ല പലപ്പോഴും. ഒന്നാമതായതിന് ഭൂമിയുടെ ലഭ്യതയുണ്ട്, മറ്റ് ഉൽപാദനോപാധികളുടെ ലഭ്യതയുണ്ട്, ഉടമസ്ഥതയുടെ പ്രശ്നമുണ്ട്. ഇതൊന്നും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രോജക്റ്റുകളാണ് മറ്റു വിഭാഗങ്ങളിലുള്ളത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടാമതായി ഈ SC/ST വിഭാഗങ്ങളിലെ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് അവരുടെ സ്ഥിരമായ ഒരു വരുമാനത്തിന് മെച്ചപ്പെടുത്തുന്ന പ്രോജക്റ്റുകളല്ല താനും. നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങൾ മാത്രമുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആനുകൂല്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഉൽപാദന വർധനവിലോ മറ്റ് ഡെവലപ്മെന്റിലോ ഊന്നുന്ന പദ്ധതികളിലെ ഇന്ന് ഇവരെ പുറത്തായി പോവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ പദ്ധതികൾ ഇപ്പൊ ഈ വിഭാഗത്തിന്റെ പദ്ധതികൾ ഒന്നും തന്നെ സ്കിൽ ഡെവലപ്മെന്റോ ഒന്നും തന്നെ ഉൾക്കൊള്ളുന്നില്ല. ഒരു വലിയ പരിമിതിയാണ്. അത് മാത്രമല്ല ഈ വിഭാഗത്തിന്റെ ധാരാളം സ്കില്ലുകളുണ്ട്. ഈ വിഭാഗത്തിൽ തന്നെ പരമ്പരാഗതമായിട്ടുള്ളതും അല്ലാതെയും ഉള്ള ധാരാളം സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പദ്ധതികളും അതിനകത്ത് അവരുടെ പ്രത്യേക പദ്ധതിയിലോ ജനറൽ പദ്ധതിയിലോ വരുന്നില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് കലാകാരന്മാരുണ്ട്, മറ്റ് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ പഞ്ചായത്തിന്റെ പൊതു പദ്ധതിയിൽ സാംസ്കാരിക പദ്ധതിയിലൊന്നും ഇവർ ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ TSP SCP പദ്ധതികളിൽ ഇമാതിരി വികസനത്തിനുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നുമില്ല. അതുപോലെ വിദ്യാഭ്യാസ ശേഷികൾ മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള പ്രത്യേക പദ്ധതികൾ പലപ്പോഴും അത് പൊതു വിദ്യാഭ്യാസ വികസനത്തിനുള്ള പദ്ധതികളിലും പലപ്പോഴും ഈ വിഭാഗത്തിലുള്ളവരെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ ഒരു 60 വർഷം മുമ്പ് വളരെ നിർധനനായിരുന്ന ഇടത്തരം വിഭാഗത്തിലുള്ള മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ അയാളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. മക്കളിൽ ഒരാൾ 10ാം ക്ലാസ് പാസ്സായി, ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായി. അയാളുടെ മക്കൾ രണ്ടുപേരും BTech പഠിച്ച് MTech പഠിച്ച് കാനഡയിലായി. ഒരു 60 വർഷത്തെ വികസനത്തിന്റെ ശ്രേണിയാണിത്, അല്ലെ പടവുകൾ കയറിയതാണ്.
ഇങ്ങനെ ഒരു കയറ്റം 60 വർഷം കൊണ്ട് ഈ വിഭാഗത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസം ആർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റ് ധാരാളം പേർക്ക്, മറ്റ് പൊതുവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇത് ഈ ഇപ്പോൾ ഉള്ള പദ്ധതികൾ തന്നെയും ഇവർക്ക് സ്ഥായിയായ ഒരു വികസനത്തിനുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു അടിസ്ഥാനപരമായ വികസനത്തിനുള്ള ഒരു സഹായം അവർ ചെയ്യുന്നില്ല. കുറെ നേട്ടങ്ങൾ റോഡുകളായിട്ടുണ്ട്, ചിലർക്ക് വീടുകളായിട്ടുണ്ട്, ഇനി വീട് വെക്കാൻ സ്ഥലമില്ലാത്തതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇനി വീട് വെക്കാൻ സ്ഥലമില്ല, ഒത്തിരി വീടായെന്നുള്ള അർത്ഥത്തിലല്ല. ആകെ 6 സെന്റ് ഉണ്ടായിരുന്നു, അത് 2-3 പേർ, ഇനി ഒരു 3 സെന്റ് എടുക്കാനില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി ഈ കാര്യത്തിൽ ഒരു പഠനം, ആ പഠനം എന്ന് പറയുന്നത് ഒരു ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ മാത്രമല്ല, അതിനൊരു കൾച്ചറൽ ആസ്പെക്റ്റോട് വെച്ച് വളരെ സമഗ്രമായ ഒരു പഠനം ഒരു പഞ്ചായത്ത് തലത്തിൽ നടത്തിക്കൊണ്ട് മാത്രമേ ഈ SCP TSP പദ്ധതികൾ കൊണ്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെ ദീർഘകാലമായിട്ടുള്ള ഒരു നേട്ടം ഈ വിഭാഗത്തിന് നേടാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഒന്നുകൊണ്ട് നിർദ്ദേശങ്ങളുള്ളത്, ഈ SCP TSP അല്ലെങ്കിൽ സംസ്ഥാനം 2050 കേരളത്തിലെ ഈ SC ST വിഭാഗം നേടേണ്ട നേട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു സംസ്ഥാന പദ്ധതി രൂപീകരിക്കണം. ഉദാഹരണത്തിന് ഇന്ന് ജനിക്കുന്ന 2021 ജനിക്കുന്ന ഒരു കുട്ടി 30 വയസ്സാകുമ്പോൾ ഒരു SC ST വിഭാഗത്തിലൊരു കുട്ടി മുഴുവൻ പേരും 12ാം ക്ലാസ് കഴിഞ്ഞൊരു 3 വർഷത്തെ ഫസ്റ്റ് ഡിഗ്രി എഡ്യൂക്കേഷൻ, അത് പോളിടെക്നിക് ആണെങ്കിലും ITI ആണെങ്കിലും കോളേജിലാണെങ്കിലും പഠിച്ചിരിക്കണം എന്ന തരത്തിൽ. തുടർന്ന് അതുപോലെ ഈ 30 വർഷം കൊണ്ട് ജനിച്ച് വിവാഹം കഴിക്കുന്ന എല്ലാ ദമ്പതികൾക്കും ഒരു വീട് കൊടുക്കും. മുഴുവൻ പേർക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് മുഴുവൻ പേർക്കും ഡിജിറ്റൽ 60 വയസ്സിന് താഴെയുള്ള മുഴുവൻ SC ST വിഭാഗങ്ങൾക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കും. ഇതൊക്കെ സംസ്ഥാനം ചെയ്യണം. അത് സംസ്ഥാനം നിഷ്കർഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പദ്ധതികൾ താഴോട്ട് വരണം. അതുപോലെ എല്ലാ കാര്യങ്ങളിലും 30 വർഷം കൊണ്ട് നമ്മുടെ സമൂഹം ഈ SC ST വിഭാഗത്തിലെ ജനങ്ങൾ എന്തൊക്കെ നേടണം, അവര് മറ്റുള്ള സമൂഹത്തിനോടൊപ്പം എത്തണം, മറ്റുള്ളവരോടൊപ്പം എത്തണം എന്നെങ്കിൽ എന്തൊക്കെ നേടിയിരിക്കണം എന്നുള്ളതിന് ഒരു ബെഞ്ച് മാർക്ക് വെക്കുകയും ലക്ഷ്യം വെക്കുകയും അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല, അതനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ ജില്ലാതലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ രൂപീകരിക്കുകയും വേണം. അതാണ് ഈ വിഭാഗത്തിലെ ഈ TSP SCP പദ്ധതികളുടെ ഇംപ്ലിമെന്റേഷൻ ഗൗരവതരമാക്കുന്നതിനുള്ള എൻ്റെ ഒരു നിർദ്ദേശം. നന്ദി, നമസ്കാരം. ഷൈജിൻ ഡേവിസ്, അടുത്തത് UP അനിൽകുമാർ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായ ബഹുമാന്യ ധനകാര്യമന്ത്രി, ഈ സെഷൻ്റെ അധ്യക്ഷൻ ശ്രീ P. ശിവാനന്ദൻ സാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം സത്യസന്ധമായ ഒരു ശീർഷകം ഈ സെഷന് നൽകിയ സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ഈ SCP TSP സംബന്ധിച്ച് മറ്റ് വിവരങ്ങളുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ അതിൻ്റെ നിർവഹണം അൺസാറ്റിസ്ഫാക്ടറി ആണെന്ന് ഇതിൻ്റെ ശീർഷകം തന്നെ ഉറച്ചു പറയുന്നു. എങ്ങനെ നമുക്കതിനെ മറികടക്കാം? ഈ വിഷയത്തിനെക്കുറിച്ചുള്ള ഈ അവതരണം നടത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ 1996-97 ആനുവൽ പ്ലാനിൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിവ്യൂ ഓഫ് പ്ലാൻ സ്കീംസ് 1996, അതായത് ജനകീയ ആസൂത്രണം തുടങ്ങുന്ന ആ വർഷത്തെ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കീംസ് അണ്ടർ SCP ഈസ് അൺസാറ്റിസ്ഫാക്ടറി. അന്ന് തന്നെ പറയുന്നു. 25 വർഷം മുമ്പ് പറഞ്ഞ അതേ ശീർഷകം തന്നെയാണ് 25 വർഷത്തിന് ശേഷം. മാത്രമല്ല, കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് അല്പം കൂടെ കൂടുതലായിട്ട് പറയുകയാണ്. 2008 കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് പറയുന്നത് നെയ്തർ സ്റ്റേറ്റ്
nor panchayats, or even the organizations of scheduled castes. They are not clear about the way how we can utilize the funds more effectively. എന്ന് അന്ന് തൊട്ടേ പറയുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അങ്ങനെ അത് സ്ഥിരീകരിച്ച സമയത്ത് എങ്ങനെ ഇതിനെ മറികടക്കാം? അതിനുവേണ്ടി ഒരു 5 ചെറിയ അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാൻ ഈ സെഷനിൽ നടത്തുന്നത്. എന്താണ് പറ്റിയത്? തുടക്കകാലം തൊട്ട് തന്നെ ഇതിന്റെ നിർവഹണം പാളിപ്പോകുന്നതിൽ എന്താണ് പറ്റിയത്? എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം കൺസെപ്റ്റലൈസേഷൻ ഇഷ്യൂ ആണ്. ഹൗ വി ആർ കൺസെപ്റ്റലൈസിങ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് SCP TSP ഇൻ ദ ഫ്രെയിം വർക്ക് ഓഫ് പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾസ് പ്ലാൻ വരുന്നത് 96-ലാണ്. SCP രൂപീകരിക്കുന്നത് 98-ലും TSP രൂപീകരിക്കുന്നത് 1978-ലും TSP രൂപീകരിക്കുന്നത് 1975-ലുമാണ്. അതായത് ജനകീയാസൂത്രണം വരുന്നതിന്റെ 20-22 വർഷങ്ങൾക്ക് മുൻപാണ് SCPയും TSPയും വിഷ്വലൈസ് ചെയ്യപ്പെട്ടത്. എന്തിനു വേണ്ടി? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 46 വ്യക്തമായിട്ട് പറയുന്നത് സ്റ്റേറ്റ് ഷാൾ പ്രൊമോട്ട് വിത്ത് സ്പെഷ്യൽ കെയർ ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് വീക്കർ സെക്ഷൻസ് എസ്പെഷ്യലി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ 5 5 ഇയർ പ്ലാനിന് പറ്റിയില്ല. അതുകൊണ്ട് 6ാമത്തെ 5 ഇയർ പ്ലാൻ തൊട്ടൊരു തീരുമാനം എടുത്ത് സ്പെഷ്യലി ടാർഗറ്റഡ് പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാം അന്ന് തീരുമാനമെടുത്ത പ്രധാന വ്യക്തികളായ യോഗേന്ദ്ര മക്വാന, മലയാളിയായ അന്നത്തെ സെക്രട്ടറി ശ്രീ PS കൃഷ്ണൻ, ഇവരുടെ എല്ലാം മനസ്സിലുള്ള ധാരണ എന്ന് പറയുന്നത് SCPയും TSP രൂപീകരിച്ചത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ വേണ്ടി മാത്രമല്ല. അതൊക്കെ അതിന്റെ ആദ്യത്തെ മുൻകാല ലക്ഷ്യങ്ങളായിരുന്നു. മറിച്ച് ടു ഫിൽ ദ എക്കണോമിക് ഗ്യാപ്പ് ബിറ്റ്വീൻ SC/STs ആൻഡ് നോൺ SC/STs. SC/ST കമ്മ്യൂണിറ്റീസും നോൺ SC/ST കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡെവലപ്മെന്റൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാനിന്റെ ലക്ഷ്യം. പക്ഷെ നിർഭാഗ്യവശാൽ ആ കൺസെപ്റ്റലൈസേഷൻ നമ്മുടെ ഈ ലോക്കൽ പ്ലാനിങ്ങിൽ വന്നപ്പോൾ വന്നില്ല. ലോക്കൽ പ്ലാനിങ്ങിൽ വന്നപ്പോൾ അതിന് പകരം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ളം തുടങ്ങിയ പ്രക്രിയയിലേക്ക് മാറി. അപ്പോൾ അത് ഇനി നമുക്ക് 25 വർഷത്തെ പാകപ്പിഴകൾ തീർക്കണമെങ്കിൽ ആ കൺസെപ്റ്റലൈസേഷൻ ഇഷ്യൂ പരിഹരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അഭിപ്രായം. കാരണം SCP TSP രൂപീകരിച്ചത് ആ SC/STയും നോൺ SC/STയും തമ്മിൽ എക്കണോമിക് ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനും ഇവരെ എംപവർ ചെയ്യിപ്പിക്കാനും വേണ്ടിയാണ്. അത് രണ്ടാമത്തെ പോയിന്റ്, ഈ പദ്ധതികളുടെ ക്വാണ്ടിറ്റി വൈസ് അനാലിസും ക്വാളിറ്റി വൈസ് അനാലിസും എങ്ങനെയാണ്? പദ്ധതികളുണ്ട് ഇഷ്ടം പോലെ. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വർഷത്തെ 2020-21 19,993 സ്കീമുകളാണ് SCPയിൽ മാത്രം കേരളത്തിൽ രൂപീകരിച്ചത്. 1199 ഇടമലക്കുടി ഒഴികെ ബാക്കി എല്ലാ ലോക്കൽ ബോഡീസിലും കൂടെ 19,993 രൂപീകരിച്ചു. അതിൽ SCP വിഭാവന ചെയ്ത എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി രൂപീകരിച്ചത് വെറും 104 സ്കീമുകളാണ്. അതായത് 0.52% സ്കീമുകൾ മാത്രമേ യഥാർത്ഥത്തിൽ SCP വിഭാവനം ചെയ്യുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ളൂ. അതിൽ തന്നെ 1312 കോടി രൂപ മാറ്റിവെച്ചപ്പോ ഈ സ്കീമുകളിലൂടെ മാറ്റിവെച്ചപ്പോ വെറും 80.66 കോടി രൂപയാണ് ഈ പറയുന്ന എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി പ്രൊഡക്ഷൻ സെക്ടറിലുള്ള മൊത്തം സ്കീമിന് വേണ്ടി മാറ്റിവെച്ചത്. എന്നിട്ട് അതിലൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാനത് ആ പോയിന്റ് അവസാനിപ്പിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്മാൾ ബിസിനസ് അതിനുവേണ്ടി 3 സ്കീമുകൾ വെറും 3 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമേ സ്മാൾ ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറി, മൈക്രോ കാറ്റഗറിയിൽ സ്കീം രൂപീകരിച്ചോളൂ സാമ്പത്തിക വികസനത്തിന് വേണ്ടി. അതിൽ തന്നെ ആ 3 സ്കീമും ഡ്രോപ്പ് ചെയ്തു റിവിഷനിൽ. അപ്പോൾ SCP TSP വിഭാവന ചെയ്യുന്ന സ്കീമുകളുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഉള്ള സ്കീം അഭാവം പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അൺസാറ്റിസ്ഫാക്ടറി എന്നുള്ള കണ്ടീഷൻ മറികടക്കണമെങ്കിൽ നമ്മൾ ഈ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എക്കണോമിക് ഡെവലപ്മെന്റ് വേണ്ടിയുള്ള സ്കീമുകൾ, പ്രൊഡക്ഷൻ സെക്ടറിലെ സ്കീമുകൾ, പ്രധാനമായിട്ട് സ്മോൾ ബിസിനസ്സിലുള്ള അതെങ്കിലും വർദ്ധിപ്പിച്ചേ മതിയാവും. അല്ലാതെ പരമ്പരാഗതമായ ആട്, കോഴി, കൂട്, കക്കൂസ്, കട്ടിൽ എന്നുള്ള മെത്തേഡ് പാടില്ല എന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം പരമ്പരാഗത സ്കീമുകൾ കൊണ്ട് ഒരിക്കലും ഈ പറയുന്ന പട്ടികജാതി വർഗക്കാരുടെ ഭരണഘടനാപരമായ ഉന്നത എത്തുകയില്ല. മൂന്നാമത്, ഇതിനെ മറികടക്കാൻ ജനകീയ ആസൂത്രണത്തിൽ മാത്രം ജനങ്ങളുടെ പങ്കാളിത്തം മതി. പീപ്പിൾ പ്ലാൻ, ജനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്യൂറോക്രാറ്റ്സ് ആൻഡ് ഇവാലുവേറ്റഡ് ബൈ നോബഡി എന്നുള്ള അവസ്ഥ തന്നെയാണ്. ജനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് തന്നെ അതിനെ നിർവഹണം നടത്തുവാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള
ടെക്നിക്കലി നമ്മൾ ചില സോഷ്യൽ ഓഡിറ്റിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിനെ തന്നെ മോണിറ്ററിംഗ് ഗ്രൂപ്പായിട്ട് മാറ്റുന്ന സംവിധാനമുണ്ട്. എങ്കിലും ജനകീയ ആസൂത്രണത്തിൽ തന്നെ ആസൂത്രണത്തിന്റെ ഒരു ഫേസിൽ മാത്രം പട്ടികജാതി വർഗ്ഗക്കാരെ പൊതുസമൂഹത്തിന് ഒതുക്കാതെ ജനകീയ ആസൂത്രണ നിർവഹണം എന്ന നിലയിൽ ഒരു എക്സ്റ്റൻഷനും കൂടെ അതിന്റെ കൺസെപ്റ്റലൈസേഷനിൽ വന്നാൽ മാത്രമേ ഈ പറയുന്ന ഈ പരിമിതിയെ, ഈ അൺസാറ്റിസ്ഫാക്ടറി എന്നുള്ള പരിമിതിയെ നമുക്ക് മറികടക്കാൻ കഴിയൂ. കാരണം ഈ ഗിഫ്റ്റ് തന്നെ നടത്തിയ രാമലിംഗ സാറിന്റെ നേതൃത്വത്തിൽ ഗിഫ്റ്റ് തന്നെ നടത്തിയ ഒരു പഠനം കഴിഞ്ഞ 10 വർഷത്തെ SCP പദ്ധതികളുടെ മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ഒരുപാട് റെസ്പോണ്ടൻസ് ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് മൂല്യനിർണ്ണയത്തിലും ഇംപ്ലിമെന്റേഷനും എല്ലാം പ്രാതിനിധ്യം വേണമെന്ന് ഇതിന്റെ ഗുണഭോക്താക്കൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് 4ാമത്തെ പോയിന്റ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ആണ്. പങ്കാളിത്ത ആസൂത്രണം. ഇനിയുള്ള കാലത്ത് പങ്കാളിത്തം മതി. ജനകീയാസൂത്രണത്തിൽ തുടക്കത്തിൽ പങ്കാളിത്തമില്ലായിരുന്നു, താതാത്മ്യമായതുണ്ടായിരുന്നു. അപ്പോൾ പങ്കാളിത്ത പ്ലാനിങ്ങിൽ നിന്ന്, പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങിൽ നിന്ന് ഒരു ഇൻവോൾവ്മെന്റ് ഡെമോക്രസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, ഇൻവോൾവ് ചെയ്യുന്നവർ, അല്ലാതെ കേവലം പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ ഉണ്ട്, മിനിറ്റ്സിൽ ഒപ്പിടുക, കൈയടിക്കുക, കൈ പൊക്കുക പോലെയുള്ള മിയർ ഫിസിക്കൽ പ്രസൻസ് കൊണ്ടുള്ള പാർട്ടിസിപ്പേഷൻ അല്ല, മറിച്ച് അവർ തന്നെ അതിൽ ജനകീയാസൂത്രണ തുടക്കം സംഭവിച്ച പോലെ താതാത്മ്യം പ്രാപിക്കുന്ന താതാത്മ്യ ജനാധിപത്യത്തിന്റെ ഒരു തലത്തിലേക്ക് നമുക്ക് ഈ പറയുന്ന പങ്കാളിത്ത ആസൂത്രണ പ്രക്രിയയെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയാൽ SCP TSP അൺസാറ്റിസ്ഫാക്ടറി എന്നുള്ള ലെവലിൽ നിന്ന് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു വ്യാപകമായ ബജറ്റ് ലിറ്ററസി പട്ടികജാതി വർഗ്ഗക്കാരുടെ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. ബജറ്റ് ലിറ്ററസി എന്ന് പറയുന്നത് അവർക്ക് ബജറ്റ്, ഓർഡർ, സ്കീം, സർവീസ്, മോഡസ് ഓപ്പറാൻഡി ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായൊരു ധാരണ ഈ ജനങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആനുകൂല്യമല്ല, മറിച്ച് എൻ്റെ ഷെയർ ആണ്, എൻ്റെ വിഹിതമാണ് എന്നൊരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ചോടെ പറയണം. ആ വാക്ക് തന്നെ മാറ്റേണ്ട. ആനുകൂല്യം എന്ന് പറയുമ്പോൾ ഒരു 2ാം തര പൗരനായിട്ട് മാത്രമേ അവിടെ നിൽക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെയാണ് ബ്യൂറോക്രാറ്റിക് ഫ്യൂഡലിസം അവസാനിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. ഒരു അല്പം ബ്യൂറോക്രാറ്റിക് ഫ്യൂഡലിസം 2015 അന്നത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ശ്രീ CP ജോൺ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞാണ്, ഈ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ, ഒരു വിഭാഗം ആൾക്കാർ ഇതിനെതിരാണ്. പട്ടികജാതി വർഗ്ഗക്കാരുടെ വികസനം വരുമ്പോൾ എതിരായി നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം ഇതിന്റെ ടൈറ്റിൽ തന്നെ അൺസാറ്റിസ്ഫാക്ടറി SCP TSP. അപ്പോൾ SCP TSP ആർക്കാണ് അൺസാറ്റിസ്ഫാക്ടറി? അതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അപ്പോ ബെനിഫിഷ്യറീസ് അൺസാറ്റിസ്ഫാക്ടറി ആവുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അവസാനമായിട്ട് ഇതിന് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്? ഒരു വിദ്യാസമ്പന്നനായി, ഇപ്പൊ പറഞ്ഞ പട്ടികജാതിക്കാരിൽ വളരെ എല്ലാവരും പാവപ്പെട്ടവരല്ല. സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് ആഡംബര നൗകയുള്ള ഒരു പട്ടികജാതിക്കാരനെങ്കിലും കേരളത്തിൽ തന്നെ ഉണ്ട്. അത് TV-യിലൊക്കെ വന്നത്. ഡിക്കി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ചെറിയ ഡിക്കി, ദളിതരിൽപ്പെട്ട വ്യവസായികളുടെയും കോടീശ്വരന്മാരുടെയും ഒക്കെ ഒരു സംഘടനയ്ക്ക് ഒരു ചെറിയ ബ്രാഞ്ചെല്ലാം കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് അവർ ഗ്രാമസഭയിൽ വരുന്നില്ല? ഒരു വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ. കാരണം ഗ്രാമസഭയിൽ വരുന്നത് പല സ്കീമുകളും നേരത്തെ സൂചിപ്പിച്ച പോലെ 1 ലക്ഷം രൂപയ്ക്ക് വരും താഴെ വരുമാനമുള്ള ജനങ്ങൾക്ക് മാത്രമായിട്ട്, പാവപ്പെട്ടവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെട്ടാൽ ഒരാൾ എന്തിനു അവിടെ വരണം? ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്കൊരു നേട്ടം കിട്ടാത്തൊരു സഭയിൽ ഞാനെന്തിന് വരണമെന്നൊരു തോന്നുന്നില്ല. അപ്പോൾ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു നീഡ് ബേസ്ഡ് അപ്രോച്ച് നമ്മൾ ഇതിൽ നടപ്പിലാക്കിയേ പറ്റൂ. ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കൊരു നീഡ് കാണും. ആ നീഡ് അവിടെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ അവിടെ വരും, ഇല്ലെങ്കിൽ അയാൾ വരില്ല. അപ്പോൾ ഒരു നീഡ് ബേസ്ഡ് അപ്രോച്ച് ഇതിന്റെ തുടക്കത്തിൽ തന്നെ വിഭാവന ചെയ്തിരുന്നുവെങ്കിലും അത് നടപ്പിലായിട്ടില്ല. കാരണം 73.3% വർക്കിംഗ് പോപ്പുലേഷനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. 73.15 വയസ്സിനും 64 വയസ്സിനും 73. അപ്പോൾ അത്രയും വർക്കിംഗ് പോപ്പുലേഷനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണമെങ്കിൽ സ്കീമുകളെല്ലാം പ്രോ BPL ഓൺലി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി എല്ലാവർക്കും അവരവരുടെ കഴിവിനത്ത് ചെയ്യുവാനും അവർക്ക് അതിനനുസരിച്ച് ഉപകരിക്കാനും പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു വേദിയായിട്ട് ഗ്രാമസഭ മാറിയാൽ മാത്രമേ ഈ ജനങ്ങൾ അവിടെ എത്തുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ജില്ലാ പ്ലാൻ 3ാം സെറ്റിൽ രൂപീകരിച്ച പോലെ ജില്ലാ പ്ലാനിൽ ഗിഫ്റ്റ് എന്ന് കൊടുത്തൊരു നിർദ്ദേശമാണ് വരുമാന വീട്. പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുമ്പോൾ അത് വീടിന്റെ താമസിക്കാനുള്ള പർപ്പസ് മാത്രം കൊടുക്കാതെ അതിൽ നിന്നൊരു വരുമാനവും കൂടെ കിട്ടുന്ന രീതിയിൽ ഒരു റീഡിസൈൻ ചെയ്യുക വരുമാന വീട്. ആ പദ്ധതി അതൊന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ അതെല്ലാം താഴെത്തട്ടിൽ എത്തുകയോ ചർച്ചയ്ക്ക് വിധേയമാവുകയോ ചെയ്തിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ശരിക്കും ഇതിൽ ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും മാത്രമാണോ തെറ്റുകാർ? അല്ല, ഒരിക്കലുമല്ല. പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ആന്തരികമായ പരിവർത്തനത്തിന് സന്നദ്ധതയില്ലായ്മ പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ ജനാധിപത്യ പ്രക്രിയയിൽ, ഈ വികസന ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് ഒരിക്കലും പങ്കാളിയാകാൻ പറ്റില്ല. കാരണം 3 തരത്തിലുള്ള ലോക്കുകൾ കൊണ്ട് അവരവരെ സ്വയം ബന്ധിച്ചിരിക്കുകയാണ്. കേവലം ഇത്
SCP-TSP വിജയകരമാവാത്തതിന്റെ കാരണം ഉദ്യോഗസ്ഥരുടെയും ഭരണ നേതൃത്വത്തെയും മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമേ അല്ല. അതിന് വളരെ വലിയൊരു പങ്ക് പട്ടികജാതി വർഗത്തിലെ ജനങ്ങൾക്കും നേതാക്കൾക്കും അംഗങ്ങൾക്കും സംഘടനകൾക്കും എല്ലാവർക്കും ഉണ്ട്. കാരണം ഒന്നെന്ന് പറയുന്നത് ഒരു വലിയൊരു ഇഗ്നോറൻസിന്റെ ലോക്ക് അവരെ ബാധിച്ചിരിക്കുകയാണ്. അത് അറിയാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നില്ല. രണ്ടെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഒരു സിസ്റ്റത്തിന്റെ ഒരു ലോക്കുണ്ട്. അതൊരു ബ്യൂറോക്രാറ്റ് സിസ്റ്റം എന്തെങ്കിലും മാറ്റാൻ കഴിയുന്ന ഒരു ലോക്കാണത്. മൂന്നാമത് ഒരു സൈക്കോളജിക്കൽ ലോക്ക്. അത് മാറിയേ പറ്റൂ. കാരണം ഈ വികസന പങ്കാളിത്ത പ്രക്രിയയിൽ പങ്കെടുക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും കുറച്ച് നോളജ് വികസനത്തിന് ആവശ്യമായ നോളജ് സെൽഫ് അക്വയർ ചെയ്തേ പറ്റൂ. രണ്ടാമത് അവരുടെ ചർച്ചകളിൽ നമ്മൾ പൊതുവെ ഡിസ്കോഴ്സുകളിൽ കാണാം, മൊത്തം ചർച്ചകൾ നിറഞ്ഞിരിക്കുന്നത് ജാതി സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ്. ജാതി, സംവരണം, പീഡനം, ഈ ചർച്ചകളെല്ലാം മാറിയിട്ട് കുറച്ച് വികസന ചർച്ചകൾ അവരുടെ സോഷ്യൽ ഡിസ്കോഴ്സിനകത്ത് കടന്നു വന്നേ പറ്റൂ. ആ കടന്നു വരുന്ന മാത്രമല്ല ടൈം ബൗണ്ടായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഈ ജനതയ്ക്ക് നമ്മൾ നേടിക്കൊടുത്തേ പറ്റൂ. അങ്ങനെ മാത്രമേ ആ ഒരു വികസന പ്രക്രിയയിലേക്ക് പങ്കെടുക്കാൻ പറ്റൂ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതൊരു ആശങ്കയാണ്. കാരണം SCPയും TSPയും കേന്ദ്ര ഗവൺമെന്റ് 2017 നിർത്തലാക്കി. ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ഇടപെടൽ കാരണം കേരളം മാത്രമാണ് SCPയും TSPയും പോലുള്ള പ്ലാൻ ഫണ്ടിന്റെ ഇതായിട്ട് മുന്നോട്ട് പോകുന്നത്. SCP-TSP ഒരു കാലത്ത് അവസാനിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, കാര്യം ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളും അത് SCP-TSP അവസാനിപ്പിച്ചു. പ്ലാനിംഗ് കമ്മീഷൻ പോയി, പ്ലാൻ ഫണ്ട് പോയി. അങ്ങനെ വന്നാൽ ഇതിനെ ശിവാനന്ദ സാറ് പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ട് വഴി ബാക്കപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നമ്മൾ മുൻകൂട്ടി കാണേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ വികസന പ്രക്രിയകളെല്ലാം നമുക്ക് സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി റാപ്പോർട്ടേഴ്സ് റിപ്പോർട്ടാണ്. അതിനുവേണ്ടി ശ്രീ ശ്രീജിത്തിന് കമന്റ്സും കൂടെ കേട്ടിട്ട് പറയാൻ അവിടെ പറയാ. ഹലോ 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 ഈ അട്ടപ്പാടിയിൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് 25 വർഷം കൊണ്ട് വളരെ അവിശ്വസനീയമായ ഒരു മാറ്റം ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഈ ആക്സസ് ഉള്ള സ്ഥലങ്ങൾ, ഇപ്പം ആവാസ കേന്ദ്രങ്ങൾ, ആദിവാസികളുടെ ആവാസ കേന്ദ്രങ്ങളിൽ ഇതുപോലെ സർക്കാർ സംവിധാനവും സഹായവും റോഡുകളും മറ്റ് സൗകര്യമുള്ള ഒരു കൂട്ടം ആളുകളും അതൊന്നുമില്ലാത്ത ഒരു വിഭാഗം അതിലുള്ള ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു അന്തരം കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ആക്സസ് ഉള്ള ട്രൈബൽ വിഭാഗങ്ങളും ആക്സസ് ഇല്ലാത്ത ട്രൈബൽ വിഭാഗങ്ങളും തമ്മിലുണ്ട്. അട്ടപ്പാടിയിൽ തന്നെ വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ ഒരു സൗകര്യമില്ല എന്നുള്ള പ്രശ്നം. എൻ്റെ പേര് ബാലകൃഷ്ണൻ, മാവേലിക്കര. എനിക്ക് പറയാനുള്ളത് ഒരു അല്പം വിട്ട കാര്യങ്ങളാണ്. അത് ഒരു മിനിറ്റ് മതി, ഞാൻ പറഞ്ഞോളാം. അതായത് ഈ TSP ഫണ്ടും അതുപോലെ തന്നെ SCP ഫണ്ടും പട്ടികവർഗത്തിനെ ബേസ് ചെയ്തുള്ളതാണല്ലോ. ഈ പട്ടികവർഗം എന്ന് പറയുന്ന ജനവിഭാഗത്തിനെ എന്നും എല്ലാവരും ചവിട്ടി പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഭൂമിയുടെയും ഈ രാജ്യത്തിൻ്റെ അവകാശികൾ അവരാണ്. ഈ കൃഷിഭൂമി അവരുടേതായിരുന്നു. തരിശായ കൃഷിഭൂമികൾ അവർ കൃഷി ചെയ്ത് സമ്പത്തുണ്ടാക്കിയിട്ട് അത് കൊള്ളയടിക്കാൻ വന്നൊരു വിഭാഗം ആളുകൾ കൊള്ളയടിച്ചത് കൈക്കലാക്കി. ആ കൊള്ളക്കാരുടെ കയ്യിലാണ് ഇന്നും ആ ഭൂമി മുഴുവൻ. അത് അവർ ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ടും അധികാരം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടുമാണ് ഇപ്പോഴും ഈ പട്ടികവർഗങ്ങൾക്ക് എഴുന്നേറ്റമില്ലാത്തത്. ആ കൊള്ളക്കാരുടെ പിൻതലമുറയുടെ കയ്യിലാണ് ഇപ്പോഴും ഭൂമി. അവരാണത് കൈവശം വെച്ചിരിക്കുന്നത്. ഞാൻ കൊള്ളക്കാരെന്ന് ഉദ്ദേശിച്ചത് യുദ്ധം ചെയ്ത് കീഴടക്കുന്ന രാജാക്കന്മാരെ ഉദ്ദേശിച്ചത്. തനി കൊള്ളക്കാരും ഗുണ്ടകളുമാണ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മതമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. നിർത്തി. അപ്പോൾ ഇങ്ങനെ ഇവരുടെ സപ്പോർട്ടിലാണ് ഈ പാവപ്പെട്ട ജനത്തിന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ച് ഭൂനിയമ കൊണ്ടുവന്നു. പക്ഷെ അതിനെ അട്ടിമറിച്ചു. 25 ലക്ഷം ഏക്കർ ഭൂമി അന്ന് മിച്ചഭൂമി ഉണ്ടായിരുന്നു. അതൊക്കെ അട്ടിമറിച്ച് ഇങ്ങനെ അവർ തഴഞ്ഞ് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ ഈ 65-ാം വർഷത്തിലാണ് ഇനി അവർക്കിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്.
എന്ത് നടക്കുന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ ആ ജനം ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല, അനുഭവിച്ചറിയുക. ഞാൻ ഒരു ഒറ്റ വാചകം മാത്രം. നീഡ് ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആസൂത്രണത്തിന്റെ അഭാവമാണ് ഇന്നത്തെ പ്രശ്നത്തിന് കാരണം. അത് പരിഹരിക്കും. ഇത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് സംസാരിക്കാം. നിങ്ങളോട് എന്താ നീഡ്, ഹെൽത്ത് നീഡ്? കിടപ്പാടവും വീടും കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളൂ. സോഷ്യൽ മൊബിലിറ്റിക്ക് ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമല്ലേ? Now that is getting over. Now you have to seriously take up the issues that Anil is saying. We'll discuss that. ബഹുമാന്യരെ, ഇവിടെ നടന്ന ചർച്ചയുടെ ഒരു സംക്ഷിപ്തമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പൊതുവായിട്ടുള്ള SC/SPയുടെയും TSPയുടെയും ലക്ഷ്യങ്ങൾ എന്താണ്, അത് ഈ വിഭാഗങ്ങളുടെ പൊതുവായ സാമ്പത്തിക വികസനത്തിലേക്ക് നയിക്കണം, ഇതര വിഭാഗങ്ങളുമായിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിലുള്ള വിടവ് നികത്താൻ വേണ്ടിയാണെന്നുള്ള നിലയ്ക്ക് തുടങ്ങി. ഇതിൻ്റെ നിയമപരമായ ചട്ടക്കൂടിൻ്റെ ഒരാവശ്യത്തിലെ ഊന്നിയാണ് നമ്മുടെ ചെയർമാൻ സംസാരിച്ചത്. അതുപോലെ പിന്നെ നമ്മൾ അവിടുന്ന് പോയി ധനവിനിയോഗത്തിലേക്ക് വന്നു. ധനവിനിയോഗത്തിനകത്ത് നേരിടുന്ന പ്രശ്നങ്ങളിലൂടെ പ്രോജക്റ്റുകളിലേക്ക് വന്നു. പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പ്രായോഗികമായി നേരിടുന്ന പ്രശ്നങ്ങൾ, പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും ഉള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്താണ് അവസാനിപ്പിച്ചത്. ഇതിനകത്ത് ചെയർമാൻ തുടങ്ങി വെച്ചത് മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ളതുപോലെ ഉള്ള SC/SP TSP നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു നിയമം കേരളത്തിനും വേണം. പക്ഷെ അത് വളരെ വ്യക്തമായി അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി, അത് ഈ വിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി രൂപീകരിച്ചില്ലെങ്കിൽ അത് തന്നെ ദോഷകരമായി ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രൊഫസർ ജോസ് ചാത്തുക്കുളം ധനവിനിയോഗത്തിൽ ഊന്നിയാണ് സംസാരിച്ചത്. അദ്ദേഹം SCPയുടെയും TSPയുടെയും കേരളത്തിലുള്ള ചില അച്ചീവ്മെന്റുകളെ പറ്റി പറയുകയുണ്ടായി. അതോടൊപ്പം ധനവിനിയോഗത്തിലും ഒരു ജനറൽ ഫണ്ടിന്റെ ധനവിനിയോഗത്തിനോട് അടുത്ത് വരുന്ന അല്ലെ ആ ഗ്യാപ്പ് ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ബീനാ ഗോവിന്ദന്റെ പ്രസന്റേഷനിൽ പ്രധാനമായും പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നടക്കുന്ന പദ്ധതി രൂപീകരണത്തിലുള്ള പരിമിതികൾ, ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പുകളുടെ രൂപീകരണം, അതിൻ്റെ ഘടന, അത് പ്രവർത്തിക്കുന്ന രീതി മുതൽ പ്രോജക്റ്റുകളുടെ രൂപീകരണം, ഡെവലപ്മെന്റ് സെമിനാർ, പ്രോജക്റ്റിന്റെ അപ്രൂവൽ തുടങ്ങിയ ആ പ്രക്രിയക്കകത്ത് ഉണ്ടാകുന്ന പരിമിതികളെയാണ് ചൂണ്ടിക്കാണിച്ചുള്ളത്. അത് വിശദമായിട്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താം. ഇതിനകത്ത് പ്രധാനമായിട്ടും വന്ന 1-2 പോയിന്റുകളിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഒന്ന്, ST വർക്കിംഗ് ഗ്രൂപ്പ് വേണ്ട എല്ലായിടങ്ങളിലും ഇല്ല. 2, SC/ST വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് ചില സാരമായ പരിമിതികളുണ്ട്. അതുപോലെ ഇതര വർക്കിംഗ് ഗ്രൂപ്പുകളിൽ, അത് മൃഗസംരക്ഷണവും കൃഷിയും അടക്കമുള്ള ഇതര വർക്കിംഗ് ഗ്രൂപ്പുകളിൽ തോമസ് സുഷോത്ത് സാർ അതിനകത്ത് സാംസ്കാരിക കാര്യങ്ങളും പറഞ്ഞു, ഇവരുടെ പ്രാതിനിധ്യമില്ല. ഇത് ഒരു വളരെ ഗൗരവതരമായി പരിഗണിക്കേണ്ട പ്രശ്നമാണ്. നിർവഹണത്തിലേക്ക് വരുമ്പം എക്സ്ക്ലൂഷൻ, ഒഴിവാക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള ഒഴിവാക്കപ്പെടലുകളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അത് ഒന്ന് വീണ്ടും ഇവിടെ ചർച്ചയിലും പറഞ്ഞു, ആക്സസ് റിമോട്ടായിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന സമൂഹങ്ങൾ, സ്കാറ്റേഡായിട്ട് താമസിക്കുന്ന സമൂഹങ്ങൾ, അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിന് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് എടുക്കാൻ കഴിയില്ല. അതിനകത്ത് വ്യത്യസ്തരായ വിഭാഗങ്ങളുണ്ട്, സാമ്പത്തികമായി മുന്നോട്ട് വന്നവരുണ്ട്, സാംസ്കാരികമായി മുന്നോട്ട് നിൽക്കുന്നവർ, അതായത് ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇവരെയൊക്കെ വ്യത്യസ്തമായ അപ്രോച്ചിലൂടെ തന്നെ സമീപിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞ ഇതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യത്തെ പറ്റിയിട്ട് അനിൽകുമാർ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു കാര്യത്തിൽ രൂപപ്പെട്ടു വരുന്ന പദ്ധതികൾ, പഞ്ചായത്ത് തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ രൂപപ്പെട്ടു വരുന്ന പദ്ധതികളിൽ വളരെ സാരമായ പരിമിതികളുണ്ടെന്നുള്ളത് ബീനയുടെ പ്രസന്റേഷനിൽ ഇവിടെ വന്നു. അവരുടെ ഈ സമൂഹങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിമിതികളാണെങ്കിലും പൊതുവായിട്ടുള്ള വികസന പരിമിതികളെ ആണെങ്കിലും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളല്ല ഉണ്ടായി വരുന്നത് എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു എക്സ്ക്ലൂഷനും തോമസ് ഉഷവത്തിയോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് ഒരു പരിമിതി തന്നെ ഒഴിവാക്കപ്പെടാനുള്ള ഒരു കാരണമായി മാറുക. ഭൂമിയില്ലാത്തതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൃഷിയുടെ പ്രോജക്റ്റുകൾ കിട്ടാതെ പോകുന്ന തരത്തിലുള്ള എക്സ്ക്ലൂഷനെ പറ്റിയും
ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരത്തിലൊരു നിയമപരമായ ചട്ടക്കൂടിൻ്റെ ആവശ്യകതയിൽ തുടങ്ങി ധനവിനിയോഗത്തിലെ പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ, അങ്ങനെ വന്ന് മുന്നോട്ട് എങ്ങനെ പോകാം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഊരുകൂട്ടത്തിൻ്റെയും ഗ്രാമസഭയുടെയും വർക്കിംഗ് ഗ്രൂപ്പുകളുടെ അടക്കം കൂടുതൽ ശാക്തീകരണം, അതുപോലെ ഒരു ഇടമലക്കുടി മാതൃകയിലുള്ള പുതിയ പഞ്ചായത്തുകളാകാമോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ മുന്നോട്ട് വയ്ക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഏതാനും ചില റെക്കമെൻഡേഷനുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പദ്ധതികൾ ഉണ്ടാവണം, ഇവരുടെ പാർട്ടിസിപ്പേഷൻ എല്ലാ തരത്തിലും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള 2 നിർദ്ദേശങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക്സ്. I think it's time to thank വളരെ കേരള വികസനത്തിൻ്റെ പാർശ്വവൽക്കരണപ്പെട്ട ആൾക്കാരെ പറ്റി ഇത്ര നന്നായി ചർച്ച മോഡറേറ്റ് ചെയ്ത പ്രൊഫസർ ശിവാനന്ദനും ഇത്ര നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ചർച്ചകൾ നയിച്ച, ആ ചർച്ചകൾ ഇനിഷ്യേറ്റ് ചെയ്ത എല്ലാവർക്കും, ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത സെഷനിലേക്ക് നീങ്ങുകയാണ്. അടുത്ത സെഷന് നമുക്കറിയാം കേരള വികസനത്തിൻ്റെ മുഖമുദ്രയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യുവാനായി ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡറേറ്റർ വി ഹാവ് ഡോക്ടർ ഇക്ബാൽ, പ്രിയപ്പെട്ട പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. പിന്നെ ഈ സെഷന് പ്രത്യേകതയുണ്ട്, ആരും ഓഫ്ലൈൻ ആയിട്ടില്ല, കാരണം ഡോക്ടേഴ്സ് ആണല്ലോ, നമ്മൾ ഇത് ഓൺലൈനായിട്ടാണ്. അതിൽ ഒരാൾ മാത്രമുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ആ ആള് ഡോക്ടർ ശ്രീരാമകൃഷ്ണനാണ്. ഡോക്ടർ രാമകൃഷ്ണൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും, ഡോക്ടർ ശ്രീ E.T. ടേസൺ മാസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ. പ്ലീസ് കം ഓവർ. ടേസൺ മാസ്റ്റർ, ഡോക്ടർ KP അരവിന്ദൻ, ഡോക്ടർ KR തങ്കപ്പൻ, ഡോക്ടർ TP കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ സേറു ഫിലിപ്പ് ആൻഡ് ഡോക്ടർ സാഹിഷ ആൻഡ് ഡോക്ടർ C. രാമകൃഷ്ണൻ. ഇത് 2 പേര് ഇവിടെ ഉണ്ട്. Please come over to this, guys. And Dr. M.N. Shahul Hamid. There is the 3rd person. I thought it's 3 are here. Dr. Iqbal, 3 പേര് ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള we have a very long list. All of them are going to be with you. You are going to have a very tight time. We have to start the next session at 5 o'clock. And you need to take care of the health of others by offering them a cup of tea. You have to save 10 minutes within that, if possible. പറ്റുമെങ്കിൽ അവർക്ക് ചായ കഴിക്കാൻ 10 മിനിറ്റ് ഇടയ്ക്ക് കൊടുക്കണം. 6 മണിക്ക് അടുത്ത സെഷൻ തുടങ്ങുകയും ചെയ്യണം. Now the problem is yours. Over to you, Dr. Iqbal, to moderate this session. Hope you heard us. Thanks, Joseph. നമുക്ക് അടുത്ത സെഷൻ, ഇതിന് മുമ്പിലുള്ള സെഷനിൽ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഉയർത്തിയിട്ടുള്ളത്. മറ്റ് പല സെഷനുകളിലും അതാത് മേഖലകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഉന്നയിച്ചതെങ്കിൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയ്ക്ക് വളരെ പ്രത്യക്ഷമായ മാറ്റം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് എന്ന ഒരു ഗുണാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു ചോദ്യമാണ് ഉയർത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ അധികാര വികേന്ദ്രീകരണം കേരളത്തിലെ സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയ 2 മേഖലകളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. ഈ 2 മേഖലകളും ഗുരുതരമായ പ്രതിസന്ധികളെ നേരിട്ട അവസരത്തിലാണ് 1996 ജനകീയ നമ്മുടെ അധികാര വികേന്ദ്രീകരണം ആരംഭിച്ചത്. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ മേഖലയിലും അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയും അത് വളരെയേറെ ജീർണിക്കുന്ന ഒരവസ്ഥയിലെത്തുകയും, അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പാഠ്യ സംവിധാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ജീർണിച്ച നിലയിലേക്ക് എത്തുകയും, അതേ അവസരത്തിൽ സ്വാശ്രയ മാതൃകയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുകയും ചെയ്തു. അതിവേഗം വളർന്നു. പല കാരണങ്ങൾ കൊണ്ടും അത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തിരിച്ചടിയിലേക്ക് കേരളത്തെ നയിച്ചു. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളാണ് കേരള വികസന മാതൃകയുടെ അടിത്തറ തന്നെ.
നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്താണ്. സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് കേരളത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിട്ടു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്ക് വിദ്യാഭ്യാസം അപ്രാപ്യമായി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലും തിരിച്ചടിയുണ്ടായി. ആരോഗ്യ മേഖലയിലും മറ്റൊരു രീതിയിലാണ് പ്രതിസന്ധി വന്നത്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ നേട്ടങ്ങളുടെ ഫലമായി തന്നെ ആയുർദൈർഘ്യം വർദ്ധിച്ചു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘസ്ഥായി രോഗങ്ങൾ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളൊക്കെ വർദ്ധിച്ചു. അത് തന്നെ നമ്മൾ പ്രതീക്ഷയിൽ കൂടുതലായിട്ട് വർദ്ധിച്ചു. പകർച്ചവ്യാധികൾ പലതും വീണ്ടും നിലനിന്നു. മാനസികാരോഗ്യം അപകടത്തിലായി. അങ്ങനെ രോഗാതുരത കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചു. ഈ വർദ്ധിച്ചു വന്ന രോഗാതുരതയെ നേരിടാൻ പാകത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ മേഖലയ്ക്ക് കഴിഞ്ഞില്ല. ഈ ശൂന്യതയിലേക്കാണ് സ്വകാര്യ മേഖലയെ വൻതോതിൽ കടന്നു വരികയും ആരോഗ്യ ചെലവ് കേരളത്തിൽ കുതിച്ചുയരുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് സാധാരണക്കാർക്ക് ചികിത്സ അപ്രാപ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളം പോയത്. കേരള ആരോഗ്യ മാതൃകയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി, സാമൂഹ്യ നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ കേരള ആരോഗ്യ മാതൃക പ്രതിസന്ധിയെ നേരിടാൻ തുടങ്ങി. അങ്ങനെയാണ് 80കളോടെ കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടു. ഇവിടെ ഡോക്ടർ മൈക്കിൾ തരകൾ ഇത് കേൾക്കുന്നുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ ഈ പ്രതിസന്ധികളെ കുറിച്ച് ധാരാളം എഴുതുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ 96 ജനകീയാസൂത്രണ പരിപാടി നടപ്പിലാക്കിയതിനെ തുടർന്ന് 2 ഡിപ്പാർട്ട്മെന്റും, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഈ 2 മേഖലകളിലും വമ്പിച്ച മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ എന്തൊക്കെയെന്ന് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നവർ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ധാരാളം പേര് സംസാരിക്കാനുണ്ട്. അതിന്റെ ഫലമായിട്ട് യാതൊരു അതിശയോക്തിയും കൂടാതെ വിസ്മയകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നമ്മുടെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ വരെ അവിടെ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. നേരത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയിരുന്ന കുട്ടികൾ തിരിച്ചു വരാൻ തുടങ്ങി. നമ്മുടെ ആശുപത്രികളെ സംബന്ധിച്ച് 96 അന്ന് നടത്തിയ പഠനത്തിൽ 26% ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ പോയിരുന്നെങ്കിൽ അത് ഇന്നിപ്പോൾ ഏതാണ്ട് 49% വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ഒട്ടനവധി പ്രശ്നങ്ങൾ 2 മേഖലയിൽ അവശേഷിക്കുന്നുണ്ട്. അതും നമ്മളിവിടെ പരിഗണിക്കും. നമുക്ക് 8 പേരാണ് വിഷയം അവതരിപ്പിക്കാനുള്ളത്. ജോസഫ് സൂചിപ്പിച്ച പോലെ സമാപന സമ്മേളനം 6 മണിക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായി സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് E.T. ടൈസൺ മാസ്റ്റർ MLA, ബഹുമാനപ്പെട്ട ടൈസൺ മാസ്റ്റർ MLA അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 2 രംഗത്തെയും നേരിടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് മാത്രം സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന് 25ാം വർഷം ഇപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയ 2 രംഗമാണ് വിദ്യാഭ്യാസം, ആരോഗ്യം. എനിക്ക് തോന്നുന്നു എൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പറയുന്ന നിതര സാധാരണമായ രീതിയിൽ വളർന്നു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കിഫ്ബി ഈ കാര്യത്തിൽ ചെയ്ത വലിയ രീതിയിലുള്ള ശ്രദ്ധയാണ്. അതിൻ്റെ എല്ലാ തലങ്ങളിൽ മാറ്റുന്നതിൽ ഇന്റർനാഷണൽ സ്കൂൾ അതിൻ്റെ തരത്തിലുള്ള എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ പ്രക്രിയയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിയമപരമായി മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. ഒന്ന്, നമ്മുടെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലാണെങ്കിൽ ഓരോ തരത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് LP, അതുപോലെ അങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. എന്നാൽ നഗരസഭയ്ക്ക് ആണെങ്കിൽ ഈ എല്ലാ തലങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നായി, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റി ആ തലങ്ങളിലൊക്കെ ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ഒരു ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഇവിടെയാണ് ഇടപെടേണ്ടത്, അവിടെയാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള നിയമത്തിന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, അതങ്ങനെയാണ്. ഒരു വട്ടം ചുറ്റി അവസാനം അതൊരു പ്രശ്ന രീതിയിലാക്കുന്ന ഒരുപാട് സമയങ്ങൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതെങ്ങനെ ചെയ്യാൻ കഴിയും, ജില്ലാ പഞ്ചായത്തിന് അത് മൊത്തം ഒരു സംവിധാനത്തിലാക്കാൻ കഴിയുമോ എന്ന് തുടങ്ങിയിട്ടുള്ള സംവിധാനം ആലോചിക്കേണ്ടതുണ്ട്. രണ്ട്, നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, അതും അതിനുള്ള പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കണം. ഒറ്റ കേന്ദ്രം മിക്കവാറും ഉള്ളൂ. അത് അതിൻ്റെ ആ സംവിധാനത്തിൻ്റെ ഇതും പരിശീലനത്തിൻ്റെയും മറ്റു കോർഡിനേഷനും ഒക്കെ നന്നായി നിർവഹിക്കാൻ ഒരു പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയുമായിരിക്കും. മറ്റ് അതിന് പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്നറിവിടെ എന്തായാലും അത്തരം ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കണം. പിന്നെ നമുക്ക് ഈ നഗരസഭ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകൾ, അത് അവിടെ കഴിയുകയാണ് അവരെ പരിശോധന. എന്നാൽ അത് ജില്ലാ പഞ്ചായത്തിനോ മറ്റു സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം ഇതിന് ഈ ഹൈസ്കൂൾ തലങ്ങളിലൊക്കെ ഇടപെടാനുള്ളൊരു ശേഷി ഉണ്ടാകുന്നതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും ഇപ്പോഴുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു സ്കോപ്പും ഇല്ല, നിലവിലില്ല. അത് എന്താണ്, എങ്ങനെയാണ് കൂടുതൽ അത്തരം ഈ തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾക്ക് അതിനുള്ളിൽ അത്യാവശ്യം സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കുള്ളത് വലിയ അർത്ഥത്തിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറി. പിന്നെ അതിൻ്റെ പ്രോജക്റ്റ്, അതിൻ്റെ LCD, എല്ലാ കാര്യങ്ങളും, കമ്പ്യൂട്ടറൊക്കെ എല്ലാമായി. എന്നാൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം അക്കാദമിക് മേഖല ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വെച്ചാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, കുറച്ചുകൂടി ആ അക്കാദമിക് മേഖലയിലുള്ളത് വ്യാപിപ്പിക്കാൻ, കുറച്ചുകൂടി പ്രതിഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കാനോ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുകൂടി എനിക്ക് തോന്നുന്നു ജില്ലാ പദ്ധതി, ജില്ലാ പ്ലാൻ കൂടി കണക്ട് ചെയ്ത് ഇതിലേക്കൊരു വലിയ പരിപാടിയായി അക്കാദമിക് മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കാനുള്ള പരിപാടി കൂടി പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. മറ്റൊന്ന്, നമുക്ക് വിദ്യാഭ്യാസത്തിൽ നന്നായിട്ട് കുട്ടികൾ കൂടുതലുണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് നമ്മൾ അൺഎക്കണോമിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 60 കുട്ടികളിൽ താഴെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ 60 കുട്ടികളിൽ താഴെയുള്ള സ്ഥലങ്ങൾ മിക്കവാറും നമുക്കറിയാം ആദിവാസികൾ, തീരപ്രദേശം ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് അത്തരം നമ്പർ വല്ലാത്ത കുറവ്. 60 താഴെയുള്ള കുട്ടികൾ, 4 തുടങ്ങിയുള്ള കുട്ടികളുണ്ട്. ഒരു സ്കൂളിൽ 4 മാത്രമുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള പരിപാടികൾ നമുക്ക് വേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഏറ്റവും പാവപ്പെട്ട, ഇപ്പൊ നമ്മൾ പറയില്ല പാർശ്വവൽക്കരിക്കപ്പെട്ടാന്നൊക്കെ പറയുന്ന ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വല്ലാതെ പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ദുസ്ഥിതി നേരിടുകയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ വളരെ നന്ദി. ഇവിടെ റാപ്പോച്ചിയർ പറയുന്ന നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അത് അവസാനം അവതരിപ്പിക്കും. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞു, അത് നമ്മൾ ശ്രദ്ധിക്കണം. അക്കാദമിക് നിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിന് അനുവാദമായി അക്കാദമിക് നിലവാരം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അടുത്തതായിട്ട് ഡോക്ടർ രാമൻകുട്ടി സംസാരിക്കുന്നതാണ്. ഈ മേഖലയിൽ ധാരാളം ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ രാമൻകുട്ടി. ഞാൻ സമയക്കുറവ് കൊണ്ടും എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടും ആരോഗ്യ മേഖലയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഇക്ബാൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ആരോഗ്യ മേഖല പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന 90കളിലാണ് ജനകീയ ആസൂത്രണം നമ്മുടെ ഒരു പോളിസി ആയിട്ട് ഇവിടെ വന്നത്. അതുകൊണ്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് നമ്മൾ പലതും നേടി എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും ജനങ്ങളുടെ നമ്മുടെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് 50% അധികം ആളുകൾ അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി സ്വകാര്യ ആശുപത്രികളെ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം ഈ ഡോക്ടർമാരും തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം 2-3 ഫേസിൽ കൂടി കടന്നുപോയി. ആദ്യം ഡോക്ടർമാരൊരു ആന്റഗോണിസം ഫേസ് ആയിരുന്നു. ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഇത് തീരെ പറ്റിയതല്ല, അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനം തന്നെ അവർ ആദ്യത്തെ 5-6 വർഷം സ്വീകരിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നീട് അത് നമുക്ക് അത്ര ദോഷമായിട്ട് ഭാവിക്കുകയില്ല എന്നുള്ള ഒരു ബോധം വന്നതുകൊണ്ടും പിന്നീട് അവരുടെ മറ്റ് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടുമായിരിക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് പിന്നെ കുറെ കാലം ഒരു ഇൻഡിഫറൻസിന്റെ പീരീഡ് ആയിരുന്നു. അതായത് ഇത് ഒരു വഴിക്ക് ജനകീയ ആസൂത്രണം നടക്കുന്നു, ഡോക്ടർമാര് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സർവീസിന്റെ ആക്ടിവിറ്റീസ് മാത്രമായിട്ട് ചില പഞ്ചായത്തുകളിൽ ചില ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ചില ജനപ്രതിനിധികളുടെ ഇനിഷ്യേറ്റീവിൽ വളരെ നല്ല ചില പ്രോജക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അടുത്ത കാലത്തായിട്ട് മൂന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 5 വർഷമോ അതിനടുപ്പിച്ചോ ആയിട്ടുള്ള സമയം കൊണ്ട് പൊതുജനാരോഗ്യത്തിൽ ഇടപെടാൻ പലപ്പോഴും ശക്തമായ ഒരു പോളിസി ടൂളാണ് ഈ ജനകീയ ആസൂത്രണം എന്നുള്ളത് പഞ്ചായത്തുകൾക്കും ഡോക്ടർമാർക്കും ഒരുപോലെ മനസ്സിലായ ഒരു സമയമായി. അത് മാത്രമല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ നയരൂപീകരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു ആശാവഹമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട പല പ്രതിസന്ധികളും, പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലഡ് വന്നു, വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ഇതുപോലെ നിപ്പ, അത് കഴിഞ്ഞിപ്പോൾ അടുത്ത 2 വർഷമായിട്ട് കോവിഡ്, അങ്ങനെ പല വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ വെല്ലുവിളികളെയും ഈ ജനകീയ ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിന്റെയും കൂടെ സഹായത്തോടു കൂടി അല്ലാതെ നമുക്ക് ഇത്ര ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ജനകീയ ആസൂത്രണത്തിന്റെ ശക്തി പൊതുജനാരോഗ്യ മേഖലയിൽ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്. അതായത് പലപ്പോഴും ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ വളരെ കുറച്ചൊക്കെ നമ്മുടെ പോളിസി മേക്കേഴ്സ് അവഗണിച്ചിരുന്ന ഒരു ഭാഗമാണ് പൊതുജനാരോഗ്യം. ഞാൻ പറയുന്നത് ചികിത്സയെക്കുറിച്ചല്ല. കാരണം ജനങ്ങൾക്കും എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ളത് ചികിത്സയാണ്. കാരണം ചികിത്സാ സൗകര്യങ്ങളെ കുറിച്ച് എല്ലാവരും വളരെയധികം സെൻസിറ്റീവാണ്. ജനങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പൊതുജനാരോഗ്യ കാര്യങ്ങളുടെ പ്രാധാന്യം ഉറപ്പിക്കാൻ അടുത്ത കാലത്തുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും പഞ്ചായത്തുകൾക്ക് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, ഈ സ്വകാര്യ മേഖലയുടെ കാര്യത്തിൽ അവർക്ക് പലതും ഈ പ്ലാനിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെ വരുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും, പക്ഷെ അതിപ്പോൾ നമുക്കത് ശേഖരിക്കാൻ യാതൊരു മാർഗവുമില്ല. അത് അങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ, ഹെൽത്ത് പ്ലാനിങ്ങിൽ അവർ വരണമെങ്കിൽ അതിനുള്ള ഒരു നിയമനിർമ്മാണം നടക്കേണ്ടിയിരിക്കുന്നു. അത് രാഷ്ട്രീയ മേഖലയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒരു ഏരിയയാണ്. അവരാണ് ആ രീതിയിലുള്ള ഒരു മാറ്റത്തിന് നമ്മുടെ സിസ്റ്റത്തിനെ സജ്ജമാക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. താങ്ക് യു. വളരെ നന്ദി രാമൻകുട്ടി. അദ്ദേഹം 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന്, നമ്മുടെ ചികിത്സയ്ക്ക് വളരെ ഊന്നൽ നൽകി, അത് ആവശ്യവുമായിരുന്നു. പക്ഷെ അതേ അവസരത്തിൽ പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യ മേഖല, അതായത് രോഗപ്രതിരോധവും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പബ്ലിക് ഹെൽത്ത് ഇടപെടലുകൾ, പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ് കുറെ കൂടി ശക്തമായി നടത്തണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. രണ്ടാമത്തത്, സ്വകാര്യ മേഖലയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താം. പ്രത്യേകിച്ച് ഇടത്തരം ചെറുകിട ആശുപത്രികളും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തി ഒരു കുടുംബ ആരോഗ്യം എന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശൃംഖല ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട്, മറ്റു പലയിടത്തും സ്വകാര്യ മേഖല വന്ന് സർക്കാർ മേഖലയെ നന്നാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സ്വകാര്യ പൊതു പങ്കാളിത്തമാണെങ്കിൽ, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ, കേരളത്തിൽ രണ്ടുപേരും തുല്യരായിട്ട് ഉള്ള സഹകരണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പൊ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലെ രാമൻകുട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം കൂടുതൽ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. അടുത്തതായിട്ട് അവതരിപ്പിക്കേണ്ടത് ഡോക്ടർ അരവിന്ദനാണ്. അരവിന്ദനെ ഇവിടെ കാണുന്നില്ല. അരവിന്ദൻ ഉണ്ടോ? ജോസഫേ, ഡോക്ടർ അരവിന്ദൻ പിന്നീട് ചേരുമെന്നുള്ള പ്രതീക്ഷയെ നമുക്ക് തങ്കപ്പനിലേക്ക് പോകാം. കാരണം തങ്കപ്പൻ ഇവിടെ ഉണ്ട്. അദ്ദേഹവും ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്. ഡോക്ടർ തങ്കപ്പന്റെ
അദ്ദേഹം അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ധരിച്ചിരുന്ന പല കാര്യങ്ങൾക്കകത്തുമുള്ള പല പ്രശ്നങ്ങളും പുറത്തു കൊണ്ടുവരാൻ തങ്കപ്പന്റെ പഠനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്കപ്പൻ തന്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കാൻ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഞാൻ പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, ഈ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് ഹൃദ്രോഗം കേരളത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചു. 1993, അതായത് ജനകീയ ആസൂത്രണത്തിന് തൊട്ടു മുമ്പ് ഡോക്ടർ രാമൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു. കേരളത്തിലെ എത്ര ശതമാനം ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെന്ന്. 1.8% പേർക്കായിരുന്നു. അത് 2016 ആയപ്പോഴത്തേക്ക് 3.6% കൂടി. അതായത് ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് ഇരട്ടിയായി. അതുപോലെ തന്നെയാണ് മിക്കവാറും ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ ഈ 25 കൊല്ലം കൊണ്ട് ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ന് കേരളം പ്രമേഹ രോഗത്തിന്റെ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം 20% അഡൽട്സ്, 20 വയസ്സിന് മുകളിലുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ 5-1 പേർക്ക് പ്രമേഹവും 3-1 പേർക്ക് ഹൈപ്പർ ടെൻഷനും ഉള്ള ഒരു നാടാണ്. അതുപോലെ തന്നെയാണ് ക്യാൻസർ. ഇന്ത്യയിലെ തന്നെ 36ഓളം ക്യാൻസർ രജിസ്ട്രികളിൽ മിസോറം ക്യാൻസർ രജിസ്ട്രി ഒഴിച്ച്, നോർത്ത് ഈസ്റ്റ് ക്യാൻസർ രജിസ്ട്രി ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രജിസ്ട്രി തിരുവനന്തപുരം ക്യാൻസർ രജിസ്ട്രിയും അതുപോലെ കൊല്ലം ക്യാൻസർ രജിസ്ട്രിയുമാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിസ്, അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിസ്, ഇതെല്ലാം കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിവെൻഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട. നേരത്തെ രാംകുട്ടി സൂചിപ്പിച്ച മാതിരി രോഗപ്രതിരോധത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ശ്രീചിത്രയിൽ കേരള ഗവൺമെന്റും കൂടെ ചേർന്നിട്ട് ഏകദേശം 600ഓളം പഞ്ചായത്തുകളിൽ ഇത്തരം പരിപാടി, രോഗപ്രതിരോധ പരിപാടി, ജീവിതശൈലിക്കെതിരായിട്ട് ഒരു പരിപാടി നടത്തുകയുണ്ടായി. 600 പഞ്ചായത്ത് കഴിഞ്ഞിട്ട് പിന്നെ തുടരാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇതിന് വളരെയേറെ താല്പര്യമായിരുന്നു. കാരണം അവരുടെ അടുത്തോട്ടാണ് ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ സ്ട്രോക്ക്, ഡയാലിസിസ് മുതലായ രോഗങ്ങളുമായിട്ട് രോഗികൾ ചെല്ലുന്നത്. ഇതുവരെ തടയേണ്ട ആവശ്യം അവർക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു പ്രധാന പ്രശ്നം രോഗപ്രതിരോധം മാത്രമല്ല, രോഗചികിത്സയിലും നമ്മൾ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും കൺട്രോൾ റേറ്റ്സ്, അതായത് എത്ര പേര് ഇതിന് നിയന്ത്രണത്തിന് വിധേയമായിരിക്കുന്നു. അത് ഡയബറ്റിസ് ആണെങ്കിൽ 126 താഴെ എത്ര പേരുണ്ട്, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ 140-90 താഴെ എത്ര പേരുണ്ട്. അത് നോക്കുമ്പോൾ കേരളം വളരെ പിന്നോക്കമാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചല്ല, കേരളം പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല താരതമ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ അത് 13%-ഉം 15% മാത്രമേ ഉള്ളൂ കൺട്രോൾ റേറ്റ്സ്. ഇത് കാനഡയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ 65%. മറ്റു പല വികസിത രാജ്യങ്ങളും 50-നും 65%-നും ഇടയ്ക്ക് പേര് കൺട്രോൾ ചെയ്താണ്. ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവരാണ് കൂടുതലും ഡയാലിസിസിലോട്ട് പോകുന്നത്, കിഡ്നി ഫെയിലിയർ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ തടയേണ്ടത്, കൺട്രോൾ ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. 49-50% പേര് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി വരുന്നു എന്നുണ്ടെങ്കിലും മിക്കവാറും പേരും മരുന്നുകൾ കഴിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ ടുബാക്കോ, ആൽക്കഹോൾ, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, ഡയറ്റ്, അതുപോലെ തന്നെ ഇൻഡോർ എയർ പൊല്യൂഷൻ, ഈ പ്രധാന റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം പഞ്ചായത്തിന്റെ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് കോട്ട്പ, സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, അത് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ടുബാക്കോ മാത്രമല്ല മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അത് ഒരു പരിധിവരെ നമ്മൾ മുന്നോട്ട് പോയതിന്റെ തെളിവാണ് ടുബാക്കോ ഉപയോഗം കേരളത്തിൽ കുറഞ്ഞു വന്നത്. പക്ഷേ അത് പോരാ, ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, സ്കൂളുകളുടെ കുട്ടികളുടെ വ്യായാമം, അതുപോലെ അധ്യാപകരുടെ വ്യായാമം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്ന് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതി നടപ്പാക്കുന്നില്ല. അത് സ്കൂളുകളുമായിട്ട് ചേർന്ന് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഇന്ന് മെഡിക്കൽ കോളേജുകളും മറ്റ് ഉയർന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലും, മെഡിക്കൽ കോളേജുകൾ പ്രത്യേകിച്ച് അസോസിയേറ്റ് പ്രൊഫസർ മുതൽ ഉള്ള മുകളിലോട്ടുള്ള ഡോക്ടർമാരൊന്നും തന്നെ അവര് വേണ്ടത്ര പ്രവർത്തിക്കുന്നേയില്ല. അസിസ്റ്റന്റ് പ്രൊഫസറും അതിന് താഴോട്ടും PGസിനെയും വെച്ചാണ് മിക്കവാറും ഇത്തരം മെഡിക്കൽ കോളേജുകൾ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി വളരെയേറെ ബാധിക്കുന്നു.
ഇവര് പ്രൈവറ്റ് പ്രാക്ടീസ് നിർത്തിയതിന്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ മിക്കവാറും പേര്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, മിക്കവാറും പേര് വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്ന സ്ഥിതിയിലോട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനം പരമാവധി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആരോഗ്യരംഗത്ത് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഡോക്ടർ തങ്കപ്പൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ രോഗാതുരതയെ കുറിച്ച് നോക്കുമ്പോൾ ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, ഈ രണ്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ സംവിധാനം ഉണ്ടാക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബുകൾ, ബൈപ്പാസ് സർജറി, ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയേഴ്സ്, ഡയാലിസിസ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ രണ്ട് രോഗങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മോർബിഡിറ്റി വലിയ തോതിൽ കുറയും, നമ്മുടെ ചെലവും നമുക്ക് കുറയ്ക്കാൻ കഴിയും. സർക്കാർ ചെലവും സ്വകാര്യ ചെലവും കുറയ്ക്കാൻ കഴിയും. പക്ഷേ ഡോക്ടർ തങ്കപ്പന്റെ സമീപകാലത്ത് നടത്തിയ ഒരു പഠനം, അത് അധികൃതരുടെ ശ്രദ്ധയിൽ ആവർത്തിച്ച് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. നമ്മളെ ഇപ്പം താഴെത്തട്ടിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വരെ ഈ രോഗങ്ങളൊക്കെ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. 1 മാസത്തേക്കുള്ള മരുന്ന് നമ്മളിപ്പോൾ നൽകും. സാധാരണ ഒപിയിൽ ഒരാഴ്ചത്തെ മരുന്നാണ് കൊടുക്കുന്നത്. പക്ഷെ അതേ അവസരത്തിൽ കേരളത്തിൽ 15% പ്രമേഹവും 13% രക്താതിമർദ്ദവും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, കൺട്രോൾഡ് ആയിട്ടുണ്ട്. എന്തോ പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ ഈ മരുന്ന് കംപ്ലൈൻസിന്റെ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാത്രമല്ല ഈ രോഗങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അവരെ വ്യായാമം ചെയ്യണം, ആഹാരത്തിൽ മാറ്റങ്ങൾ വരുത്തണം, അത്തരം കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടായിരിക്കാം. അത് പരിശോധിച്ച് അടിയന്തരമായിട്ട് നമ്മൾ ഇടപെടേണ്ട ആവശ്യകതയുണ്ട്. അതാണ് തങ്കപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. അതിലെ തങ്കപ്പൻ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസമായിട്ടും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ 25 വർഷത്തിൽ നമ്മൾ പരാജയപ്പെട്ട ഒരു കാര്യം, സ്കൂൾ ആരോഗ്യ പദ്ധതി വേണ്ടത്ര കാര്യക്ഷമതയോടുകൂടി നടപ്പിലാകുന്നില്ല. സ്കൂൾ ഹെൽത്ത് സംവിധാനം നമുക്കില്ല. സ്കൂൾ ആരോഗ്യ പദ്ധതി പണ്ട് ഉണ്ടായിരുന്നു, നോമിനലായിട്ട്, ഇപ്പൊ തീരെ ഇല്ല. കാരണം ഈ NCD എന്ന് പറയുന്ന പകർച്ചേതര രോഗങ്ങളുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നത് ഈ ചെറുപ്പകാലത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ സ്കൂളുകളിൽ അരവിന്ദൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ ഇല്ല. 40% കുട്ടികൾ ഓവർവെയിറ്റാണ്. അവരിലാണ് പിന്നീട് ഈ പ്രമേഹവും രക്താതിമർദ്ദവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ ആ കാര്യം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു വിഷമമുള്ളതും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. തങ്കപ്പന്റെ തന്നെ നേതൃത്വത്തിൽ ഈ രോഗപ്രതിരോധത്തിന് പഞ്ചായത്തുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി. അതിന്റെ പരിശീലനം പലതും നടത്തിയത് കിലയിൽ വെച്ചാണ്. ഞാനും അതിൽ പങ്കെടുത്ത ഒരാളാണ്. 600 പഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കി. പിന്നെ അത് തുടരാൻ കഴിഞ്ഞില്ല. തങ്കപ്പൻ അതിനിടെ അവിടുന്ന് ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അത് കുറെ കൂടി ആ പദ്ധതി ഒന്നുകൂടി നടപ്പിലാക്കാൻ ഇനി പുതുതായിട്ട് അധികാരത്തിലെത്തിയ പഞ്ചായത്തുകൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഡോക്ടർ TP കുഞ്ഞിക്കണ്ണനാണ് നമുക്ക് സംസാരിക്കേണ്ടത്. കുഞ്ഞിയെയും കാണുന്നില്ല ഇവിടെ. ജോസഫ് കുഞ്ഞിക്കണ്ണൻ ഉണ്ടോ? അദ്ദേഹം പിന്നീട് ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ സൈറു ഫിലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്ടർ സൈറു ഫിലിപ്പ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ സാമൂഹ്യ ആരോഗ്യ വിഭാഗവും പഞ്ചായത്തുകളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏറ്റവും വിജയകരമായി നടപ്പിലാക്കിയ ഒരാളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയും അവിടുത്തെ വൈസ് പ്രിൻസിപ്പളുമായിട്ടുള്ള ഡോക്ടർ സൈറു ഫിലിപ്പ്. ഡോക്ടർ സൈറുവിനെ അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാൻ ക്ഷണിക്കുക. താങ്ക് യു സർ. അതിനെനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്, ഒരുപക്ഷേ ഡീസെൻട്രലൈസേഷൻ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് ആണെന്ന് പറഞ്ഞ ഇക്ബാൽ സാർ തന്നെ, അതോടൊപ്പം തന്നെ അവിടെ ഒരു വിഷനോടുകൂടെ ഞങ്ങളെ നയിച്ച ഐസക് സാറും അവിടെ എത്തിച്ച വിജയകുമാർ സാറിനോടുമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞ ആരോഗ്യ രംഗത്ത് ഒരു ഇമ്പാക്റ്റ് വരുത്തണമെങ്കിൽ 5 തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിവെന്റീവ് ആക്ടിവിറ്റീസ്, പ്രൊമോട്ടീവ് ആക്ടിവിറ്റീസ്, ക്യൂറേറ്റീവ് ആക്ടിവിറ്റീസ്, അടുത്തത് റീഹാബിലിറ്റേറ്റീവ്, പിന്നീട് പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റീസ്. ഇതിൽ നമ്മുടെ LSDയുമായിട്ട് ചേർന്ന് ക്യൂറേറ്റീവ്, പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റീസിൽ ഒത്തിരിയേറെ നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷെ റീഹാബിലിറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ഒരു പരിധി വരെ. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആക്ടിവിറ്റീസ് ആണ്. ഐസക് സാറിന്റെ വിഷനോട് കൂടെ ആർദ്രമി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ ആ ഒരു പരിപാടി തന്നെ ഇപ്പൊ തങ്കപ്പൻ സാർ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുടെ അതിനെ പ്രതിവിധിയായിട്ട് കൂടുതൽ ആൾക്കാരെ അത് ഡിറ്റക്ട് ചെയ്യുന്നവർക്ക് മരുന്ന് എത്തിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ജീവിതശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു. അപ്പൊ അവിടെ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്
ആശമാര് വരെ എത്തി നിൽക്കുക നമ്മുടെ ഹെൽത്ത് സിസ്റ്റം. 1000 പോപ്പുലേഷൻ ഒരു ആശ. ഈ ആശയിൽ നിന്ന് ഫലപ്രദമായിട്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും നമുക്ക് ആൾക്കാരെ വേണം. അവിടെയാണ് ഇടപെടാൻ ശ്രമിച്ചത്. 15 വീടിന് ഒരു വോളണ്ടിയർ വെച്ച്. ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം സ്ട്രോങ് ആക്കി, അല്ലെ വി നീഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഇനിയുള്ള ചാലഞ്ചസ്, അത് കോവിഡ് ആയാലും ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധമായാലും എന്തായാലും നമുക്ക് വേണ്ടത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് കെയർ ആണ്. അതൊരു കോൺഷ്യസ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അവിടെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വിൽ ബി വോളണ്ടിയേഴ്സ്. അവരൊരു ഇൻഫോംഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഏജൻസ് ആണെന്ന് പറഞ്ഞ് തങ്ങളുടെ ചുറ്റിലുമുള്ള മാറ്റത്തിന് വേണ്ടി വരുന്നവരായിരിക്കണം. സ്ത്രീകൾ മാത്രമായിരിക്കില്ല, അതിൽ ചെറുപ്പക്കാരും വേണം, പുരുഷന്മാരും വേണം. അപ്പൊ അടുത്ത റൗണ്ട് ശരിക്കും LSDക്ക് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായത് വാർഡ് മെമ്പറും കൂടിയ എവിടെ അതിനകത്തൊരു നല്ലൊരു ലീഡർഷിപ്പ് എടുത്തോ അവിടെയല്ലേ ഈ പ്രോഗ്രാം നന്നായിട്ട് വിജയിച്ചാൽ. ആ വാർഡുകളെല്ലാം നന്നായിട്ട് പോയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ് വേണ്ടത്. പക്ഷെ ഒറ്റ കാര്യം, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആക്ടിവിറ്റീസ് പലപ്പോഴും ഇൻവിസിബിൾ ആണ്. നമുക്കത് കാണിക്കാൻ പറ്റൂല. അതായത് ഇത്ര പേരുടെ രോഗം നമ്മൾ പ്രിവെന്റ് ചെയ്തു, ഇത്ര പേര് ഇന്നത് ചെയ്യുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റാത്ത അതിന്റെ ഒരു അദൃശ്യതയാണ് അതിന്റെ ഒരു ചാലഞ്ച്. അപ്പൊ ഒരു കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു വലിയ ക്യാമ്പയിനോ അല്ലെങ്കിൽ വലിയൊരു അറിവോ ജനങ്ങളിലേക്കും അതെല്ലാ തലത്തിലും എത്തേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ശരിക്കും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അത് എല്ലാ തലത്തിലും PHC, ഫാമിലി വെൽഫെയർ സെന്റേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എല്ലാ തലത്തിലും, അതോടൊപ്പം തസ്തികകൾ എല്ലാം കൂടി. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിനെ പറയണെങ്കിൽ ഹാർഡ്വെയർ പോലെ നമുക്ക് അതിനുള്ള എല്ലാം ഇപ്പൊ ഇൻ പ്ലേസ് ആണ്. ഇനിയും വേണ്ടത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇതിനെ ചലിപ്പിക്കാൻ ശേഷിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ. അപ്പൊ ഇവിടെ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്കിനി വേണ്ട ഒരു ആറ്റിറ്റ്യൂഡിനൽ ബിൽഡിങ്ങും കൂടെ ആവശ്യമാണ്. അപ്പൊ അതിന് ഒരു സജഷൻ പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജസ് ഉണ്ട്, നഴ്സിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റുഡൻസും അവർ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ LSD പ്രക്രിയ അറിഞ്ഞിരിക്കണം. അപ്പോൾ KUHS നമ്മുടെ കില ഓൺലൈൻ ഒരു ചെറിയ മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി ഈ ഒരു ഗ്രൂപ്പിനായിട്ട് തന്നെ എങ്ങനെ ആരോഗ്യ പ്രവർത്തകർക്ക്, പല ശ്രേണിയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മുടെ LSDയിൽ ക്രിയാത്മകമായ റോള് നയിക്കാമെന്നുള്ള രീതിയിൽ ഉള്ളൊരു മൊഡ്യൂള് അത് നിർബന്ധമാക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അറിവോടെ മെഡിക്കൽ ഓഫീസേഴ്സ് PHCയിലേക്ക് വരും ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്താണെങ്കിലും ഇനിയും വേണ്ടത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ. നമ്മൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ, ഫാഷൻ ആക്കിയാൽ മാത്രമേ ജീവിത ശൈലിയിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ, കളിക്കളങ്ങൾ വരാൻ പറ്റുള്ളൂ, വ്യായാമം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ ലക്ഷ്യമിടേണ്ടത്. താങ്ക് യു. ഡോക്ടർ സൈറു ഫിലിപ്പ് പറഞ്ഞ പല കാര്യങ്ങൾക്കും പ്രായോഗികമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെങ്കിലും അതിനൊരു സാർവദേശീയ പ്രസക്തി ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോ സൈറു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്. നമ്മൾ 96-ലാണ് ജനകീയാസൂത്രണ പരിപാടി നടപ്പിലാക്കിയത്. ആ സമയത്ത് 1997 യാദൃശ്യമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് അവിടുത്തെ ലൈബ്രറി, മികച്ച ലൈബ്രറിയാണ്, ആ ലൈബ്രറിയിലാണ് ഞാൻ ലോകാരോഗ്യ സംഘടനയുടെ ഒരു രേഖ കാണാനിടയായത്. 93-ൽ അവരെ പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് എന്നാണ് രേഖയുടെ പേര്. ഇപ്പൊ സൈറു പറഞ്ഞത് തന്നെ. ആ രേഖ അവർ പറയുന്നത്, ഇഫ് യു വാണ്ട് ടു സോൾവ് ദി ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇറ്റ് ക്യാൻ ബി എൻഷ്യൂർഡ് ഓൺലി വിത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അത് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, ടു എൻഷ്യൂർ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ യു ഹാവ് ടു ഡീസെൻട്രലൈസ്ഡ് ഹെൽത്ത് കെയർ ഇൻ പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫൈനാൻസിങ് എന്ന് തന്നെ പറഞ്ഞു. സത്യത്തിൽ അത് തന്നെയാണ് കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത്. കേരളത്തിലും നമ്മുടെ 40% ഇപ്പൊ ഏതാണ്ട് 26% ഫണ്ട് താഴോട്ട് കൊടുക്കുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ചിലവഴിക്കണമെന്ന് അഡ്മിനിസ്ട്രേഷനിലും പ്ലാനിങ് ഉണ്ടായി. ഇത് ഞാൻ അന്ന് ഡോക്ടർ ഗുലാത്ത് സാറിന്റെ, ഞങ്ങളുടെ വൈസ് ചെയർമാനാണ് ഗുലാത്ത് സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അത് തന്നെയാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ അത് കുറെ എൻഷുർ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സോഷ്യൽ ക്യാപിറ്റൽ കേരളത്തിലുണ്ട്. കേരളത്തിലെ യുവജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ പ്രസ്ഥാനങ്ങൾ, പരിഷത്ത് പോലുള്ള ശാസ്ത്ര സംഘടനകൾ, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയും. അതാണ് പഞ്ചായത്തുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത് സൈറു പറഞ്ഞതിന്റെ ഒരു പ്രസക്തി ഞാൻ പറയുന്നത്, സൈറു 5 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. പ്രിവെൻഷൻ, പ്രൊമോഷൻ, ക്യൂറേറ്റീവ് കെയർ, റിഹാബിലിറ്റേഷൻ, പാലിയേറ്റീവ് കെയർ. ഇത് 5 നമ്മുടെ പഞ്ചായത്തുകൾ ഇപ്പോഴുണ്ട് ഒരു പരിധിവരെ. പാലിയേറ്റീവ് കെയർ പോളിസി 2006-ൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്.
ഇന്നിപ്പോൾ നമ്മുടെ പല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും എനിക്ക് സന്ദർശിച്ചപ്പോൾ അവിടെ റീഹാബിലിറ്റേഷൻ സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അൽമാട്ട കോൺഫറൻസും അസ്താന കോൺഫറൻസിലേക്ക് വരുമ്പോൾ വലിയൊരു വ്യത്യാസമുണ്ട്. 1978 അൽമാട്ട കോൺഫറൻസ്. അന്ന് ഞങ്ങൾ തമാശയ്ക്ക് പറയായിരുന്നു 1.5 ആരോഗ്യ സന്ദേശങ്ങൾ അതിനകത്തുള്ളത്. കാരണം അൽമാട്ട കോൺഫറൻസിൽ ദാരിദ്ര്യം ഉച്ചാരണം ചെയ്യുന്നതിനെ കുറിച്ചും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും കുടിവെള്ളത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവശ്യ മരുന്നുകൾ ലഭ്യമാക്കണം, അത്യാവശ്യ ചികിത്സ കൊടുക്കണമെന്ന് മാത്രമേ അത് പറഞ്ഞുള്ളൂ. പക്ഷെ അസ്താനയിലേക്ക് വരുമ്പോഴേക്കും ലോകത്തുള്ള ഈ രോഗാതുരതയിൽ വന്ന മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രിവെൻഷൻ, പ്രൊമോഷൻ, ക്യൂറേറ്റീവ് കെയർ, റീഹാബിലിറ്റേഷൻ, പാലിയേറ്റീവ് കെയറും വേണമെന്ന് അവർ പറയുന്നുണ്ട്. സത്യത്തിൽ അത് ഈ അസ്താന കോൺഫറൻസ് മുമ്പ് തന്നെ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിലെനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ സാധ്യതയുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ തിരിച്ചു വരാം. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി നേരത്തെ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ സബ് സെന്ററുകൾ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സബ് സെന്ററുകളാണ് ഈ പ്രിവെൻഷനും പ്രൊമോഷനും നടത്തേണ്ടത്. ഞാൻ പല സബ് സെന്ററുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം എനിക്ക് ലഭിക്കുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു പ്രമേഹ രോഗിയാണ്, ഏതെല്ലാം പഴങ്ങൾ എനിക്ക് കഴിക്കാം എന്ന് ചോദിച്ചാൽ വ്യക്തമായ സന്ദേശം കിട്ടുന്നില്ല. എന്ത് വ്യായാമമാണ് എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിൽ നമ്മൾ സബ് സെന്ററുകൾ മെച്ചപ്പെടാനുള്ള ഒരു ശ്രമം നടത്തണം. ഇപ്പൊ അത് വെൽനസ് ക്ലിനിക്കുകളാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും ലഭ്യമാണ്. അതായത് നമുക്ക് സമയം കിട്ടുമെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷാഹിർ ഷാ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി. എന്താണ് നമ്മൾ സ്ഥിരം പറയുന്നതായതുകൊണ്ട് എനിക്ക് പറയാൻ മടിയുണ്ട്, എന്നാലും ഒരു സാർവദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു വ്യക്തിയാണ്. ഷാഹിർ സാർ ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട് സാർ. ഷാഹിർ സാറെ കണ്ടിട്ട് ഒത്തിരി നാളായി, ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. വെൽക്കം ഷാഹിർ ഷാ, ഹാപ്പി ടു മീറ്റ് യു. കേൾക്കാം സാർ. താങ്ക് യു സാർ. സാർ എനിക്ക് പറയാനുള്ളത്, കാരണം ഒരുപക്ഷെ പല നമ്മളെ ഒപ്പമുള്ള പല ഉദ്യോഗസ്ഥരെയും രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ജനകീയ ആസൂത്രണം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരണം ക്യാമ്പസുകളിൽ നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ എത്ര തീവ്രമായിട്ടാണോ മാറ്റങ്ങളെ പ്രണയിച്ചിരുന്നത്, അത് ഉൾക്കൊണ്ട് അതേ രീതിയിൽ ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ ഔദ്യോഗിക ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപക്ഷെ നിമിത്തമായിട്ടുള്ള ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തന്നെയാണ്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ചില വിഷമങ്ങൾ വിഷമം ഉണ്ടാക്കുന്ന സൂചകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രധാനം, ഇത്രയും കാലങ്ങൾ കടന്നു പോയിട്ടും ഈ ആരോഗ്യരംഗത്ത് ഈ രംഗത്ത് പ്രമുഖമായ ഒരു നേതൃത്വം വഹിക്കുന്ന ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിയെ പക്ഷേ ജനകീയ ആസൂത്രണ സംവിധാനങ്ങളോട് സമന്വയിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. ഒരുപക്ഷെ ഡോക്ടർമാരെ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കാരണമായ ജനകീയ ആസൂത്രണ സംവിധാനത്തോട് പലപ്പോഴും മാറി നിൽക്കുന്ന ഡോക്ടർ കമ്മ്യൂണിറ്റി ഉള്ളത്. പക്ഷെ ഡോക്ടർ കമ്മ്യൂണിറ്റി അത്തരത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിൽ അവരുടെ വരുന്ന നാളുകളിൽ അവരുടെ പങ്ക് കൂടുതൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമോ നടപടികളോ ഉണ്ടാകണമെന്നാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ആഗ്രഹം, ഒരു നിർദ്ദേശം. പിന്നെ പ്രധാനമായിട്ട് വേറൊന്ന് നമുക്കറിയാം, അർബൻ ഹെൽത്തിന്റെ കാര്യത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും അർബൻ ഹെൽത്തിന്റെ കാര്യത്തിൽ ജനകീയാസൂത്രണ സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അർബൻ ഹെൽത്തിൽ ആരോഗ്യത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ റോളാണ് അർബൻ ഹെൽത്തിന്റെ കാര്യത്തിലുള്ളത്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഈ കാലം ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് അർബൻ ഹെൽത്തിന്റെ കാര്യത്തിൽ ഈ ജനകീയാസൂത്രണ സംവിധാനത്തിന്റെ ഇടപെടിയിൽ, വികേന്ദ്രീയ ആസൂത്രണത്തിന്റെ ഇടപെടിയിലുണ്ട്, നമുക്ക് ദൃശ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഇനി വരുന്ന കാലങ്ങളിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ എത്തുന്ന ഒരു കാര്യം, ഒന്ന് കൂടുതൽ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ കുറച്ച് അകന്നു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ 1996 ജനകീയ ആസൂത്രണ സംവിധാനം തൊട്ട് ഞാൻ ഇതിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ കരവാളൂർ PSCയിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അന്നാണെങ്കിൽ നമുക്കറിയാം ഒരു 11,000 രൂപ, ഞാൻ ഇന്ന് ഓർക്കുന്നു, 11,000 രൂപ മാത്രമാണ് അന്ന് പദ്ധതിയിൽ വിഹിതമായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് 40,000-ലധികമായിരുന്നു. ഒരു സബ് സെന്റർ മെയിൻ്റനൻസ് ആയിരുന്നു അന്നത്തെ ഒരു പ്രോജക്റ്റ്. പക്ഷെ എഞ്ചിനീയർ 40,000-ലധികം രൂപ പ്രോജക്റ്റ് വെച്ച ആ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് വെച്ച ആ പ്രോജക്റ്റ് വെറും 11,000 രൂപയ്ക്ക് എഞ്ചിനീയർ നിർവചിച്ച പദ്ധതികളെക്കാളും കൂടുതൽ
കൂടുതൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു പദ്ധതിയായിട്ട് മാറ്റാൻ കഴിഞ്ഞു. അത് ജനകീയമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബേസ്മെന്റിന് വേണ്ടി ഇറക്കിയ കല്ലിന്റെ പാറ കഷ്ണങ്ങൾ തല്ലിപ്പൊട്ടിച്ച് ചല്ലിയാക്കി അവിടെ അധികമായിട്ട് കോൺക്രീറ്റ് ചെയ്ത സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ജനകീയമായിട്ട് ഇടപെടി ധാരാളം പദ്ധതികൾ വരുന്നുണ്ട്, പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, നാട്ടിൽ വളരെ വളരെ സുവ്യക്തമായ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ട്. പക്ഷെ പല പദ്ധതികളിലും ജനകീയമായിട്ടുള്ള ഇടപെടിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതൊരുപക്ഷെ നമ്മുടെയൊക്കെ ഇത്തരത്തിൽ രൂപപ്പെടുത്തി എടുത്തതിന്റെ ഒരു കാരണമായിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു സ്പിരിറ്റ് ജനകീയ ആസൂത്രണ സംവിധാനങ്ങളിൽ നിന്ന് കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഈ 3 കാര്യങ്ങൾ ആണ് ഞാൻ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് നിൽക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ നിയമനിർമ്മാണമോ പദ്ധതികളോ ഉണ്ടാകണമെന്ന് ഞാൻ കരുതുന്നു. ഷാഹിർ ഷാ, വളരെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ ഒരു കുറവ് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. നമ്മളെല്ലാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, പക്ഷെ മുന്നോട്ട് പോയിട്ടില്ല. അർബൻ ഹെൽത്തിന്റെ ഇഷ്യൂ ആണ്. എന്താണ് അർബൻ എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമാണ്. കേരളത്തിലെ അർബൻ എന്നാണ് നമ്മൾ പറയുന്നത്, റൂറൽ അർബൻ മിക്സ് ആണ് കേരളം. നമ്മുടെ കോർപ്പറേഷൻ മേഖല ഹെൽത്ത് സർവീസിന് പുറമെയാണ്. അവിടെ എന്താണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഉള്ള നഗരപ്രദേശത്തുള്ള ആരോഗ്യത്തിന്റെ പ്രശ്നം. അപ്പൊ ആ കാര്യത്തില് ഡോക്ടർ ജോയി ഇളമൺ മുൻകൈയെടുത്ത കിലയില് അർബൻ ഹെൽത്തിന്റെ ഒരു സെമിനാറൊക്കെ നടത്തി. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എനിക്കൊന്ന് വരുന്ന ആളുകളിൽ നമ്മുടെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായിട്ട് ഇടപെടേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അർബൻ ഹെൽത്ത്. അത് ഗ്ലോബലായിട്ടും ഉണ്ടത്. സത്യത്തിൽ ഗ്ലോബലായിട്ട് തന്നെ ഈ അർബൻ ഹെൽത്ത് വലിയൊരു ഇഷ്യൂ ആണ്. അതിന് പല തലങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം എന്ന് കരുതുന്നു. വളരെ നന്ദി ഷാഹിർ, വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം. പക്ഷെ ഇതുവരെ എനിക്ക് പുനലൂർ വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും അവിടെ വരണം. ഈ കോവിഡ് ഒന്ന് ശമിച്ചു കഴിഞ്ഞാൽ അവിടെ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡോക്ടർ സി രാമകൃഷ്ണൻ ഉണ്ട്. നമ്മുടെ സത്യത്തിൽ കൂടുതലും ആരോഗ്യത്തിനൊരു കൂടുതലായിപ്പോയി. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. കുഞ്ഞിക്കണ്ണനിൽ വന്നുമില്ല. CR ഇതിനകത്ത് എത്രയോ നാളുകളായിട്ട് പരിഷത്തിലും അതുപോലെ ഗവൺമെന്റിന്റെ ഉപദേശകനായിട്ടും ഒക്കെ ദീർഘകാലം പ്രവർത്തിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട CR-നെ അതിനുവേണ്ടി ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ആ ചോദ്യം മനസ്സിലാക്കിയത് ഒരു ടാഞ്ചിബിൾ പ്രകടമായ ഫലം കിട്ടാൻ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് എന്തുകൊണ്ട് 2 പതിറ്റാണ്ടിലേറെ വേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ഞാനത് മനസ്സിലാക്കിയത്. എനിക്കൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ടാഞ്ചിബിളായ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ പറയുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസവും പൊതുവിദ്യാലയങ്ങളും പൊതുസമൂഹത്തിന്റെ മനസ്സിലും ഹൃദയത്തിലും പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലുകൊണ്ടായിരിക്കണം നമ്മൾ ഈ റിസൾട്ട്. ഒരു സംശയമില്ല, അതിശയകരമായ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്നത്. അത് ഇപ്പം മാത്രമല്ല, ജനകീയാസൂത്രണത്തിന്റെ ആദ്യത്തെ 4 കൊല്ലവും ഇപ്പോഴത്തെ ഈ അവസാനത്തെ 4 കൊല്ലാണ് നമ്മൾ ഈ ഭൗതിക സൗകര്യത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റം വന്നത്. നമ്മൾ അത് വേണ്ടത്ര ആദ്യത്തെ 4 കൊല്ലത്ത് നമ്മൾ വേണ്ടത്ര രേഖപ്പെടുത്താത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വലിയ മാറ്റം ഈ 4 കൊല്ലം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഗുണപരമായ ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട്, തർക്കമില്ല. ഗുണതയിൽ മാറ്റമുണ്ട്. 90കളിൽ തന്നെ ഏതാണ്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തിയിരുന്നു. ആക്സസും റീടെൻഷനും 90കളിൽ തന്നെ നമ്മൾ പരിഹരിച്ചതാണ്. ഇനി നമ്മൾ നേരിടേണ്ട യഥാർത്ഥ പ്രശ്നം ടാഞ്ചിബിൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇക്വിറ്റിംഗ് ക്വാളിറ്റിയാണ്. ജസ്റ്റിസ്, നീതി ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ, അതാ ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ എല്ലാ കുട്ടിക്കും വന്ന് പഠിക്കാനുള്ള ഇടമായി പൊതുവിദ്യാലയം മാറിയിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ ആ ഇടത്തിൽ എല്ലാ കുട്ടിക്കും നീതി കിട്ടിയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഇല്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ് എല്ലാ കുട്ടിക്കും. കാരണം ആ കുട്ടികൾക്ക് എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടണം, അത് കിട്ടണം. അങ്ങനെ നോക്കുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ഭിന്നമായ താല്പര്യങ്ങളുള്ള ഒരു മേഖലയത്. 1957 വിദ്യാഭ്യാസ ബില്ലിൽ തന്നെ വികേന്ദ്രീകരണത്തെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന സങ്കല്പമുണ്ട്. ലോക്കൽ എഡ്യൂക്കേഷണൽ അതോറിറ്റി ഉണ്ട്. KER-ലും അതിൽ നിയമമായി വന്നിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ഇന്നും നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ജനകീയാസൂത്രണത്തിന് ശേഷം ഇത്രമാത്രം മുന്നേറ്റം ഉണ്ടായിട്ടും
വികേന്ദ്രീകരണത്തിന്റെ എല്ലാ സങ്കല്പനങ്ങളും നടപ്പാക്കാൻ പറ്റാത്തതിന് കാരണമായ ഘടകങ്ങളെ കണ്ടെത്തി അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മുന്നോട്ടുള്ള പോക്കിൽ വളരെ പ്രധാനമാണ്. ജനകീയ സാക്ഷരതാ യത്നത്തിൽ തുടങ്ങി ജനകീയാസൂത്രണ പ്രസ്ഥാനം ഒരുക്കിയെടുത്ത ജനകീയതയാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാണുന്ന ജനകീയതയുടെ അടിത്തറ. സ്ഥാപനങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ലഭ്യമായ അധികാരം പ്രയോജനപ്പെടുത്തുന്നതിൽ താഴെ പറയുന്ന പരിമിതികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനുള്ള സംവിധാനങ്ങളോ അധികാരമോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള അധികാരം തന്നെ, പ്രത്യേകിച്ചും 70% എയ്ഡഡ് സ്കൂളുകളാണ്, ഉള്ള അധികാരം തന്നെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനുള്ള ആത്മവിശ്വാസം തദ്ദേശ ഭരണ തലത്തിൽ ഇല്ലാത്തതും ഒരു പ്രതിസന്ധിയാണ്. വികേന്ദ്രീകരണത്തിന്റെ സത്ത വേണ്ടത്ര ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസ വകുപ്പ് എന്ന നിലയിൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ. കേരളത്തിൽ ആകെ വിദ്യാലയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു 60% എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. ഇവിടെ ഇടപെടാൻ ഒട്ടേറെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ചുമതലാ പരിധിയിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. പല പരിമിതി ഇപ്പം നേരിടുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലിനെ പരിമിതപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ നിലപാട് കൂടിയാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വേണ്ടുന്ന കുട്ടികളെ കയറ്റുമതി ചെയ്യുക എന്നുള്ള എക്സ്പോർട്ട് ഓറിയന്റഡ്നെസ് ആണ് നമ്മളെ കരിക്കുലത്തിന്റെ മാറിയ കരിക്കുല ആയാലും ശരി നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് അത് ഈ വികേന്ദ്രീകരണ സങ്കല്പത്തിനായിട്ട് കോൺട്രഡിക്ടറി ആണ് യഥാർത്ഥം. പാഠ്യപദ്ധതി ഉള്ളടക്കം തന്നെ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ പണിയെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടുകൊണ്ട് ലോകം മുഴുവൻ തന്നെ നമ്മുടേതാണ് എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്താൽ കുഴപ്പമില്ല. കാരണം മുഴുവൻ ആൾ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള വാദമൊന്നും എനിക്കില്ല. പക്ഷെ ഇവിടെ പണിയുന്നതിന് വേണ്ടുന്ന സ്കില്ലോ അറിവോ കഴിവോ ആത്മവിശ്വാസമോ സ്കൂൾ വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസം എനിക്ക് ആ രീതിയിൽ വിമർശനപരമായി പറയാൻ അറിഞ്ഞുകൂടാ, പിന്നെ കൊടുക്കാത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ വികേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഈ എൻട്രൻസ് പുറമേ പോകുന്നതിന് തടസ്സമാകുമോ എന്നുള്ള സമൂഹത്തിന്റെ ഒരു നിലപാടും പ്രശ്നം. അതുകൊണ്ടാണ് മലയാളം മാധ്യമത്തിൽ നിന്ന് വിട്ടുപോയി എല്ലാം ഇംഗ്ലീഷ് മാധ്യമത്തിലേക്കുള്ള ഈ കടന്നുകയറ്റത്തിന്റെ ഈ കാര്യമെല്ലാം തന്നെ അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു യുക്തിയുണ്ട്. ആ യുക്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംവദിച്ചുകൊണ്ടല്ലാതെ പൊതുവിദ്യാഭ്യാസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയാതെ വന്നേക്കാം. അങ്ങനെ വന്ന് എന്ത് ചെയ്യാം? 4-5 നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. ഒന്ന്, വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ ചുമതലകൾ കൈമാറിക്കാറുണ്ട്. അധികാരമില്ലാത്തതുകൊണ്ടല്ല, സർക്കാർ ഉത്തരവില്ലാത്തതുകൊണ്ടല്ല. സർക്കാർ ഉത്തരവെല്ലാം ഉണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം കിലയുടെ നേതൃത്വത്തിലൊരു ഹാൻഡ് ബുക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും അത് നോക്കുന്നില്ല. അവയെക്കുറിച്ചുള്ള ധാരണ തദ്ദേശ ഭരണ ജനപ്രതിനിധികൾക്ക് അടിയന്തരമായി നൽകേണ്ടതുണ്ട്. പുതിയ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. തദ്ദേശ ഭരണതല വിദ്യാഭ്യാസ സമിതികളെ ശക്തിപ്പെടുത്തണം. PEC ഉണ്ട്, അതുപോലെ മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റീസും ഉണ്ട്. ഇതിന് വിദ്യാലയങ്ങളുടെ മോണിറ്ററിങ് എന്ന് പറയുന്നതിന്റെ ചുമതല പ്രാദേശികമായിട്ട് കൊടുക്കണം. അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ എവിഡൻസ് എന്താ വെച്ചാൽ, കഴിഞ്ഞ തവണ ഞങ്ങൾ പഠനോത്സവങ്ങൾ സ്കൂളിൽ നടത്തിയ പഠനത്തിന്റെ തെളിവ് നാട്ടുകാരുമായിട്ട് പങ്കെടുക്കേണ്ടത്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ വലിയ വിജയമായിരുന്നു. അത് നടന്നെടുക്കുക എല്ലാം തന്നെ ഹാബിറ്റാറ്റിൽ കൊണ്ടുപോയി. ഹാബിറ്റാറ്റിൽ നടത്തിയ സ്കൂളിൽ ഇങ്ങോട്ട് വരണമെന്നില്ല, ഹാബിറ്റാറ്റിൽ പോയി നടന്നപ്പോൾ എൻറോൾമെന്റ് വർദ്ധിപ്പിക്കുന്നതിന് ഇതും ഒരു വലിയ കാരണമായിട്ടുണ്ട്. പ്രദേശത്ത് പോയി നിൽക്കുക, അതാ നിങ്ങളെ മക്കൾക്ക് ഇന്ന കാര്യങ്ങൾ ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതിയ ഒരുപാട് സാധ്യതയുണ്ട്. പ്രാദേശിക സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക. ഇപ്പം ഈ കോവിഡും പ്രളയവും ഏതായാലും അങ്ങനെയുള്ള ഒരു സാമൂഹ്യ നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പ്രാദേശിക സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ വിജ്ഞാന സമൂഹം, ഇതെല്ലാം ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന വാക്കുകളാണ്. ഇതിനെ എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഇറക്കുക? അങ്ങനെ ഇറക്കാവുന്ന ഏറ്റവും നല്ല ഇടമായി നമ്മുടെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അതിനെ പറ്റിയിട്ടുള്ള ആലോചന നടത്തണം. അങ്ങനെ വന്നാൽ കൂടുതൽ വികേന്ദ്രീകരണം ഇന്നവിറ്റബിൾ ആവും. കാരണം പ്രാദേശികമായിട്ടുള്ള എക്സ്പെർട്ടൈസിനെയും കൂടി ഉപയോഗിച്ചു കൊണ്ടല്ലാതെ പ്രാദേശിക സമ്പദ്ഘടന വികസിപ്പിക്കുന്നതിനെ പറ്റിയ സംവാദം പോലും സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? സ്കൂൾ തലത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു സാധ്യതയാണ്. പക്ഷേ ഇതിനെ തദ്ദേശ ഭരണ തലത്തിൽ ഏകോപിപ്പിക്കാനുള്ള ഒരു ഏകോപനം വേണ്ടത്ര
കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യതയാണ്. ഇനി വേറൊരു പരിമിതി, അതിപ്പം ഭരണഘടനാപരമായിട്ടെല്ലാം നിൽക്കുന്ന ഒരു പരിമിതി. നമ്മൾ ഇപ്പോൾ ഒരു പഞ്ചായത്തിന്റെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ എല്ലാം തന്നെ പിന്നെ വിദ്യാഭ്യാസ ഉത്തരവാദിത്വം പ്രൈമറി പഞ്ചായത്തിനാണ്. പക്ഷെ അവിടെ ഹൈസ്കൂളിനോട് ഒന്നിച്ചുള്ള പ്രൈമറി സ്കൂളിനാണെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിനാണ്. അതുകൊണ്ട് മൊത്തം പ്രൈമറി സ്കൂളിൽ ആ നാട്ടിലെ മക്കളുടെ ചെറിയ പ്രായത്തിലെ മക്കളുടെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ പദ്ധതി ഉണ്ടാക്കുന്നതിന് ചില തടസ്സമുണ്ട്. അതെങ്ങനെ മറികടക്കണം എന്ന് നമ്മൾ അറിയണം. അവസാനത്തെ ഒരു പോയിന്റും കൂടി ഞാൻ അവസാനിപ്പിക്കാൻ. നേരത്തെ രാവിലെ ഗ്രാമസഭയെ പറ്റി പറയുമ്പോൾ പപ്പമാഷാന്ന് പറഞ്ഞത് കരിക്കുലത്തിന്റെ ഭാഗമായ എന്താണ് ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ അത് നിന്നു. കേരളത്തിലെ സ്കൂളുകൾ എന്ന് പറയുന്നത് 1,00,000-ലധികം ക്ലാസ് മുറികളുണ്ട്. നമ്മുടെ സാധ്യതയാണ്. നമ്മൾ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പം ആ സ്കൂൾ ക്യാമ്പസിനെ കുട്ടികൾക്ക് ഇടപെടാനുള്ള ഒരു ഇടമാക്കി, ഞാൻ പുറത്തൊന്നും പറയില്ല, ഇടമാക്കി ക്ലാസ് സഭകൾ എന്ന് പറയുന്നത് വലിയ ഈ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ വളർന്നു വരേണ്ട ഒരു മൂല്യബോധമാണ്. അത് ജീവിത രീതിയാണ്, ജീവിതശീലാണ്. നമുക്ക് 1,00,000 ക്ലാസ് മുറിയുണ്ട്, 1,00,000 ക്ലാസ് സഭക്ക് സാധ്യത. ഇനി പാർട്ടിസിപ്പേറ്ററി ജനാധിപത്യം പറയുകയാണെങ്കിൽ 12,000-ലധികം സ്കൂൾ പാർലമെന്റ് ഉണ്ട്. എന്തെല്ലാം കാര്യം മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, സ്കൂളിന്റെ ശുചിത്വത്തെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വികസനത്തിൽ അന്തർലീനമായ ദൗർബല്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് സ്കൂളിന്റെ കരിക്കുലത്തിന്റെ പാർട്ടായിക്കൊണ്ട് തന്നെ പ്രയോഗിക്കാനുള്ള പ്രയോഗശാലകളാക്കി മാറ്റാൻ വലിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 1200-ഓളം PEC-കളുണ്ട്, രക്ഷാകർത്താക്കളുണ്ട്, രക്ഷാകർത്ത സമിതിയുണ്ട്. അപ്പം ഇൻ സ്കൂളും ത്രൂ സ്കൂളും വലിയൊരു സാധ്യതയാണ് ഈ വികേന്ദ്രീകരണത്തിന്റെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഗുണമേന്മ വിദ്യാഭ്യാസം, ടാഞ്ചിബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ രീതിയിലുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. നമ്മുടെ മുമ്പിലുള്ള വലിയ സാധ്യതയുണ്ട്. ഒരു ക്യാമ്പയിൻ, ഒരു വലിയൊരു ജനകീയ ക്യാമ്പയിൻ കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളെ അടക്കം അവരുടെ തലത്തിൽ നിന്നുകൊണ്ട്, ക്യാമ്പസിന് വെളിയിലേക്കല്ല, അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ പാർട്ടാക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. രാമകൃഷ്ണൻ, വളരെ നന്ദി രാമകൃഷ്ണൻ. നമുക്ക് 6 മണിക്കാണ് പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കാനുള്ളത്. അതിനു മുമ്പ് റാപ്പോച്ചിയറിൻ്റെ ഒരു അവതരണമുണ്ട്, ചെറിയൊരു ഗ്യാപ്പുണ്ട്. പക്ഷേ രാമകൃഷ്ണൻ ഒരു കാര്യം, ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് കടന്നില്ല. അത് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ നമ്മൾ വിജയിച്ചെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഈ അക്കാഡമിക് നിലവാരം വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് പഞ്ചായത്തുകളെ കൊണ്ട് ചെയ്യേണ്ട കാര്യമാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ പരിശോധിക്കാം. ഞാനിവിടെ നേരിട്ട് ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ഒരു കാര്യം ഈ അവസരം ഉപയോഗിച്ച്, കാരണം ധാരാളം ആളുകൾ ഇത് കേൾക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം കോവിഡ് നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 2ാം തരംഗത്തെ നേരിടുക. 2ാം തരംഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതൊരു പ്രശ്നമാണ്. കാരണം ആ പ്രശ്നത്തിന് കാരണം നമ്മുടെ വിജയവുമാണ്. നമ്മുടെ കോവിഡ് നിയന്ത്രണം വളരെയേറെ വിജയിച്ചത് കാരണം സീറോ പ്രിവലൻസ് സ്റ്റഡി അനുസരിച്ച് 11% ആളുകൾക്ക് രോഗം വന്ന് മാറിയിട്ടുള്ളൂ. അതിനർത്ഥം ഒരു 2ാം തരംഗം ആഞ്ഞടിച്ചാൽ മറ്റുള്ളവർക്ക് കൂടുതൽ ആളുകൾക്ക് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ അടിയന്തരമായി ശ്രദ്ധിക്കണം. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. നമ്മളെല്ലാം സഞ്ചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരായി മാറണം. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. 45 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും നിർബന്ധമായും വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം. കേരളത്തിൽ വാക്സിൻ വിരുദ്ധതയില്ല, പക്ഷെ ഒരു ഹെസിറ്റൻസി ഉണ്ട്. എല്ലാവരും മാറി നിൽക്കുക, ശങ്കിച്ച് മാറി നിൽക്കുക, അവരെടുപ്പിക്കണം. കാരണം 2 ഡോസ് വാക്സിൻ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് പൂർണ്ണമായ പ്രതിരോധ ശേഷി കിട്ടും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എല്ലാ ആളുകളെയും, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം തന്നെയും വാക്സിൻ എടുക്കാൻ പ്രേരിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ SMS എന്ന് പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്കിങ്, സാനിറ്റൈസിങ്, കൈ കഴുകൽ, ഇത് കർശനമായിട്ട് കുറെ കൂടെ പാലിക്കണം. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പല ആളുകളും മാസ്ക് ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ മാസ്ക് മാറ്റി സംസാരിച്ച് ചായ കുടിക്കുക, ആഹാരം കഴിക്കുകയും ചെയ്യുമ്പോൾ രോഗം പടരാം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കർശനമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും വാക്സിനേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ക്ലോസ്ഡ് സ്പേസ്, 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. 3 C ഓർത്താൽ മതി.
ഈ ക്രൗഡിങ് ഇവന്റ്സ് ആണ് രോഗം വർദ്ധിപ്പിക്കുന്നത്. ആൾക്കൂട്ട സന്ദർഭങ്ങൾ ഒഴിവാക്കണം. ക്ലോസ്ഡ് സ്പേസ്, ക്രൗഡഡ് പ്ലേസ്, ക്ലോസ് കോണ്ടാക്ട്, അതാണ് 3C എന്ന് പറയുന്നത്. ഒഴിവാക്കാവുന്നതെല്ലാം ഒഴിവാക്കണം. വെബിനാർ വഴി നടത്താവുന്ന മീറ്റിങ്ങുകളെല്ലാം വെബിനാറുകൾ വഴി മാത്രം നടത്തിയാൽ മതി. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കോവിഡ് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും സഞ്ചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരായിട്ട് മാറണം. വാക്സിനേഷന്റെ കാര്യത്തിലും ഈ പറയുന്ന കോവിഡ് പ്രോട്ടോകോൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ റാപ്പൂച്ചിയർ അവതരിപ്പിക്കുകയല്ലേ? ആരാണ് റാപ്പൂച്ചിയറായിട്ട്? ശ്രീ MN ഷാഹുൽ ഹമീദാണ്. റാപ്പൂച്ചിയറിന്റെ അവതരണത്തിനായിട്ട് ഷാഹുൽ ഹമീദിനെ ക്ഷണിക്കുകയാണ്. ഷാഹുൽ ഹമീദ്. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിയില്ല. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ, 7 പ്രഗത്ഭർ പങ്കെടുത്ത വലിയൊരു ഡിസ്കഷൻ. 2 വിഷയങ്ങൾ, എന്തുകൊണ്ട് ആരോഗ്യവും വിദ്യാഭ്യാസവും ഒരുമിച്ചായി എന്നൊരു ചോദ്യമുണ്ട്. മഹാത്മജിയുടെ പ്രസിദ്ധമായ ഡെഫിനേഷനിൽ തന്നെ ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും കൂടിച്ചേരൽ, ആ പ്രാധാന്യം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിനെ തമ്മിൽ സംയോജിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. ഡോക്ടർ ഇക്ബാല് ഉൾപ്പെടെ 7 പ്രഗത്ഭരാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത്. ഓരോരുത്തരും പറഞ്ഞ ഒരു റാപ്പോർട്ടറുടെ ചുമതല അങ്ങനെ പറഞ്ഞതിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടെങ്കിൽ എടുത്തു പറയലും, അതിനോട് ആവശ്യവും സമയവും ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യലുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇക്ബാൽ സാറ് വളരെ മനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പല സന്ദർഭത്തിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസംഗങ്ങളിൽ പണ്ട് കേട്ടിട്ടുള്ളതാണ്. സ്കൂൾ ആരോഗ്യ പദ്ധതി വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വിലയിരുത്തലിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ്, പ്രഭാഷണത്തിലെ അല്ല, ആ പ്രശ്നത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ തൈസൺ മാസ്റ്ററായിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്തിന് കൂടി വിദ്യാഭ്യാസ മേഖലയിൽ ചുമതല നൽകണമെന്നാണ്. അത് ആ ചുമതല ഒരു ചർച്ചാ വിഷയമാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ രാമൻകുട്ടി സാറ് ജനകീയാസൂത്രണത്തിന്റെ ശക്തി പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് സംഭരിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ തങ്കപ്പൻ സാറ് ഡയബറ്റിക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കേരളത്തിലുണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇവ അടിവരയിട്ട് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡോക്ടർ സൈറു ഫിലിപ്പ് രോഗപ്രതിരോധത്തിലും ചികിത്സയിലും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അതുപോലെ ഡോക്ടർ സഹീർ ഷാ ജനകീയ ഇടപെടൽ കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു പോരായ്മ കഴിഞ്ഞ 1996 മുതലുള്ള കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ശ്രീ രാമകൃഷ്ണൻ സാറിന്റെ പ്രസംഗം ഒരു പ്രവാഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞ അതിശയകരമായ മാറ്റങ്ങൾ 90കളിൽ തന്നെ മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തി. അതിനുശേഷം ജനകീയാസൂത്രണത്തിലൂടെ അതിശയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി ഇക്വിറ്റി പ്ലസ് ക്വാളിറ്റി എന്ന് പറയുന്ന മേഖലയിലേക്കാണ് പോകേണ്ടത്. ഈ യോഗത്തിൽ മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ നടന്ന 6 സെഷനുകളിലും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു പോരായ്മ മോണിറ്ററിങ്ങിന്റെ കുറവാണ്. ഈ യോഗത്തിലും അത് പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്ററിങ് വളരെ ഫലപ്രദമായിട്ട് ശക്തമായി നടപ്പാക്കിക്കൊണ്ട് വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ഐസക് ഒരു കൺക്ലൂഡിംഗ് റിമാർക്സ് എന്തെങ്കിലും നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൈക്കില്ല. നമുക്ക് ഉടൻ തന്നെ ബുക്ക് റിലീസും ബാക്കി സിമ്പോസിയം തുടങ്ങുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല കട്ടൻ കാപ്പി വിളിച്ചിട്ടുണ്ട്. ആ കട്ടൻ കാപ്പി പിടിച്ചിട്ട് അവർക്കൊക്കെ പോട്ടെ.
our 25 years of people's planning in a most critical manner. We are going to have the most important function of the day, the release and discussion on the book, People's Planning in Kerala, Local Democracy and Development, authored by Professor T.M. Thomas Isaac and Richard Frank. Richard Frank is there, or he is going to chair this session. We will have in the symposium the presence of all the Panchayat presidents. Honorable Minister invites all the Panchayat presidents to the dais. And we have an eminent panel to reflect on this book. And the session will be chaired by Professor Richard Frank, the co-author of the book. And we expect the presence of, hopefully, Sri Manishan Raya, you are familiar with, Professor Patrick Heller, Professor Jayadi Ghosh, Professor M.A. Umman, Professor Jean-Paul Abbiachi, Professor Ole Tonquist, Professor P.K. Michael Tharagan, Sri T.R. Raghunath IAS, Sri S.M. Vijayanand IAS, and Dr. M.B. Parameshwar. Okay, we welcome all of you on behalf of Kile and GIFT for this function. Professor Richard Franke, we welcome you along with all other colleagues, and we have Professor Umanawar here, Professor Assam Vijayanand, and Professor Michael Thar and others. So, Professor Richard Frank, we invite you to moderate this session, to chair the session, and conduct the proceedings. Thank you very much. Over to you, Professor Richard Frank. Hello and greetings. I think there's some. We are hearing you very well. Yeah, right. You are clearly audible. You are audible. Okay. Are you hearing me now? Yes. We can all hear you. We can all hear you. Oh, okay, good. Thank you. So thank you for inviting me for this very important celebration and moment for reflection on 25 years of people's planning and decentralization in Kerala. I'm not exactly sure how the program is organized. I see there are several people who will be speaking, and we also have one ritual to carry out, which is to officially launch the book. Are we going to do that first? Okay, I see some. Okay. First, Richard. Yes. Frankie, this is me, Thomas Isaac. Hello, Now, Isaac. Our chief minister has been afflicted by COVID and therefore hospitalized. So the initial function would be we all together. There are few people in the hall, others are all online. We will all raise the book and have a launch. There's no particular person who will be launching the book, but all of us together. After that, everybody in the panel would get, say, around 10 minutes each, and that itself will take us to nearly 2 hours. So I think that should be the way it's going. I'll speak at the end, thanking you all. That's the program. So now we'll have the book launch, all of us together. Yeah. Okay. So I want to express my sympathy for the chief minister. I hope that he gets well very quickly, and then we'll have plenty of antibodies to resist any further infections from this terrible disease. So we are now officially launching
People's Planning, Kerala, Local Democracy and Development. Ah. Ah. Okay. Huh. Now that the book has been launched, we can criticize it, right? I just wish to say a very few words. Is that okay? When we decided to arrange a commemorative relaunch of this book that was first published in Kerala in 2000 and was then published in the United States in 2002 in a almost identical form. When we decided to launch another version of the book for this particular event, of course, we wanted to have as much of the original text as possible because it captures the drama and the incredibly hard work by so many thousands of people, some of whom I guess are sitting here or are online with us. But we also attempted to make two improvements, although it was difficult because the book kept getting bigger and bigger. First of all, we thought it would be valuable to connect the People's Planning Campaign more directly with the long history of Kerala's people struggling to make their lives better, including, of course, the development of the Kerala model. And so we altered much of the material in the first chapter to try to give a little bit of a detailed picture of village life so that we could have this connection more directly with the struggles of Kerala's people before the People's Planning, and then naturally falling within that, the campaign itself. On the other side, we thought it would be useful to try to connect the People's Planning process, both the campaign itself and the follow-ups over the many years, the 25 years, to connect it a bit more effectively than in the original version with the international context. And because so many wonderful analyses had been done, including by some of the people who are here today, we had quite a lot of material to work with. So you'll see in the two last chapters, our attempts to make these connections. We found that especially the Latin American material is so detailed and so rich, with several countries undertaking various similar trajectories, that we left an expansion of discussion of the people's budgeting in Brazil, the Porto Alegre and other related experiments as the main comparative material, but we tried to say a little bit also about the struggles going on in Venezuela, especially because our now dearly departed colleague, Marta Harnacker, had been observing Kerala for some time and had been spreading the word about the Kerala experience with her colleagues, especially in Venezuela, but also throughout Latin America. So those two changes in the book added a fair amount of material. Otherwise, most of the book, the middle section, we might say, is from the original
and could be useful even for activists in Kerala, we hope, especially younger ones who maybe did not live personally through those exciting years starting in 1996. So with those few comments, I would like to turn over the discussion to the various speakers. I can't tell the speaker's order. Is someone watching who's going to speak when? Do we have a procedure to decide which persons will speak? I think there's an order given in the program. I think Patrick Heller is first. Oh, okay, good. What do you say? Can you hear me? Yep. Yes. So Mani Shankar Iyer is not present, correct? Because he would be first in order. I don't think he's joined yet. I don't see him in the participant. He's not online. So Isaac or Richard, should I go ahead? Patrick, you speak first. Okay, thank you, Isaac. Yeah. Thank you, Richard. Thank you, Isaac. Let me just begin by saying it's so wonderful to see so many familiar faces, and many thanks to the organizers for bringing us all together. It's a bit unfortunate that we have to do so under the conditions of a pandemic, and my thoughts go out to the Chief Minister. But it is wonderful to see everyone and to be reminded that I've been learning from Kerala for a quarter century now. And the one thing I note today is it appears that nobody in Kerala has aged one day over those 25 years. So it's wonderful to see you all and to see that you're healthy. I will keep my comments brief because mostly I want to hear from the rest of the panelists. But I do want to begin, of course, by congratulating Isaac and Richard for the original path-breaking book from which we all learned so much, and for having updated it and put it into a comparative perspective. And this book is really the story of 25 years of building the states, building up the state and state capacities from the bottom up, and of creating local democratic institutions where none really existed before. And in that sense, it's a quite extraordinary story. Reading the book, I was reminded of some basic truths about democratic deepening. First, there is no magic formula. There is no blueprint for democratic deepening. It is a long and arduous process. It is strewn with conflict. It has to be done effectively, and to borrow from the title of a book that I wrote with Giampaolo Baiocchi, who's with us today, and Marcelo Silva, it has to be bootstrapped. That is, it requires a lot of on-the-ground experimentation and innovation. And most importantly, it requires a truly exacting attention to the complexities of power. The powers of gender, of class, of caste, and how they're imbricated in local social relations. And in addressing these, similarly, an exacting attention to the institutional designs that are required to overcome accumulated power. It is a process, to paraphrase Antonio Gramsci, that consists essentially of a long march through the institutions. To put it in broader perspective, I want to begin by making a comment about the origins of the People's Campaign. It is a deeply political process, and it begins with a political alignment, a fortuitous political alignment a quarter century ago that began at the national level with Mani Shankar Iyer and the passage of constitutional amendments on Panchayati Raj. It begins, of course, with the LDF in Kerala itself. It has required over this 25-year period continuous state action. And here I just want to acknowledge the countless public servants and the frontline officials who for 25 years have dedicated themselves to making local government work and work better, including the really extraordinary civil servants like Mr. Vijayanand, who is with us on this panel today. Thirdly, in addition to a political alignment and continuous state action,
the campaign and institutionalizing the campaign has required very active co-production with civil society organizations. This is a campaign that more than anything else really was embedded in social movements and in civil society organizations. And as the book highlights in various places, maintaining the campaign and deepening its impact has relied heavily on the participation of civil society organizations like the KSSP and initiatives like Kudumbashi. Very briefly, I just want to make three broad comments about the larger significance of the campaign and locate these in a comparative and historical context. The first, and I think this doesn't get said often enough, but as we think about the legacies of colonialism, there is no legacy more significant than the legacy of what Mahmoud Mamdani has called decentralized despotism. Colonialism was first and foremost about an extractive state apparatus that extracted through and thereby reinforced local power structures, be it local chiefs as in Africa, or landed elites in Latin America, or dominant landed castes in India. And in so doing, fusing together executive and coercive powers at the local level. And this is the deep and problematic legacy of colonialism. And in the post-colonial period, it's carried over. As EMS Namboodiripad famously said, the Indian Constitution gave us democracy between the center and the states, and it gave us bureaucracy between the states and local government. Decentralization is significant when it's successful, in part because of the impact it has on development. And here I would just make the simple observation that whenever we look at successful developmental outcomes, be they accelerated growth or more inclusive social policies, inevitably decentralization has played a role. China's spectacular economic growth, whatever one makes of the political conditions under which that growth has been managed, has been largely a function of decentralization. China is far more decentralized, ironically, than India is. The success of European social democracy, and Ole Tornquist is with us today, in no small part can be attributed to the degree to which European social democracies are highly decentralized. And then in Brazil, and Gianpaolo Baiocchi has written extensively on this, the success over the last 2 decades of developing basic public services and healthcare systems and improving education has in large part depended on decentralization to cities. Conversely, I think the greatest challenge India continues to face is the lack of true empowerment of local government. T.R. Raghunandan, who's with us here today, I think famously said India is the world's most centralized democracy, and he can correct me if I'm misquoting him. But certainly when we look, for example, at Indian cities, the dysfunctionality of Indian cities in terms of growth, in terms of inclusion, is in large part driven by their lack of functional autonomy. Finally, let me make the most central point that this book addresses, the relationship between decentralization and democracy. I think we all understand from Tocqueville to Eric Olin Wright that decentralization is the necessary prerequisite, necessary but not sufficient prerequisite for participation and for deepening citizenship. Decentralization, by definition, strengthens local institutions. It strengthens the infrastructural reach of the state, but also the authoritative presence of the state. And this is key. It is key to making it easier for citizens and for civil society organizations to engage with the state, to participate in development and in policy on a day-to-day basis between elections. And it is also the key, I think, to building trust. And trust is the single most important variable that underscores and undergirds a democratic state. And recently, of course, we've had 2 very dramatic examples of how the capacity of the state in Kerala through local institutions has been able to mobilize the citizenry based on this sense of trust and this deep legitimacy. And that's the crisis response to the floods of a few years ago and the response to the COVID crisis. So let me just finish by reminding everyone that at the end of the book, Isaac and Richard finished by saying the People's Campaign is not a model that can be exported and emulated. It was born out of a very specific history and a very specific set of political circumstances.
but they do highlight that there are many lessons from the campaign that academics, but more importantly, activists and policymakers can learn from. I couldn't agree more, and I just want to express my debt and my gratitude to both of you for this extraordinary work, and to all of you for being part of this event. And I want to thank you again, and really, really look forward to the rest of this panel. Thank you very much. Thank you, Professor Patrick Heller, for those persuasive and insightful remarks, not only on the book, but also an analytical and evolutionary picture of Kerala's people's planning, and clearly evidently indicating how close to your heart is Kerala's development process. Thank you very much. May I now request Professor Jaydeep Ghosh. Thank you so much. It's such a pleasure to be with you all on this important occasion. I feel truly honored. I want to pick up where Patrick Heller just finished about, whether the Kerala model is exportable. And I think we have realized in the rest of India that it isn't, and we're deeply jealous of that. Reading this book reminded me once again how jealous we are of Kerala and of everybody in Kerala. It's a very valuable book. When I first read it 20 years ago, I was struck at not just the passion and commitment with which it was written, but also because it was so very thoughtful and frank about the challenges and the pitfalls. I think the book is really impressive because it has contained, I think, as Professor Franke mentioned, it keeps all the valuable parts of the first edition, but it has added some very important new things, especially the discussion over the last 20 years, the new challenges that have emerged, the ways in which they have been sought to be dealt with, cemented, institutionalized in some cases. And that's really a very, very important addition. I would recommend everyone to look at those last few chapters. Within India, I think we have to also just remind everybody how remarkable this achievement in Kerala has been, because it has been done by in a state where the state governments have relatively limited powers, and largely with mostly hostile central governments. And that's an important consideration. I'm sure Mr. Vijayanand will have more to say on that, but there are many limitations that are not there in, say, let us say, Venezuela, or in any of these other places where decentralization is occurring within a national process. And the other, I would say, remarkable and impressive and almost unique feature of the Kerala process is that it is decentralized planning. It's significantly different from the decentralization. Definitely the book identifies the World Bank style decentralization as something else completely, but even other efforts have not been as explicitly and systematically within a framework of planning. And that's very important because many people see these as contradictory, that you cannot have one with the other. And I think the fact that Kerala has not just tried to do it, but has managed to do it over decades is very, very significant. The rapidity with which some of these basic structures and institutions were put in place in those first 5 years is also very impressive, because again, a significant feature is that none of this actually could be dramatically altered by changes in government. That it was independent of who was in power, that some of the basic structures and institutions were not just retained, but even flourished. And that's really, this continuity is because it, I think, fulfilled a very deep need in society and among the people. And that there was so much popular demand for this, that even an unwilling state government that happened to come from another party or whatever could not really undo this. So that too, I think, is an extremely significant and possibly inspiring kind of feature of this. There are many aspects of institutional innovation that have come out through all these years. And I just want to list some of them because they are really, these can perhaps be important inspirations, even if we cannot replicate in entirety, given the fact of completely different contexts. There is the explicit recognition of the role of women, which was, of course, institutionalized in Kutumbashree, which is, I think, remarked now everywhere in the world, is seen as a very shining example of what you can do with women's cooperatives. There is the Kila, the fact that you would try and institutionalize learning for local government, that you would generate technical capacities for local government in a meaningful way
through the demand coming from those areas. You haven't talked very much about the palliative care, but that, today, when we're dealing so much with health crises, Kerala's health model also, I think it's so important because of the significance of things like palliative care. It's a very forward-looking idea in a country like India, and possibly in the rest of the world, which has, again, been sought to be institutionalized in many ways. But I think what is also really, I liked so much about the book is that it shows how difficult all of this is. That, there are so many pitfalls, there are areas where you just don't succeed, even though you try, where sometimes the result is the opposite of what you intended. And it's not just because the process itself is difficult and complex, and because social change is always very difficult, but because people's active participation is extremely time consuming. It requires a lot of effort on the part of the people and commitment on the part of the people. It's not, you're asking daily wage laborers to take off days. You're asking people to meet for gram sabhas at times when, they may have many, many other important pressing activities to do. You're asking them to learn about all kinds of details, technical details and other details, financial details, in terms of allocating resources within their own communities. This is really quite a lot of demand on people. And the very fact that in Kerala you have managed to enable people and inspire people to continue to put in all this effort, because it is ultimately a people-driven effort, that people continue to make this effort and they continue to be deeply engaged and involved. I think that's a real, that's to me the biggest marker of the success. Finally, I think the book makes it clear that this is not something that has been done and it's over and so on. That it's an ongoing work in progress. And I want to emphasize the work and the progress. I think there's a real recognition on the part of the authors, and I think on the part of all the wonderful people I see on the dais. I'm a great admirer of all of them. I think that it's a real recognition of the fact the continuing work which is associated with this progress. And I think it's that which is an inspiration to the rest of us. Thank you. Thank you very much, Professor Jayati Ghosh, in such clearly articulating the contribution of Professor Isaac and Richard Franke of Kerala's remarkable institutional intervention for other states to emulate. Thank you very much. May I now invite Professor M.A. Oman. Friends, People's Plan campaign was a great political event, an experiment in participatory democracy, and a great transformative process. 25 years later, the moot question is how far the mission and the underlying vision have been consistently taken forward. Looking back and walking down the memory lane, the campaign and post-campaign evokes some pleasant memories in me. For an old man like me, bliss was in that dawn to be alive, but to be old was more heaven. Unquote. Hope Wordsworth will pardon me for this slight distortion. I distinctly remember the opening class on development and planning, which I had the privilege to take at the first Training of Trainers, TOT, meet at Kozhikode, just 3 days before the historic launch of the People's Plan on Chingam 1, the Malayalam New Year Day corresponding to August 17, 1996, at the Senate Hall, Thiruvananthapuram. The TOT, with its cascading, massive training of resource persons, was the launching pad of the participatory process that facilitated the Gram Sabha meetings where people met in thousands.
After the class, in the evening, I traveled with Thomas Isaac, who alone had the master key, and Michael Thurrigan to Kila Trichur in a car. And even today, I can vividly remember the dialogue we had on the campaign in the car and the great challenges ahead. I consider myself fortunate in being associated with the people's plan efforts, especially as a member of the Sen Committee, which virtually provided the philosophical and statutory foundations of the project of simultaneous transfer of functions, funds, and functionaries to the local governments. Exactly a decade later, the Left Democratic Front government constituted a committee which I chaired to evaluate the democratic decentralization episode. The report was critical, but kept the goal of deepening of democracy fully in view. Presumably, now a comprehensive evaluation is long overdue, and UNDP may take up this task in the interest of human progress and democracy. For want of time, I shall take up only just one question and a few issues before this august audience. I am long familiar with the book mentioned here by Patrick himself, Bootstrapping Democracy by Biochi, Heller, and Silva. The first two authors are thankfully present here in this event, which put the idea of participatory democracy to test on the empirical studies of 8 municipalities in Brazil. The book is cited in the postscript chapter of the book release today. Although the book is nearly 10 years old by now, the issues it raises are relevant to all those who hold democratic values and the project of continuously deepening democracy. Let me start by quoting from the text. I quote, "We want to argue that when it comes to thinking about participatory democracy, we need both bootstraps and blueprints, or better, projects. The idea of a project underscores the notion that democracy is always unfinished and that democratic deepening must remain a central preoccupation of governance and politics," unquote. Having quoted this, my question is, has the project of participatory democracy taken a firm and sustainable path in the state? Does bootstrapping take a progressively linear road? What Kerala needs is not a developmental culture, which the book mentions, but probably a democratic culture that informs all our developmental decision making. Indeed, developmentalism is not development in its fundamental sense of human progress and freedom. As a supplement to the above question, I can raise umpteen issues, but mention only 2 or 3. Corruption comes up most prominently. Isaac and Frank boldly speak of bureaucratic politician excess of corruption and wanted to eradicate. They are not satisfied with reduction. Corruption. The idea of universalization of social audit once
a dominant theme of the campaign is now somewhat conveniently forgotten. Kerala's unique endowment is its beauty and ecosystem. This is under serious threat, it appears. I can only say, as a concerned citizen, that the presence of some mafias, especially the unauthorized quarry mafia, that sidelined the governance system. I can only reiterate the question raised by Isaac and Frankie in their book, quote, how much has the decentralization process contributed to making development projects in Kerala more sensitive to environmental concerns? Unquote. Apparently mild but deeply involved question that the authors raise must engage our concerns. Kerala public will have to continuously debate these concerns raised in the book and take public reason to common good. In conclusion, I take up the question of quality of local politics. Let me quote the two authors again. Quote, the people's representatives at the national and state levels cannot be the role models for the local governments, unquote. Local governance is essentially empowering the local people to decide their own destiny through the local governing institutions. People Plan has created a plethora of extremely powerful institutions, but they need re-strengthening. One of the most ambitious participatory reforms ever undertaken, that is, to quote Biochi and colleagues, needs considerable nurturing to make it meaningfully responsive and alive. I wish the project, the book, and the well-known authors all dynamism needed to carry the project forward for welfare of humanity. Thank you. Thank you, Professor Umman, for taking all of us down to the memory lane to the mid-90s and also that quick journey through the book. So may I now request Professor Baiocchi to make your remarks. Thank you. Thank you so much. Thank you for bringing us together. Certainly this takes me also down memory lane, so I'm going to stay there for a little bit. But before I do that, I wanted to congratulate Isaac and Frankie for the wonderful book that you've put together. It really is as remarkable as the earlier version, but quite wonderful in the way it updates, and something that is just a remarkable quality of the book, I feel, is it is clear-eyed and self-critical as well. It really should put to rest the idea that leftists, we only do work that is celebratory or denunciatory, but we can't be clear-eyed and critical. The book, it really is a wonderful, wonderful document. And most of all, I want to congratulate all the people who've been participants in the campaign, because the book fundamentally is a wonderful testament to all the achievements of the last couple of decades. On a personal note, and I want to say this, I consider myself a descendant in some way of the People's Campaign. I was there celebrating the book and the campaign 20 years ago, learning about the context. I was there with many of the people who are on the call today. Patrick is correct. People outside of Kerala seem to age faster than people inside of Kerala. We need to figure out what's going on about that. But it was wonderful. And one of the people who was with us, who would have been here today if he could, of course, was Eric Olin Wright. The book, the People's Campaign, was deeply influential to Eric's own work. It features centrally in his understanding of what real utopian
project in sociology ought to look like. And of course, the campaign has been absolutely central to my own understanding of popular sovereignty. For me, popular sovereignty, as I began to learn at the time, is about extending the reach of the people's power while extending and democratizing who the people really are. And I really see the campaign in Kerala as something of that nature. A phrase I heard then, I don't know if it actually belongs to Thomas Isaac, but it was attributed to him. And I've taken this phrase to be a bit of a motto. And the phrase says something about being a democratic socialist in the day-to-day, but keeping the horizon of emancipation in mind. And I want to say a couple of things about that. Like Patrick and others, I don't want to take too much time from the other speakers or shift away from the book. But as a Latin American, it is indeed poignant to think about all the successes of Kerala and the positive mentions of the events and developments in places like Brazil. Brazil and the rest of the continent, of course, had tremendous successes in the 2010s, but possibly even bigger setbacks in the last 6, 7, 8 years. Not only have we had a real erosion of democratic institutions, we've had a reversal of social gains. Brazil today is in the throes of possibly the worst COVID crisis and legitimacy crisis in the world. We've had tremendous setbacks in terms of the rights of indigenous people. The Amazon is burning at a faster rate than it has in a long, long time. So it is happy for me to be here to celebrate and think about places like Kerala, where campaigns like the People's Campaign moves forward. But it is important for me and for us to reflect too, that not only are there no easy blueprints from the campaign, but that campaigns for social justice, socialism, and emancipation also have no guarantees. In other words, things can move back, things can be reversed, and we have to think, and one of the lessons we need to learn from the People's Campaign is what gains can be held and what gains are reversible, and how do we keep those gains while moving forward, and what are the avenues of struggle. One of the things the book speaks to, it doesn't say this in quite this language, is that one of the lessons from the People's Campaign, in contrast, for example, to the social democratic reforms of the Brazilian Workers' Party in the 2000s, is the centrality of mobilization, and the centrality of mobilization in keeping institutions accountable, keeping the party accountable, keeping the campaign moving forward. Of course, the Brazilian context today is one in which everyone has, there is this phrase, I think John F. Kennedy's, that a failure has, everyone is always looking to, in Brazil today, everyone has an understanding of what exactly has gone wrong. But there is a shared understanding that the reforms that took place in Brazil in the 2000s were very much about increasing inclusion, increasing social justice, further decentralizing the state. But the dimension of mobilization and struggle and keeping people militants and engaged certainly took a back seat to all these other reforms. And one of the things that's striking when I think about the People's Campaign in Kerala is the centrality of precisely this mobilization, not only in the way that the campaign is talked about, but in the way that it is carried, and the way that it is able to survive changes in government. So once again, Thomas Isaac and Frankie, congratulations on a really wonderful book, and congratulations to everyone who's been involved in the People's Campaign. We look forward to being here to celebrate the 50th year reissue of the book. Thank you so much. Thank you, Professor Bayaki, for those complimenting words. I'm sure the authors will be cherishing your complimentary words. Now, may I request Professor Olle Törnqvist.
Yeah, it's there. Professor Ole Tornquist. Yeah. Could you please unmute your mic? Now I'm here. Yes. Thank you. Yes. Yes. Good. Good. Thank you. It's a pleasure and an honor to be part of this panel of more distinguished activists and scholars on democratic development. Thank you so much for inviting me and seeing you all again. In my view, there are three main reasons why it is so important that a thoroughly updated third version of the basic book on Kerala's decentralization and people's planning is now published some 20 years later. First, because the Kerala experiments in this regard are the most comprehensive and enduring in the world. So knowledge of its pros and cons is crucial for anyone interested in moving on. Secondly, because the new edition of the book is a major source of information of the Kerala experiences in the dual sense of offering both documentation of the developments and of how the leading actors perceive of them. Thus, one may also say that the book testifies to the transparent and democratic character of the campaign itself. The third and most important reason is, I think, that the book may be fundamental in the current efforts to implement the envisioned new strategy in Kerala of combining welfare and knowledge as a basis for sustainable development after the successful local polls and, we hope, the equally successful state elections. These visions stand out as a beacon of hope, not just in India, but also in the world at large, where democracy is on the retreat. In particular, it's crucial then to discuss how to combine development initiatives in villages and districts and common state programs in an effective and democratic way. The Chinese communists failed to do that, relying now instead on dictates and the market. And the previously most successful Scandinavian model of democratic partnership governance has been undermined by neoliberalism. But if the citizen participation in local development, as we know it from the new book, can be combined with democratic design and implementation of the state level programs, Kerala may be a global pioneer for progressives. So there are all reasons in the world to congratulate Isaac and Frankie and us, the rest of us, to the book. Thank you. Thank you very much. It's again, I think, getting such compliments from a Nordic country must be making the authors extremely happy and all the Keralites too. Thank you once again. May I request Professor Michael Tharakan. Could you please unmute your mic? Michael, could you please unmute your mic? Your mic just താഴെ ഒരു ഇതുണ്ടാവും നോക്ക്. Correct. Done. Not at. ശരിയായില്ലല്ലോ. Hello. Correct. Well done. ഇപ്പൊ ശരിയായി. It's done now. Please talk. Okay. Let me first of all offer my congratulations to my erstwhile colleagues and friends, Professor Thomas Isaac and Professor Frankie, for the great occasion of presiding over the republication of one of the basic volumes produced in connection with the People's Planning Campaign in Kerala. The very fact that the campaign is still alive and kicking, and there are so many hopes and dreams of the people of Kerala, which is associated with this campaign, still alive, is itself a matter of great achievement. And the fact that it has reached a stage where it can go further than it has already gone up to is definitely a matter of great pride.
as many people have already noticed, there is this fundamental problem of trying to decentralize power or authority, which is definitely a phenomenon which is basically a centralized phenomenon. It is power and administrative authority are both felt by the people basically when it is centralized. And Kerala has a particular history where it has gone through a stage of extreme centralization, both under the old Maharajas as well as under the overall control of the colonial rule. The comparatively freer Swarupam kind of administration which existed much earlier had subjected to heavy centralization by Indian Maharajas themselves as well as local ruling elite. It is from that kind of centralization that this region tried to decentralize right from the very beginning, because in 1957, the EMS Namboodiripat's first government itself tried to push forward a scheme for decentralization. And right from that period onwards, there was resistance to decentralization because it would have really struck at the roots of the way in which Kerala was being ruled, not only politically, but also socially. Socially also, it was a highly centralized regime, resulting in total disempowerment of the number of groups, number of castes, number of communities, and also gender-wise, the women. And those situations gave the campaign for decentralization a new meaning. And as Patrick Heller has already quoted EMS Namboodiripad, he very rightly pointed out that the Constitution of India itself gave democracy from the central government to the state government, but only bureaucracy from then onwards. This issue of decentralization in the height of centralization has been very sharply put across by one of our well-known social scientists, Professor Kunyaman, very recently. And I think that should be a point of reflection when we reread the book by Thomas Isaac and Frankie, as well as when we re-evaluate the achievements as well as failures of the campaign for the last 25 years. I wish the book a better reading, a larger readership, as well as the idea of decentralization and the objectives of the program all success. Thank you. Thank you, Professor Michael Tarakan, on behalf of all of us here. And well, I think thank you for reminding us of the dreams that we cherished at the time. And of course, as a historian, you have given us a brief glimpse to the route to from where our decentralization process came from. Now, may I request Sri T.R. Raghunandan IAS. I hope he is not on the line as well. Okay. Now we have with us Sri S.M. Vijayanand IAS. Sri Vijayanand. Hello. India. Thank you. Thank you for inviting me. As was mentioned by Professor Umman, I was quite young at the time, and that bliss was sit in the dawn really struck me. And for 3 years, I've never seen such an idealistic face, combination of civil society, politicians, and some civil servants in my entire career of 30 years. And I must congratulate both the authors. This is a welcome compliment to the earlier thing. Now it is a rounded book
I felt it should have come in 2017 for obvious reasons. It has keen interest not only in Kerala, this Kerala experience. A lot of people are interested in learning, even from quarters you don't expect, for certain aspects, not necessarily for the idea of democracy and all that. Of course, you said it can't be copied, but there are a lot of lessons to be learned from this, both on democracy and in the practice of decentralization. So in a sense, the Kerala experience is a kind of a test stone. The RBI wrote about local governments recently, and latest, the 15th Finance Commission has recommended health decentralization, citing Kerala as a model. So I think it's rather rare. And surprisingly, many of you would have heard that Government of India, maybe rather ironically, has named its Panchayat planning as People's Plan campaign in 2018 and 19. And what I like in this book is the clarity on the theoretical and ideological aspects. In the beginning, I still remember I had to go to a Chennai meeting of civil society activists. Dr. Isaac was to have gone, but he couldn't go. I went. As a bureaucrat, somebody asked me this question: what is the difference between the World Bank decentralization and the Kerala decentralization? And the answer I gave, I still remember. World Bank means rolling back the state. We are rolling forward the state to the doorsteps of the citizen. Somehow I gave that answer, and it turned out to be correct from experience. And a personal, and it explains democracy. Personally, I must confess that I had taken democracy for granted till about 2 years back. Now I am reflecting and learning the importance of democracy everywhere, national, state, and local. And I'm able to spot a lot of undemocratic elements, even in the most progressive societies. And I have a personal happiness in seeing Dr. Isaac acknowledge Gandhiji as the inspiration for People's Plan. This is acknowledged by EMS himself in his 1957 Administrative Reforms Committee report. And also mention of civil society, which for some time was not a good word in Kerala, and social capital. And beautifully put by my friend Patrick Heller, co-production with civil society organization. And I would say we produced it with the civil society organization, but continued with what we call a community-based organization, which is the Kudumbashree. And of course, the way forward has been beautifully outlined. Just mentioned, increase participation, bring back the voluntary technical core, which I would rate as, from an implementation side, the most innovative feature of People's Plan. Local statistics, including participatory data, plans and not ward-wise projects. And very important, which I'm very happy that you have been self-critical, inclusion, the SC, ST, fisherfolk, and ecology and climate change with local action for them, and local economic development, combining the old local economy with a modern knowledge economy. And something you have not mentioned very clearly, but indirectly, is formal and informal social accountability. Without that, the whole democratic apparatus cannot survive. So, and also building on the caring state. Now I would call Kerala not a welfare state. We are transitioning to a caring state. And caring states, mental health, people with disabilities, the poorest of the poor, the excluded, the palliative care. I think that's where local governments have excelled. And somebody mentioned rather sarcastically, decentralization is not romantic. I would say it is the most romantic thing. Without romantic, starry-eyed politicians, officials, and civil society, decentralization would not have taken off. So let us go back to the romantic days and launch a new campaign to realize the possibilities and build on our strengths. Thank you. Thank you, Sri Vijayanand. We all know how caring you have been to decentralization. And may I now invite Dr. M.B. Parameshwaran. M.B. He has already logged in. Hello, Joy. Do you need to call Kila? He is supposedly joining from there. Shaiju. He's on. He is coming? No, he's sir. on. Not online, Huh? sir. He's not on. He's not on. I think that means, yeah, I know you all know that MB is
has his health problems. He is not really keeping well. We have talked. Okay, now may I invite Professor T.N. Thomas Isaac to say the word of thanks. Distinguished members of the panel and dear friends, I must thank the panel members, all of whom are my friends and colleagues, and who have also contributed, at least intellectually, to the campaign in Kerala, one of the most beautiful democratic achievements anywhere, for having spared the time this evening to be with us. Now, seeing you all in the panel at one time, I realized that we are all getting really old. But our words will reflect there is still a lot of youth left with us, enough for a new battle. And we thought we would start the new phase of taking forward the democratic project in Kerala through an exercise of a scale of the meet we had in 2000 December at Thiruvananthapuram. Unfortunately, COVID struck. It had to be postponed. Now it seems very likely that we will be with this COVID for some more time. So we decided to have the book launch, inviting all the key personalities who are involved in the campaign in Kerala. But because we are having a second wave now, we have been forced to, or constrained to invite only over 100 persons to be physically present. But I have to say, happy to say that around 300 persons have joined by Zoom, and around 20,000 persons have been watching the event through my Facebook page. That's a good number. So this present book, which we are discussing, was written in 1998-2000, when the campaign was in full swing. Therefore, it reflects the passions, emotions, and feelings of those active days. But we have been self-critical enough, I think. We are very critically narrated, self-critically narrated many of our weaknesses, faults, and how we overcame them, learning from experience. So we have been fairly honest about the moment in which we were actively involved. Now, the journey of this book, in one sense, reflects the growing recognition of Kerala experiment in India and abroad. This book had 2 editions, Indian editions, and 2 reprints. American edition, Portuguese, Catalan, and Spanish editions. And now, when the 25th anniversary came, initially we thought of writing a new book. But we all realized this book, written under the passion of the movement, has its own virtue, and therefore decided to revise it, update it, and have a new edition. The second book would still be coming. In fact, we are thinking of publishing 25 volumes written by academics and so on. And I hope some of the panel members will be contributing to that during the course of the year, published by Kila. Now, in this book, one of the things that we have done is we have taken an assessment of the impact of the campaign during the last 25 years. This effort
was being made at a time of COVID. It was being made the immediate post flood times. And they gave a new understanding about the changes that had occurred in Kerala. Everyone who have been watching Kerala have been very surprised how effectively the state was able to face the challenge of natural disasters and the epidemic. And now is a growing recognition of the key role played by the local governments. There is somebody at the local level, a democratic power, which is trust of the people, which mobilizes resources and people for rehabilitation and rescue works during the floods, and who have undertaken a successful defense against the pestilence. In fact, the Reserve Bank of India has, while discussing the impact of the COVID on the state finances, given a case study box to Kerala, local governments, something which is a very rare occurrence in India. While the People's Plan campaign and later the decentralization process has been going on, despite the changes in government, the very fact this experiment has survived 5 governments in Kerala itself is a big certification to the resilience and robustness of what we have achieved through the People's Plan campaign. While in the rest of India, you will find that the whole euphoria of decentralization has waned. There is hardly any discussion on the development agenda about the local governments at the national level. Even at the international level, if you look at the number of publications, I've just taken up an index of the total number of publications year by year, you will find after in the 2000s, number of publications have started directly coming down, which is a reflection of the kind of disillusionment with the decentralization. Largely because most of the decentralization experiments, particularly in the third world, have been combined with the structural adjustment programs of the World Bank. So it is in this context that suddenly Kerala, the crisis in Kerala, the natural crisis, COVID crisis, has brought forefront the robustness of the local governments in the state. And we have documented it fairly well in that particular chapter. I don't want to repeat what has been done there. Now it also sets Kerala's experiment distinctly different from what is happening in the rest of India or at the global level. I would say it's a part of a radical democratic project. A project which has a long history in Kerala. We would locate it there. Now, very importantly, though it's a part of the radical democratic project, we have also created a platform broad enough to accommodate people of different tendencies or even opposite tendencies. Because it's a democratic process. But at the same time, our vision is very radically different from the World Bank decentralization programs. Therefore, we have devoted a whole chapter, new chapter, which analyzes the various trends in the decentralization process globally
And we would have much more in solidarity with what the Latin American experiments. Giampolo, I hope, is still there. In fact, I heard about Porto Alegre first from you. Till I met you in Wisconsin, I didn't know about it. But I've been very surprised how we, separated by such long distance, have been thinking very much alike, moving the same direction. And it goes to credit to Martha Herneto that she wanted to have an integration of these two approaches, Kerala and Latin America. She was here twice, invited us also to Venezuela. Unfortunately, I couldn't go. But there have been, and we have the book brought out, the kind of synthesis that was emerging between the praxis in Latin America and Kerala. So this is something that I would underline. This is a part of a larger democratic project of Kerala. Now, to summarize this democratic project, what it is about, the social sectors, our agenda is not privatization to improve the quality, but participation through decentralization. We are trying to improve the productivity in the small scale sectors through decentralization. This is one leg. Other leg, we want to transform our economic base. We cannot go on indefinitely on redistributing gains alone. To sustain it, we have to have a big transformation of our economic base from low productivity economy to a high value addition economy. For which, I am not going to deal in the details. We have devised a method of mobilizing resources from outside the budget without infringing upon the neoliberal financial rules that have been framed at the national level. So that change is taking place. So that in a few years' time, Kerala's economic base will be transformed. So this is our democratic project. And within this democratic project, the decentralization, democratic decentralization will continue to play a very key role. And therefore, in the morning, around 5 or 6 hours continuously, we have been discussing about not our achievements, but our weaknesses. How can we utilize, how can we use the decentralized, the local governments for improving the productivity in agriculture to create something like the Chinese town and country enterprises in Kerala and so on. We have been discussing how to improve the transparency, curb corruption, and also have more integrated approach. And all these have to be achieved with two optimization programs. One, how to bring down the gender inequality in Kerala. Two, how to improve the environmental sustainability. So this is the vision. And this is going to be the contribution of democratic decentralization to the future of Kerala. And most of the participants who had come online and offline, as I told you, seeing them all together, you realize we are aging, but I think all of us have enough youth for us, within us, for another fight, another round of democratization. Thank you very much. I once again thank the panelists for having spared their time. Thank you very much. We are about to conclude the meeting of the day, and I think it's only appropriate that with vote of thanks is done. But nonetheless, I think we KILA staff, faculty of KILA, and my colleagues, all the teaching and non-teaching faculty, especially my students, our students, we would like to thank Dr. Thomas Isaac
for being instrumental in creating such a wonderful gathering. It was incredibly a learning experience for all of us. And as he rightly said, we were not here to boast about our achievements, rather to reflect about the future and where we went wrong. This is something unique and never ever we hear in other other such meetings. And it's a great learning for our students here. And you all took a lot of trouble today. They came from different parts of the state, and all our guests from outside, they all stayed back. Someone, Dick Frank would have got up in the morning. And we thank all of you sincerely from our heart on behalf of Kila and Gift for being with us. And we especially thank Dr. Thomas Isaac for being a guiding spirit to both these institutions. And also, I'm sure that he will be more free in the days to come to pursue what he likes most. And I think let us give all of them a big hand. Thank you very much. And I must also take this occasion to thank my colleagues here who worked very hard, especially my technical staff, my students, for making this meeting a success. And you are all those who are here or expected to leave only after taking the dinner. Dinner is ready over outside in the canteen. Thank you very much. We shall meet again. And the yeah. They were there, I think. Could you please bring the panel over there? Broadview, bring all the panels. Shaiju, all the panels. Okay, thank you very much. Thank you very much. Yeah, I think Dr. Isaac would like to say some more. I think, yeah. So, hey, Dick, will you give me a call after 2 hours? Yeah, 2 hours. I'll be free by then. Hello, Elaine. Do you hear me? Ole, Yeah. Ole, can you? Your hair is so